ഞാൻ ഈ പറയുന്നതിനേക്കാളൊക്കെ ഒരുപാട് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നത് തന്നെയാണ് സ്വസ്തി ഫൗണ്ടേഷനെ കുറിച്ച്. സോ ലെറ്റ്സ് ഇൻവൈറ്റ്, നമുക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട് ജനറൽ സെക്രട്ടറി ഓഫ് സ്വസ്തി ഫൗണ്ടേഷൻ ശ്രീ എബി ജോർജ് അവർകളെ നിറഞ്ഞ സ്നേഹത്തോടെ ആദരവോടെ ഈ ഒരു ബ്യൂട്ടിഫുൾ സെഷനിലേക്ക് വേണ്ടി നല്ലൊരു കൈയടിയോടുകൂടി നാം സ്വാഗതം ചെയ്യുന്നു. Dear friends, ഇത് ഏറ്റവും അവസാനം പ്രോഗ്രാം പ്രകാരം ഷെഡ്യൂൾ ചെയ്ത സെഷനായിരുന്നു. അത് നമ്മൾ ആദ്യം തന്നെ നടത്തുകയാണ്. ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബ് കഴിഞ്ഞ 10 കൊല്ലമായി വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ ഫൗണ്ടർ ഡോക്ടർ കൃഷ്ണൻ നായർ അല്പനാളുകൾക്ക് മുമ്പ് നമ്മളെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ അദ്ദേഹം ഓങ്കോളജിക്കും ക്യാൻസർ രോഗികൾക്കും ക്യാൻസർ പ്രതിരോധത്തിനും ഒക്കെ നൽകിയ വലിയ സംഭാവനകൾ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ ആരംഭിക്കാവുന്നതാണ്. ക്യാൻസർ പ്രിവെൻഷനിലും ക്യാൻസർ ബോധവൽക്കരണത്തിലും നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസിൻ്റെ പങ്ക് എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് അടുത്ത അരമണിക്കൂറോളവും ഇവിടെ നടക്കാൻ പോകുന്നത്. ഡോക്ടർ കൃഷ്ണൻ നായരുടെ ജീവിതകാലത്താണ് ഓങ്കോളജി എന്നൊരു വിഭാഗം തന്നെ തിരുവനന്തപുരത്തും കേരളത്തിലും പ്രവർത്തനം ആരംഭിച്ചത്. അതുകൊണ്ട് ഏതാണ്ട് 40 വർഷത്തെ ചരിത്രം പോലും ഒരു പ്രത്യേക ചികിത്സാ വിഭാഗം എന്നുള്ള നിലയിൽ ഇവിടെ ഓങ്കോളജി അല്ലെങ്കിൽ ക്യാൻസർ കെയറിന് ഇല്ലായിരുന്നു. അതിനു മുമ്പ് തന്നെ ധാരാളം വർഷങ്ങളായി എൻ്റെ കുടുംബത്തിൽ തന്നെ നിരവധി പേർ 10, 60, 70 വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ ബാധിച്ച് മരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അന്നൊക്കെ ക്യാൻസർ വന്നാൽ മരണം സുനിശ്ചിതം. ക്യാൻസർ ആണെന്ന് പോലും തിരിച്ചറിയാനുള്ള കഴിവ് പലപ്പോഴും ഒരു 70 കൊല്ലം മുമ്പ് കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. പല പേരുകളാണ് ഈ രോഗത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. പൊതുജനങ്ങളുടെ അവയർനെസ് ഈ രോഗത്തെക്കുറിച്ച് വളരെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ 10-50 വർഷം കൊണ്ടാണ് 40 വർഷം കൊണ്ടാണ് ക്യാൻസർ എന്ന രോഗത്തെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായപ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള ഭയവും വളരെയധികം പ്രബലപ്പെട്ടതും. എന്നാൽ കഴിഞ്ഞ 10-30 വർഷത്തെ പ്രവർത്തന ഫലമായി മെഡിക്കൽ സയൻസിലും ക്യാൻസർ ഗവേഷണത്തിലും ഒക്കെ വന്നിരിക്കുന്ന വലിയ വലിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് ഇന്ന് ഭൂരിഭാഗം ക്യാൻസറുകൾക്കും നല്ല രീതിയിലുള്ള ചികിത്സ ലഭ്യമാണ്. ക്യാൻസർ വന്ന രോഗികളിൽ ഭൂരിഭാഗം പേർക്കും നല്ല രീതിയിൽ തുടർ ജീവിതം നയിക്കാനുള്ള വേദി, അവസരം, സൗകര്യങ്ങൾ, ചികിത്സാക്രമങ്ങൾ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്.
ഏതാണ്ട് 2 വർഷം മുമ്പ് കോവിഡ് ആരംഭിക്കുന്നതിന് മുമ്പ് ഡോക്ടർ എം.ഇ. പിള്ള ഇതിനടുത്ത് വെള്ളയമ്പലം ബിഷപ്സ് ഹൗസിൽ വെച്ച് നടത്തിയ ഒരു സെമിനാറിൽ പറഞ്ഞത്, താമസിയാതെ ക്യാൻസറിനെ നമ്മൾ പൂർണ്ണമായും പ്രതിരോധിക്കാനും ചികിത്സിച്ച് ഭേദപ്പെടുത്താനും സാധിക്കും എന്ന് തന്നെയാണ്. അത്ര വേഗത്തിലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴെല്ലാം എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത് ക്യാൻസർ ഉണ്ട് എന്ന് എത്രയും വേഗം എല്ലാവരും അറിയണം. ഏർലി ഡിറ്റക്ഷൻ, ദാറ്റ് ഈസ് ഫണ്ടമെൻ്റൽ ടു ക്യൂറിങ് ക്യാൻസർ ഓർ ട്രീറ്റിംഗ് ക്യാൻസർ എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ആ ഏർലി ഡിറ്റക്ഷൻ എന്നുള്ള ആശയത്തിലേക്ക് വരുമ്പോഴാണ് ഇതിൽ പലപ്പോഴും ഡോക്ടർമാർ നിസ്സഹായരാണ്. എനിക്ക് രോഗമുണ്ട് എന്ന് സംശയിച്ച് ഞാനൊരു ആശുപത്രിയിൽ പോയി ഒരു ഡോക്ടറെ കണ്ടാൽ മാത്രമേ എനിക്കുള്ള രോഗം ഡയഗ്നോസ് ചെയ്യപ്പെടുകയുള്ളൂ. പക്ഷേ ക്യാൻസറിനെ സംബന്ധിച്ച് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം നമുക്ക് ആ രോഗം വരില്ല, നമുക്ക് ആ രോഗം ഉണ്ട് എന്ന് സംശയിക്കാൻ പോലും നമ്മളാരും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ എനിക്ക് ആ രോഗമുണ്ടെന്ന് സംശയിക്കാൻ ഞാൻ തന്നെ ഭയപ്പെടുന്ന ഒരു സ്ഥിതി. അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് രോഗം കൺഫേം ചെയ്താൽ പിന്നെയുള്ള കഷ്ടപ്പാട് ഓർത്ത് എന്നാൽ ഇതിൻ്റെ കൺഫർമേഷന് വേണ്ടി പോകണ്ട എന്ന് തീരുമാനിക്കുന്ന അവസ്ഥ, ഇവയെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രബലമാണ്. അപ്പോൾ സമൂഹത്തിൽ ക്യാൻസറിനെ കുറിച്ചുള്ള ബോധവൽക്കരണവും ഏർലി ഡിറ്റക്ഷൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അറിവും ഒക്കെ ഉണ്ടാകേണ്ടത് ക്യാൻസർ പ്രതിരോധത്തിന് അത്യന്താപേക്ഷിതമാണ്. അത് ചികിത്സയുടെയോ ഗവേഷണത്തിൻ്റെയോ ഭാഗമല്ല, മറിച്ച് മനുഷ്യർ തമ്മിലുള്ള ഇടപെടലിൻ്റെയും മനുഷ്യർ തമ്മിലുള്ള സഹകരണത്തിൻ്റെയും പരസ്പര കരുതലിൻ്റെയും ഒക്കെ അടയാളമാണ് ക്യാൻസറിനെ സംബന്ധിച്ചുള്ള ഏർലി ഡിറ്റക്ഷന് വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു സാമൂഹിക അവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളത്. അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് വളരെയധികം ശ്രദ്ധിക്കുന്നത്, വളരെയധികം പ്രയത്നിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 10-30 കൊല്ലത്തെ ഗവേഷണ ഫലമായി, സാങ്കേതിക വിദ്യയുടെ വികസനത്തിൻ്റെ ഭാഗമായി, അറിവിൻ്റെ വിസ്ഫോടനത്തിൻ്റെ ഭാഗമായി ഒക്കെ ക്യാൻസർ ചികിത്സാ രംഗത്ത് വളരെ വലിയ പുരോഗതി ഉണ്ടാക്കുവാൻ വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഇത്ര വലിയ പുരോഗതി ഉണ്ടാകുമ്പോൾ തന്നെ ഈ രോഗത്തിനുള്ള ചികിത്സയ്ക്കുള്ള ചെലവ്, ഈ രോഗത്തിന് സമഗ്രമായ ഒരു ചികിത്സാ സെൻറ്റർ ഒരിടത്ത് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി വരുന്ന മൂലധനത്തിൻ്റെ അളവ്, ഇവയെല്ലാം തന്നെ വളരെ വളരെ വലിയ സംഖ്യകളായി, കോടാനുകോടികൾ വേണ്ട സംഖ്യകളായിട്ട് ഈ അടുത്ത കാലത്ത് 10-20 വർഷം കൊണ്ട് ആയിത്തീർന്നിട്ടുണ്ട്. ഒരു വശത്ത് ക്യാൻസറിൻ്റെ ചികിത്സ ആവശ്യമുള്ളവരുടെ എണ്ണം അത് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആയുർദൈർഘ്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് 45-ൽ നിന്ന് 60-ലേക്കും 60-ൽ നിന്ന് ഇന്ന് 77-ലേക്കും കേരളത്തിൻ്റെ ശരാശരി ആയുർദൈർഘ്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്കെല്ലാവർക്കും ക്യാൻസർ വരാനുള്ള സാധ്യത ആയുർദൈർഘ്യം വർദ്ധിക്കും തോറും വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ഇതിൻ്റെ ആവശ്യം വളരെ വളരെ കൂടുന്നു. ഏർലി ഡിറ്റക്ഷൻ്റെ ആവശ്യം വളരെ വളരെ കൂടുന്നു. അതേസമയം തന്നെ ചികിത്സാ സൗകര്യങ്ങളുടെ ആവശ്യവും വളരെ വളരെ വർദ്ധിക്കുന്നു. പക്ഷേ ആ ചികിത്സാ സൗകര്യങ്ങളുടെ ചിലവ് ഓർക്കുമ്പോൾ പലർക്കും ഈ ചികിത്സ അവർക്ക് കഴിയാവുന്നതിനപ്പുറത്തേക്കായിത്തീരുന്ന ഒരു വളരെ ദയനീയമായ ഒരവസ്ഥ പല കുടുംബങ്ങളിലും നിലനിൽക്കുന്നു. ഒരാൾക്ക് ക്യാൻസർ വന്നാൽ ആ കുടുംബം പാടെ സാമ്പത്തികമായി തകരുന്ന സ്ഥിതിയും നിലനിൽക്കുകയാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് വലിയ സാമൂഹിക പ്രതിരോധവും സാമൂഹിക ഐക്യദാർഢ്യവും അത്യാവശ്യമാണ്. ആ രംഗത്തും ക്യാൻസർ രോഗികളെ ആശ്വസിപ്പിക്കുന്നതിനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുന്നതിലും രോഗികൾക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ നല്ല രീതിയിൽ നൽകുന്നതിനും ഇങ്ങനെ പല രംഗങ്ങളിൽ പല രീതികളിൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസിന് അതിൻ്റേതായ പങ്ക് വഹിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ജീവിത രീതികൾ മാറ്റുന്നത്, പുകവലിയും ക്യാൻസറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അധികം ആരുമൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ പുകവലി എന്നുള്ള ദുശീലം അത് കേരളത്തിൽ നിന്നിപ്പോൾ താരതമ്യേന ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വെറ്റില മുറുക്ക്
പുകയിലയുടെ ഉപയോഗം, ഇവയൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളരെ വളരെ കുറഞ്ഞത് സർക്കാരിൻ്റെ എന്തെങ്കിലും വലിയ ഇടപെടൽ കൊണ്ടാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ, പ്രത്യേകിച്ചും അടുത്ത കാലത്ത് കോടതിയും നിയമവ്യവസ്ഥയും ഉണ്ടായി. ആ നിയമവ്യവസ്ഥയ്ക്കും കോടതിയുടെ നിർദ്ദേശങ്ങൾക്കും അനുസൃതമായിട്ട് വലിയ ഒരു സാമൂഹിക അവബോധം സൃഷ്ടിച്ച് പുകയിലയുടെ ഉപയോഗം ഗണ്യമായി നമ്മുടെ സമൂഹത്തിൽ കുറച്ചു കൊണ്ടുവരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രംഗത്തും ക്യാൻസർ വരുന്ന ജീവിത രീതികൾ, ക്യാൻസർ സാധ്യത ഉണ്ടാക്കുന്ന ജീവിത രീതികളോ ദുശീലങ്ങളോ ഇല്ലാതാക്കുവാനും വളരെ സംഘടിതമായിട്ടുള്ള പ്രവർത്തനം നമുക്ക് നടത്തുവാൻ സാധിക്കും. അതുപോലെ കുട്ടികളുടെ ഇടയിൽ, സ്ത്രീകളുടെ ഇടയിൽ ഒക്കെയുള്ള ബോധവൽക്കരണം, ഇതൊക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ധാരാളം പ്രസ്ഥാനങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. അവയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് 2 സംഘടനകളുടെ പ്രതിനിധികളാണ് ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. ശ്രീ പൈ മലബാർ ക്യാൻസർ സെൻറ്റർ, അത് ഒരുപക്ഷെ ഏറ്റവും നല്ല രീതിയിൽ, കേരളത്തിലാകമാനം ഏറ്റവും നല്ല രീതിയിൽ 1989 മുതൽ ഇതുവരെ ഏതാണ്ട് ദശലക്ഷക്കണക്കിന് ആളുകളെ ക്യാൻസർ ഡിറ്റക്ഷനും ക്യാൻസർ ബോധവൽക്കരണത്തിനും ഒക്കെ തയ്യാറാക്കി. ഞാൻ ഈ പ്രതിപാദിച്ച മേഖലകളിലെല്ലാം തന്നെ വലിയ സംഭാവനകൾ നടത്തിയ ഒരു സൊസൈറ്റിയാണ്. കണ്ണൂർ നിന്ന് ഒരു ചെറിയ ഗ്രാമത്തിൽ അതാരംഭിച്ച് വളരെ വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് ശ്രീ പൈയുടെ നേതൃത്വത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ശ്രീ എബി ജോർജ്, അദ്ദേഹത്തെ വിട്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ പരിചയമുണ്ട്. സ്വസ്തി ഫൗണ്ടേഷൻ 2012 അവസാനം ആരംഭിക്കുകയും അതിനുശേഷം ഇവിടെ ആദ്യം സ്നേഹതാളവും അതിനോടനുബന്ധിക്കുന്ന നിരവധി പരിപാടികളും നടത്തി ലക്ഷക്കണക്കിന് ആളുകളെ, സ്ത്രീകളെ, തീരദേശ നിവാസികളെയൊക്കെ ലക്ഷക്കണക്കിന് ആളുകളെ ഓങ്കോളജി ക്ലബിലെയും മറ്റ് മെഡിക്കൽ കോളേജുകളിലെയും ഒക്കെ ഡോക്ടർമാരുടെ വലിയ സഹകരണത്തോടു കൂടി ധാരാളം മെഡിക്കൽ വിദ്യാർത്ഥികളും നേഴ്സസും ഒക്കെ സഹകരിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കാനും സ്വസ്തി ഫൗണ്ടേഷൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ എബി ജോർജ് നമ്മളോടൊപ്പമുണ്ട്. ആദ്യത്തെ പ്രസൻറ്റേഷനായി ഞാൻ ശ്രീ എബി ജോർജിനെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുൻ DGPയും സ്വസ്തി ഫൗണ്ടേഷൻ്റെ ചെയർമാൻ കൂടിയായ ശ്രീ ജേക്കബ് ഉന്നു സാർ, മറ്റ് വിശിഷ്യ വ്യക്തികൾ, ഡോക്ടർ ചന്ദ്രമോഹനും ഡോക്ടർ ബോബൻ തോമസും ഇവിടെ വന്നപ്പം തന്നെ പറഞ്ഞു, ഇത് ഒരു 6:45 വെച്ചിരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. പിന്നെ അതുമാത്രമല്ല, എന്നെ ഈ ആറാട്ടിൻ്റെ കാര്യം ഓർപ്പിച്ചു. പിന്നാണ് എനിക്ക് അതിന് ചോദിച്ചത്. ആറാട്ട് എഴുന്നള്ളിപ്പിൻ്റെ ആദ്യം ആറാട്ട് മുണ്ടന്മാരെയാണ് വിടുന്നത്. ഏറ്റവും അവസാനമാണ് അതിൻ്റെ ഒരു ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ആദ്യമേ തന്നെ ഞങ്ങളെ ഈ പരിപാടിയിൽ വിളിച്ച ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബിനോടും അതിൻ്റെ ഭാരവാഹികളോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടായ അനുഭവങ്ങളും സ്വസ്തി ഫൗണ്ടേഷൻ ഒരു NGO എന്നുള്ളതിൽ അതിൻ്റെ അനുഭവങ്ങളും എല്ലാം ഇവിടെ വിവരിക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ ബി ഷിഫ്റ്റിംഗ് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ആൻഡ് ഇൻ മലയാളം ബേസ്ഡ് ഓൺ ദി കൺവീനിയൻസ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശകലം ക്ഷമിക്കണം. കുറച്ച് ഇംഗ്ലീഷിലും കുറച്ച് മലയാളത്തിലും എല്ലാം ആയിട്ട് എന്തായാലും ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പറയാം. ആദ്യം ഞാനിവിടെ സ്വസ്തി ഫൗണ്ടേഷൻ രൂപീകൃതമായതിനെക്കുറിച്ചൊക്കെ ജേക്കബ് ഉന്നു സാർ സംസാരിക്കുകയുണ്ടായി. സ്വസ്തി ഫൗണ്ടേഷൻ്റെ ഒരു നട്ടെല്ല് എന്ന് പറയുന്നത് തന്നെ സ്വസ്തി ഹീലിംഗ് ഹാൻഡ്സ് ആണ്. അതിൻ്റെ ചെയർമാൻ ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബിൻ്റെ പ്രസിഡൻറ്റും കൂടിയായ ഡോക്ടർ ചന്ദ്രമോഹനാണ്. ഡോക്ടർ ബോവൻ തോമസ്, ഡോക്ടർ ബാബുമാത്തി സാർ അടക്കമുള്ള, ഡോക്ടർ മീരാബാഗ് അടക്കമുള്ള ഒരു സംഘം ഡോക്ടർമാരുടെ ഒരു സേവനം കൊണ്ടാണ് സ്വസ്തി ഫൗണ്ടേഷൻ സമൂഹത്തിൽ പിടിച്ചു നിൽക്കുന്നത് തന്നെ. ഡോക്ടർ രാംദാസ് സാർ പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒക്കെയുള്ള ഒരു വേദിയാണ് ഹീലിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത്.
We wish to state the organization views on cancer care and control. Cancer care and control are both areas that Swasti Foundation has been actively involved in during the course of last 8 years. Whatever is being stated here is derived from the learnings and the experience from the many successful missions in the field thus far. It is a well-known and accepted fact that no individual or organization can play a decisive role in this sphere on its own, and there is need for cooperation on various aspects related to cancer care. NGOs can and need to play a very vital role in cancer care. The past experience of Swasti Foundation in cancer control has had the benefit of the advice and guidance from the esteemed team of Trivandrum Oncology Club. You have provided the Swasti mission പത്ത് മിനിറ്റ് എടുക്കും, അത് വിളിച്ചിട്ട് പോയി. അവർക്ക് ധൃതി ഉണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് മതി. 10 മിനിറ്റ് മതി. You have provided the Swasti mission with the legs it needs to go forward and helped in planning of future programs. It may be fair to say that the cancer care program of Swasti Foundation were largely based on the plans of action prepared under the supervision of doctors from Trivandrum Oncology Club. This is an association that has proven to be very fruitful over nearly a decade. So what has Swasti Foundation been up to in this arena of action? What are our claims of action here? Snehadalam camps, initiated in 2014, has been and will in the future be a program that reaches out to the people, offering screenings for 3 types of cancer: breast, oral and cervical. The break in the program was the interim imposed by the COVID lockdown. We all know that the treatment and care for most illness took a back seat with the coming of the pandemic and suffered greatly. Snehadalam cancer screening camps were held at colleges, places of work, residence associations, and were completely free. It needs to be noted that the valuable time graciously donated by the doctors made the entire thing possible. By the way, just to put some figure of the records, the program went on through from 2014 to March 2020. Right until the COVID lockdowns, over 2,000 camps were organized, and one can confidently state that more than 2 lakh people benefited. This is probably one of the clearest examples of how an NGO can be useful in cancer care. അതിനകത്ത് ഏറ്റവും കൂടുതൽ മലയാള മനോരമയാണ് എടുത്ത് പറയാൻ മലയാള മനോരമയാണ് സഹായിച്ചത്. അത് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഒരുപാട് സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റായിട്ട് നമ്മൾ ഒരു സൗജന്യമായിട്ട് നടത്തിയ ഒരു ക്യാമ്പ് ഒരു വൻ വിജയം തന്നെയായിരുന്നു. ഏകദേശം 2-2.5 ലക്ഷത്തോളം പേരെ അതിൻ്റെ പ്രയോജനം നമുക്കുണ്ടായിട്ടുണ്ട്. However, the first point of action that an NGO can do and ought to do should be to spread vital awareness. Awareness drives can be on various fronts: spreading an understanding of cancer, how it can be detected by self-examinations or manifest symptoms. What are the steps to be taken if one suspects he or she has cancer? What needs to be done during and post-treatment? And what the best practices are that can reduce occurrence are some of the key points that people need to be aware of. World Breast Cancer Month 2021 was a month that saw Swasti swing into high action. ഞങ്ങൾ മാതൃസ്പന്ദം എന്ന് പറഞ്ഞ പരിപാടി ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബ്ബുമായിട്ട് മലയാളം വനിതയുമായിട്ട് ചേർന്ന് നടത്തുകയുണ്ടായി. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ 31 ദിവസം ഡോക്ടർ ചന്ദ്രമോഹനും ഡോക്ടർ ബോവൻ തോമസും ഡോക്ടർ ബാബുമാത്യു സാർ അടക്കമുള്ളവരുടെ ഒരു സഹായ സഹകരണത്തോടു കൂടി നമ്മുടെ ശോഭാ ഘോഷി മാഡം വന്നിട്ടുണ്ട്. ഊട്ടിയിൽ നിന്നാണ് ഇതിനു വേണ്ടി വന്നിട്ടുള്ളത്.
അപ്പോൾ സഹകരണത്തോട് 31 ദിവസം നമ്മൾ 31 വളരെ പ്രമുഖരായിട്ടുള്ള ഓങ്കോളജിസ്റ്റിനെ വെച്ച് ഒരു ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് അവയർനെസ് പ്രോഗ്രാം നടത്തി. 7 മണിക്ക് തുടങ്ങി 8 മണിക്ക് തീരുക എന്നൊരു ദൗത്യമായിരുന്നു. അത് കൃത്യമായിട്ട് തുടങ്ങാനും അത് അവസാനിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളത് അതൊരു വലിയൊരു നേട്ടം തന്നെയാണ്. We move on from cancer control to cancer care. Care and patient support are areas that are multifaceted. A positive diagnosis of cancer can probably be a devastating one, and it is very difficult for anyone to come to terms with it, both physically and emotionally. Treatments that require complete change of lifestyles, often with unpleasant and tiring, sometimes painful side effects, are part of cancer care. A body that is new to such treatment may need a great deal of help and support. It is definitely needed from the family, but it will help if an agency is there that can be some support to them. There would also be the urgent need for emotional support and counseling. NGOs can be very effective in providing caregivers, among other things. ഞങ്ങൾ ഈ കെയർ ഗിവറുടെ ഞങ്ങളൊരു രൂപം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടി അത് നമുക്ക് ഉടൻ തന്നെ ആരംഭിക്കാൻ നമുക്ക് കഴിയും. അത് കമ്മിങ് ടു ദി പാലിയേഷൻ, ഇറ്റ് ഈസ് എ സൈഡ് ഓഫ് ദി ട്രീറ്റ്മെൻറ്റ് ദാറ്റ് സീക്സ് ടു ലിസൺ the sufferings of the patients. While medical focus is always on the illness, formerly very little thought was given to the suffering that comes with the treatment. However, over the last few years, palliation has become a vital word in medical litany, and it literally means the measures employed to lessen the pains, discomforts, mental tribulations, and fears that come with the illness and its treatment. Another related area that is very new in India is hospice. അതിവിടെ തുടങ്ങിയിട്ടില്ല. അത് ദി കെയർ ഓഫ് പെർമനൻ്റ്ലി ഓർ ടെർമിനലി ഇൽ പീപ്പിൾ. ദിസ് ഈസ് ആൻ ഏരിയ ദാറ്റ് റിക്വയർസ് വെരി ഡെലിക്കേറ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് പീപ്പിൾ ഹു ആർ വെരി വെൽ ട്രെയിൻഡ് ഇൻ ഇറ്റ്. Swasti is currently in the process of entering this very humane arena and hope to be active within a year with an active hospice unit. ബാക്കി നമ്മുടെ MP ഇരിക്കുന്നതുകൊണ്ട് കൂടുതൽ ഇംഗ്ലീഷ് ഞാൻ പറയുന്നില്ല. നമുക്കുണ്ടായ ഒരു അനുഭവങ്ങൾ നമ്മൾ തുറന്നു പറഞ്ഞാൽ, നമ്മുടെ ബഹുമാനപ്പെട്ട കൊടിയേരി ബാലൻ സാർ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം കൂടെ ഇരിക്കുമ്പോൾ തുറന്നു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് രക്ഷ എന്നുകൊണ്ട് കേരളത്തിലെ പോലീസുകാർക്ക് സൗജന്യമായി ക്യാൻസർ സ്ക്രീനിങ് ഞങ്ങൾ ചെയ്യുകയുണ്ടായി. തിരുവനന്തപുരത്ത് അതിഗംഭീരമായിട്ട് പോവുകയും എല്ലാവർക്കും അത് പ്രയോജനകരമായി വർദ്ധിക്കുകയുണ്ടായി. ഒരു ക്ലോസ് ഡോർ ടോക്കാണ് ഒരു ഫാമിലി ഗ്യാതറിങ്ങിൽ. അത് കഴിഞ്ഞ് എറണാകുളത്തുള്ള ഇതിൽ ആസ്ട്ര മെഡ്സിറ്റിയുമായിട്ടായിരുന്നു നമ്മൾ ടൈപ്പ് ചെയ്തിരുന്നത്. അവിടെ നമ്മൾ പോയി 10,000 പോലീസുകാർ അവിടെ കൊണ്ടുവന്നു, സ്ക്രീനിങ് തുടങ്ങി. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പം ഞങ്ങളുടെ പ്രതിപാദിക്കുന്ന വളരെ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബുദ്ധിപൂർവ്വം ഇടപെട്ട് അവിടെ നിർത്തി വെച്ചിട്ട് ഇവരെ മുഴുവൻ തിരിച്ച് അവിടുന്ന് കൊണ്ടുപോയിട്ട് ഒരു പ്രൈവറ്റ് ഒരു ഹോസ്പിറ്റലിൽ ബ്ലഡ് ടെസ്റ്റും ബാക്കിയുള്ളതും കണ്ടിന്യൂസ് ആയിട്ട് 4-5 ദിവസം ചെയ്യുകയുണ്ടായി. അത് കഴിഞ്ഞ് കോഴിക്കോട് ഇതേ ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായി. കാലിക്കറ്റിൽ നമ്മൾ പോയി, ഡോക്ടേഴ്സ് പോയി, എല്ലാം നിശ്ചയിച്ച് അവിടുത്തെ AR ക്യാമ്പിൽ നിന്ന് ബസ്സും ബുക്ക് ചെയ്ത് പോലീസ് വരാൻ തയ്യാറായിരുന്നു. പക്ഷേ ആ പർട്ടിക്കുലർ ടൈമിൽ ഇതേ ഉദ്യോഗസ്ഥൻ ഇടപെട്ട് അവിടുത്തെ SPയെ കൊണ്ടും അത് ചെയ്യിച്ചു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, നമ്മൾ ഒരു മാർക്കറ്റിംഗ് ഒരു ആംഗിളിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോയാൽ ഇത് വൻ പരാജയമായിരിക്കും. 1. 2, ഈ മീഡിയ, ഇപ്പം മർക്കോസ് അബ്രഹാം സാറും ഒക്കെ വരുമെന്ന് പറഞ്ഞ് കണ്ടില്ല. മീഡിയ എനിക്ക് പറയുകയാണെങ്കിൽ മീഡിയ പോലും മാർക്കറ്റിംഗ് ആംഗിളിലേക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നമുക്കുള്ളൊരു ദുഃഖം എന്ന് പറയുന്നത്. ഈവൻ ഇപ്പം നടന്ന വലിയൊരു ക്യാൻസറിൻ്റെ, ഞാൻ പേര് പറയുന്നില്ല, ഒരു ചാനൽ, അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ വന്നിട്ടുള്ളത് മുഴുവൻ അതിൻ്റെ സ്പോൺസറുടെ പ്രസംഗവും സെലിബ്രിറ്റിയുടെ പ്രസംഗവുമാണ്. ഒരു ഡോക്ടറുടെ പ്രസംഗം പോലും നമ്മളതിനകത്ത് കാണുക, ഡോക്ടറുടെ വ്യൂ ഓഫ് പോയിൻറ്റ്സോ നമുക്കത് കാണാനോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു NGO കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം, ഗവൺമെൻറ്, കൊടിയേരി ബാലൻ സാറൊക്കെ ഇതിൽ ഇൻട്രസ്റ്റ് എടുത്ത് ഗവൺമെൻറ്റിനെ കൊണ്ട് ഈ NGOസിനെ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് നമ്മൾ ഇനി ക്യാൻസർ വിമുക്ത കേരളത്തിനായി ഒരു പടപ്പുറപ്പാട് നമ്മൾ തുടങ്ങണം. അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം. അപ്പോൾ അങ്ങനെ നടന്നാൽ ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബ്ബിൻ്റെ ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് എനിക്കൊരു അഭിപ്രായമുള്ളത്, ഈ 10ാമത്
ഈ കോൺഫറൻസ് കഴിയുമ്പോൾ ഒരു ക്യാൻസർ വിമുക്ത കേരളത്തിന് വേണ്ടിയുള്ള ഒരു സ്ലോഗനായിരിക്കണം ഇവിടുന്ന് തുടങ്ങേണ്ടത്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഡോക്ടർ ചന്ദ്രമോഹനും ഡോക്ടർ ബാബുമതി സാറ്, ഡോക്ടർ ബോബൻ തോമസ്, ഡോക്ടർ രാംദാസ് സാറ്, ഡോക്ടർ മീര അടക്കം, ഡോക്ടർ ജോൺ പണിക്കർ സാർ അടക്കമുള്ള മുഴുവൻ ഡോക്ടർമാരോടും എനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാര്യം സ്നേഹതാളം ക്യാമ്പ്സ് ഇത്രയും കൊണ്ടുപോയി, ഇനി ഞങ്ങളത് റീഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഈ ഒരു സെഷൻ തീർച്ചയായും ഔദ്യോഗിക നടപടികൾക്ക് ശേഷം നമ്മൾ പുനരാരംഭിക്കുന്നതാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു. സമസ്ത ലോകത്തിനും സുഖം ഭവിക്കട്ടെ. ഏവർക്കും ട്രിവാൻഡ്രം ഓൺകോളജി ക്ലബിൻ്റെ 10ാം വാർഷികാഘോഷവേളയിലേക്ക് സ്വാഗതം. നാം ഔപചാരിക നടപടികളിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് തന്നെ എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ PG ജയപ്രകാശ് അവർകൾ, തിരുവനന്തപുരം ഓൺകോളജി ക്ലബ് പ്രസിഡന്റ്. അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവർകൾ, ആദരണീയനായ MP ഡോക്ടർ ശശി തരൂർ അവർകൾ, ഡോക്ടർ ബോബൻ തോമസ് അവർകൾ, ഫെലിസിറ്റേഷൻ നൽകുന്ന റവറൻഡ് ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത് അവർകൾ, സ്നേഹാദരവ് നൽകുന്ന ഡോക്ടർ ചന്ദ്രമോഹനൻ അവർകൾ, കൃതജ്ഞത അർപ്പിക്കുന്ന ഡോക്ടർ ബോബൻ തോമസ് അവർകൾ, എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും സ്നേഹാദരവോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഔദ്യോഗിക നടപടികളിലേക്ക് കടക്കുകയാണ്. പ്ലീസ് ബി സീറ്റഡ് സർ. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ഈ സുന്ദരമായ സായാഹ്നത്തിൽ നാം ഏവരും ഒത്തുചേർന്നിരിക്കുന്നത് ട്രിവാൻഡ്രം ഓൺകോളജി ക്ലബിൻ്റെ 10ാം വാർഷികാഘോഷവേളയിലേക്കാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ഓർക്കാനും അഭിമാനിക്കാനുമൊക്കെ ഒരുപാട് തന്നെയുള്ള ഈ ഒരു എളിയ സംരംഭമായി ആരംഭിച്ചിട്ട് ഇന്ന് ഒട്ടനവധി കാര്യങ്ങളാണ് ആതുര സേവന മേഖലയിൽ ആയാലും അതുപോലെ തന്നെ ക്യാൻസർ രംഗത്തായാലും മികച്ച സംഭാവനകൾ നൽകിക്കൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഏറ്റവും മികച്ച സംഘടനയായി TOC പ്രവർത്തനം ആരംഭിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയുവാനുമുണ്ട്, അറിയുവാനുമുണ്ട്. എനിവേ, ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ വീഡിയോ വാൾ. നമുക്കൊരു ചെറിയ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ തുടങ്ങാം. Years ago, when the motley group of young oncologists gathered together, any onlooker would have seen it as a social gathering of peers. They were shielded from the glare by a giant shadow, and many in the grouping was unsure where this was headed. Today, a decade later, we stand tall, ready to be judged for what we have to show for a decade of togetherness. Trivandrum Oncology Club took shape 10 years ago under the guidance and leadership of Dr. M. Krishnan Nair. It has hence evolved as more of an academic grouping than a social gathering. The need to reach out rather than have stricken people come to us was impressed on our minds from day one. It is definitely the social obligation of doctors to reach the patients, especially cancer doctors.
The Snehathalam camps, in association with Swasti Foundation, was one of our premier missions, where we went out to hunt down cancer rather than waiting for it to strike. Nearly 250,000 people were screened by our committed team of oncologists who invested their well-deserved off time for cancer detection with great success. The monthly talks and webinars with academic luminaries and researchers in the field of cancer was a give and take of the latest in cancer care and cure. The well-preserved record of these meets are a treasure trove of knowledge, theory and practice of the advancements in cancer detection, care and post-care. Even the pandemic did not hold us back, and the Matruspandam webinar series on breast cancer in the month of October 2021 was a hugely attended affair, with some of the very best oncologists making valuable contributions to the public knowledge on breast cancer. We have always been fortunate in our associations too, with socially committed organizations like Indian Medical Association, Swasti Foundation, LNCP, and media houses like Manorama and Vanita lending a helping hand. At the 10th anniversary, we have much to show for our activities. No one's likely to mistake this as a social gathering. Trivandrum Oncology Club proudly marches on into tomorrow with promises of a crusade against the terror of cancer. ആരോഗ്യമുള്ള സമൂഹമാണ് നല്ല നാടിൻ്റെ നട്ടെല്ല് എന്ന മഹത്തരമായ ആശയത്തിനു വേണ്ടി അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന ട്രിവാൻഡ്രം ഓൺകോളജി ക്ലബിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഈ മഹനീയ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിക്കുന്നതിലേക്കായി ആദരണീയനായ TOC പ്രസിഡന്റും മുൻ HODയുമായ റേഡിയേഷൻ ഓൺകോളജി സെന്റർ മുൻ HODയുമായ ഡോക്ടർ PG ജയപ്രകാശ് അവർകളെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Respected Member of Parliament, Shashi Tharoor sir, Sri Kodiyeri Balakrishnan sir, Bowen Thomas, the dignitaries on and off the dais. First of all, a very good evening to all of you and welcome to this 10th annual meeting of the Trivandrum Oncology Club. The Trivandrum Oncology Club was started under the leadership and guidance of late Padma Shri Dr. M. Krishnan Nair, the founder, director of Regional Cancer Center. He was the main source of encouragement, guidance, and advice in all our activities so far. His unexpected demise on the 28th of October this month is a great loss to the oncology community, particularly to the Trivandrum Oncology Club. On this occasion, let me place my sincere homage to the departed soul and pray his soul rest in peace. I am sure his vision will continue to guide us in our future activities. Every year, the annual meeting focuses on a very specific area in oncology practice. This time, the focus is on information technology. The explosion in information technology, how much we can use the information technology and the giants in information technology
to the advantage of cancer care and control activities. Let me go to the assigned responsibility of welcoming the audience. Dr. Shashi Tharoor is not is known to this audience earlier. He had been here earlier also in one of our annual conferences. The diplomat turned politician, he is an excellent orator, and his speeches are well known. On behalf of the Trivandrum Oncology Club and on my own behalf, I extend to you, sir, a very warm and hearty welcome. Sri Kodiyeri Balashran, sir, is the leader of the present ruling front. He has fully recovered from the brief period of illness and he is back to full-fledged political activity. And he has been kind enough to accept our invitation to preside over this meeting. On behalf of Trivandrum Oncology Club and all of us, I extend a very warm and hearty welcome to you, sir. Reverend Father Binu Kunnath is the director of Caritas Hospital. He has joined us here to felicitate this function. On behalf of all of us, I extend a very warm welcome to you, sir. There is a long list of faculties and experts to lead the presentations and discussions. Dr. K.R. Jodhilal, Principal Secretary to Government General Administration, Sri G. Vijayaraghavan, former CEO Technopark, Sri John M. Thomas, CEO Information Technology Park, Sri Muhammad Safirullah, IAS, Project Director, eHealth, Government of Kerala, Sri Marcos Abraham of Malayalam Manorama, Sri S. Shekharan Nair of Madhurabhumi, Sri Joseph C. Matthew, social media activist, Dr. Thomas Matthew, Joint DME, Dr. John Panikar, Indian Medical Association, Dr. Satishan, Director of Malabar Cancer Center, Dr. Ramdas K, Karkinos Healthcare, Sri Jacob Punnus, IPS, former DGP, Thomas John Muthoot, Sri Abhi George, Swadi Foundation, and Sri Krishnananda Pai, Malabar Cancer Society. To each and every one of you, I extend my warm and hearty welcome to this meeting. Lastly, the audience, the members of the Trivandrum Oncology Club and the allied group and the NGOs, I welcome a very warm welcome to each and every one of you, sir. Thank you. വാക്കുകൾക്ക് നന്ദി അറിയിക്കുന്നു. ഈ ശ്ലാഘനീയ വേളയിൽ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നതിനായി ഭരണപക്ഷത്തെ അനിഷേധ്യ നേതാവും ദശലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണയുമുള്ള ആദരണീയനായ നേതാവ്, ദരിദ്രരുടെയും അധസ്ഥിതരുടെയും ക്ഷേമപ്രവർത്തനങ്ങളെന്ന മഹത്തായ ലക്ഷ്യത്തിൽ പ്രതിജ്ഞാബദ്ധനായ വ്യക്തി, ദേശാഭിമാനി പത്രാധിപർ സഖാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവർകളാണ്. നിയുക്ത CPM സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റ അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ബഹുമാന പുരസ്സരം അധ്യക്ഷ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ വിശിഷ്ട അതിഥി ഡോക്ടർ ശശി തരൂർ MP, ഡോക്ടർ PG ജയപ്രകാശ്, ഡോക്ടർ ബോബൻ തോമസ്, റവറൻഡ് ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത്, ഡോക്ടർ ചന്ദ്രമോഹനൻ,
ഡോക്ടർ ബോബൻ തോമസ്, മറ്റ് ഡോക്ടർമാരെ, ഓങ്കോളജി ക്ലബിൻ്റെ ഭാരവാഹികളെ, സഹോദരി സഹോദരന്മാരെ, ഡോക്ടർ ബോബൻ തോമസ് രചിച്ച ഒരു പുസ്തകം അർബുദം അനധികതിനും അപ്പുറം എന്നതിൻ്റെ ഒരു പ്രസിദ്ധീകരണ ചടങ്ങ് കൂടിയാണ്. ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബ്ബ് ക്യാൻസർ വിമുക്ത കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ധാരാളം പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി NGOs, മാധ്യമങ്ങൾ, ഇവരെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് വിവിധ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഓങ്കോളജി ക്ലബ് ശ്രമിക്കുന്നു എന്നത് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ക്യാൻസർ രോഗബാധിതരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. ആർക്ക് ക്യാൻസർ വരും എന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ സാധിക്കുകയില്ല. അരോഗദൃഢഗാത്രരായി നടക്കുന്ന ആളുകൾ പെട്ടെന്ന് രോഗബാധിതരായി മാറുമ്പോൾ അവരാരോഗ്യം മുഴുവൻ ക്ഷയിക്കുന്നു. നേരത്തെ കണ്ട ആളല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ രൂപം. ക്യാൻസർ ആശുപത്രികളിൽ പോയി അവിടുത്തെ രോഗികളെ കണ്ടാൽ മനുഷ്യൻ ഇത്രയല്ലേ ഉള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും തോന്നും. തലശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന മലബാർ ക്യാൻസർ സെൻ്ററിൽ അവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പലപ്പോഴും സന്ദർശിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പോയ സമയത്തെല്ലാം വളരെയേറെ ദുഃഖം ഓരോരുത്തരുമായി പങ്കുവെക്കേണ്ടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. കൊച്ചു കുട്ടികൾ വരെ ക്യാൻസർ രോഗത്തിന് അടിമപ്പെടുന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത്. ഈ സന്ദർഭത്തിൽ ക്യാൻസർ വിമുക്ത കേരളം എന്നുള്ള ലക്ഷ്യം നമുക്കെപ്പോൾ സാധ്യമാകും? ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സാധിക്കുന്നൊരു കാര്യമല്ല. അതിന് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. മാത്രമല്ല, ക്യാൻസർ രോഗബാധിതരായ ആളുകൾക്ക് വരുന്ന ചെലവ് പല കുടുംബത്തിലും താങ്ങാൻ സാധിക്കുകയില്ല. മരുന്നിൻ്റെ വില വർദ്ധിക്കുന്നു. മറ്റ് ചികിത്സാ സംവിധാനത്തിനുള്ള ചെലവുകൾ വളരെ ഭാരിച്ചതാണ്. ഇങ്ങനെയെല്ലാമുള്ള ഒരു പ്രത്യേക അവസ്ഥയിൽ ഒരു വീട്ടിലൊരു ക്യാൻസർ രോഗി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുടുംബം ദുഃഖിക്കുന്ന അവസ്ഥയാണുള്ളത്. ആ രോഗബാധിതന് മാത്രമല്ല, കുടുംബത്തിനാകെ ഈ രോഗിയെക്കുറിച്ച് ആലോചിക്കുകയും ഭാവി എന്താണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന അവസ്ഥ പലപ്പോഴും വന്നുചേരുന്നു. എന്നാൽ ഇന്ന് ക്യാൻസർ രോഗം ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയുന്ന രോഗങ്ങളിൽ ഒന്നാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ മേഖലയിൽ നാം നടത്തുന്ന ബോധവൽക്കരണം വഴി അത്തരത്തിലുള്ള ഒരു മനോഭാവം വളർന്നു വരുന്നുണ്ട് എന്നത് ആശ്വാസകരമാണ്. പലരും രോഗബാധിതരായ ആളുകൾ ഇക്കാര്യം തുറന്ന് പറയാറില്ല. യഥാർത്ഥത്തിൽ ഞാൻ ഒരു ക്യാൻസർ രോഗബാധിതനാണ്. 2 വർഷം മുമ്പാണ് എൻ്റെ ശരീരത്തിൽ ഇങ്ങനെയുള്ള ഒരു രോഗം പിടികൂടിയെന്ന് തിരിച്ചറിയാൻ സാധിച്ചത്. അതും വളരെ അവിചാരിതമായി ഒരു ഡയബറ്റിക് സെൻ്ററിൽ, ഡോക്ടർ ജ്യോതിദേവിൻ്റെ ഡയബറ്റിക് സെൻ്ററിൽ സാധാരണ ഡയബറ്റിക് പരിശോധനയ്ക്ക് പോകുന്ന കൂട്ടത്തിൽ പോയപ്പോഴാണ് അദ്ദേഹം ഒന്ന് രക്തം പരിശോധിച്ച് മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് കണ്ടെത്താമല്ലോ എന്ന് പറഞ്ഞ് രക്തം എടുത്ത് പരിശോധിക്കാൻ തയ്യാറായത്. എൻ്റെ കൂടെ അന്ന് എൻ്റെ ഭാര്യ വിനോദിനി കൂടി ഉണ്ടായിരുന്നു.
അപ്പോൾ ഇത് കേട്ടപ്പോൾ ഡോക്ടറിന് പറഞ്ഞു ക്യാൻസർ ഉണ്ടെങ്കിൽ പോലും ഇത് കണ്ടെത്തും എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങളൊന്ന് നോക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് രക്തപരിശോധന നടത്തുന്നത്. പിന്നീടാണ് അദ്ദേഹത്തിന് ഒരു സംശയം വന്ന് ഒരു വിദഗ്ധ പരിശോധന നടത്തണമെന്ന് നിർദ്ദേശിച്ച് സ്കാൻ ചെയ്ത് നോക്കുന്നത്. സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് എൻ്റെ പാൻക്രിയാസിനെ ഈ രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ടൊരു വിദഗ്ധമായ പരിശോധന നടത്തണമെന്നുള്ളത് കൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ പരിശോധനയ്ക്ക് വേണ്ടി പോവുകയും ഈ രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിനുശേഷം പാൻക്രിയാസ് അതിന് ശസ്ത്രക്രിയ ചെയ്ത് ഒരു ഭാഗം മുറിച്ചു കളഞ്ഞു. അതിൻ്റെ ഭാഗമായി എൻ്റെ രോഗത്തിൽ വലിയ മാറ്റമുണ്ടായി. പിന്നെ കീമോ തെറാപ്പിയൊക്കെ ചെയ്ത് ചികിത്സ 2 വർഷക്കാലമായി തുടരുകയായിരുന്നു. ഇപ്പോൾ ഡോക്ടർ ബോബൻ തോമസിൻ്റെ ചികിത്സയിലാണ് ഇപ്പം ഞാനുള്ളത്. നേരത്തെ ഡോക്ടർ അജു മാത്യു നോക്കിയിരുന്നു. ഹൂസ്റ്റണിലുള്ള MD ആൻഡേഴ്സൺ ആശുപത്രിയിലെ ഡോക്ടർമാരാണ് മറ്റ് വിദഗ്ധമായ പരിശോധനയൊക്കെ നടത്തിയിരുന്നത്. പക്ഷേ ഈ കാര്യം ആളുകളോട് പറയുന്നതിൽ ഞാനൊരു മടി കാണിച്ചിട്ടില്ല. ഇങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കി അതിന് ചികിത്സിക്കുക എന്നതാണ് വഴിയെന്ന് തിരിച്ചറിയുകയാണ് ചെയ്തത്. ഇത്തരത്തിലുള്ള രോഗം ബാധിച്ച ആളുകൾക്ക് വരുന്ന ചികിത്സാ ചെലവിൻ്റെ കാര്യം എനിക്ക് എൻ്റെ അനുഭവത്തിൽ കൂടി തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് അങ്ങനെയുള്ള രോഗബാധിതരുടെ ചികിത്സാ ചെലവ് ഗവൺമെൻറ്റുകൾ ഏറ്റെടുക്കുന്ന വിധത്തിൽ ആവശ്യമായ ചില ഇടപെടൽ അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നടത്തുന്ന ചില ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ സഹായം ഉണ്ടാവണം. അത് ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു വിപുലമായ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കണം. ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചാൽ രോഗിയെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് അനുഭവം. ഡോക്ടർ ബോബൻ തോമസ് എഴുതിയ പുസ്തകത്തിൽ ഇത് സംബന്ധിച്ചുള്ള നാനാവശങ്ങൾ അദ്ദേഹം അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ക്യാൻസർ രോഗം ബാധിച്ച് മരിച്ചവർ, അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട കുടുംബത്തിലെ വിവിധ തൂണുകളാണ് നഷ്ടപ്പെട്ടു പോയത്. അവർക്ക് വേണ്ടി, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് തൻ്റെ കുടുംബത്തിലുണ്ടായിട്ടുള്ള ഈ ദുരന്തമാണ് എന്ന് അത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ക്യാൻസർ രോഗബാധിതരായവരും അവരുടെ കുടുംബാംഗങ്ങളും അവശ്യം വായിച്ചിരിക്കേണ്ടതൊരു പുസ്തകമാണ് അർബുദം അറിഞ്ഞതിനും അപ്പുറം എന്നുള്ള ഈ കൃതി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊരു ബോധവൽക്കരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്. ക്യാൻസർ രോഗം ബാധിച്ചവർക്ക് മാത്രമല്ല, സമൂഹത്തിൽ തന്നെ ഇത് കൂടുതൽ പ്രചരണത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കണം. ഇന്നിപ്പോൾ രോഗം ഇല്ലാത്തവർ എന്ന് കരുതുന്ന നമ്മൾ തന്നെയായിരിക്കും നാളെ വേറൊരു പരിശോധനയിൽ രോഗം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാരകമായ ഒരു രോഗം എന്നുള്ള നില ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെ അതിൽ ബോധവൽക്കരണവും ചികിത്സയുമൊക്കെ നടത്തുക എന്നുള്ളിടത്തേക്ക് സമൂഹത്തെ കൊണ്ടുചെന്ന് എത്തിക്കണം. ഇന്നത്തെ ക്യാൻസർ ആശുപത്രികളുടെ ചികിത്സാ സംവിധാനം വളരെ അപര്യാപ്തമാണ്. എത്ര രോഗികളാണ് അവിടെ കിടക്കേണ്ടി വരുന്നത്? കീമോതെറാപ്പി തന്നെ ചെയ്യണമെങ്കിൽ ക്യൂ നിൽക്കേണ്ടുന്ന അവസ്ഥ പല സ്ഥലത്തുമുണ്ട്. പലപ്പോഴും അത്തരം ആശുപത്രികൾ വിളിച്ച് ശുപാർശ ചെയ്യേണ്ടുന്ന സ്ഥിതിയാണ് ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ സംവിധാനം കുറേ കൂടി സർക്കാർ തലത്തിൽ തന്നെ വിപുലീകരിക്കണം. സൗജന്യമായ ചികിത്സയും അതിന് ചികിത്സക്കാവശ്യമായി വരുന്ന ചെലവും പൂർണ്ണമായി സർക്കാർ സംവിധാനം വഴി നിർവഹിക്കുന്നൊരവസ്ഥ വന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അതിനാവശ്യമായ ഇടപെടലും മറ്റും നടത്താൻ ഓങ്കോളജി ക്ലബിൻ്റെ ഈ പ്രവർത്തനം വളരെയധികം സഹായകരമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇത്തരമൊരു പുസ്തകം രചിച്ച ഡോക്ടർ ബോബൻ തോമസിനെ ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ്. ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ച് ഇവിടെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ അവസരമൊരുക്കിയിട്ടുള്ള ഓങ്കോളജി ക്ലബിനും
എൻ്റെ അഭിവാദനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. ഇവിടെ ഈ പുസ്തകം റിലീസ് ചെയ്തുകൊണ്ട് വിലപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിവുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രഗത്ഭനായ വ്യക്തി ഡോക്ടർ ശശി തരൂർ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിനുള്ള അറിവും മറ്റ് മേഖലകളിലേക്കൊന്നും തന്നെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളെല്ലാം നമ്മളുമായി പങ്കുവെക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. മഹത്തരമായ വാക്കുകൾക്ക് ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവர்களுടെ ധർമ്മപത്നി ശ്രീമതി SR വിനോദിനി അവர்களுടെ മഹനീയ സാന്നിധ്യത്തിനും നന്ദി അറിയിക്കുന്നു. ഈ മഹനീയ ചടങ്ങിൽ ഉദ്ഘാടന വേളയിലേക്ക് കടക്കുകയാണ്. ലോകമെമ്പാടും തിരിച്ചറിയുന്ന മുഖം, ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യയുടെ ശബ്ദം മുഴക്കിയ വ്യക്തി, ചുറ്റുമുള്ള ബാലിശമായ ഭാഷണങ്ങൾക്കിടയിലെ യുക്തിഭദ്രമായ ശബ്ദം, നമ്മുടെ സ്വന്തം പാർലമെന്റ് അംഗം ആദരണീയനായ ഡോക്ടർ ശശി തരൂർ അവർകളെ തിരുവനന്തപുരം ഓൺകോളജി ക്ലബിൻ്റെ 10ാം വാർഷിക ആഘോഷവേള ഉദ്ഘാടനം ചെയ്യുന്നതിനും ഡോക്ടർ ബോബൻ തോമസ് അവர்களுടെ പുസ്തക പ്രകാശനം നിർവഹിക്കുന്നതിനും ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിനു ശേഷം നമ്മോടൊപ്പം സംസാരിക്കുന്നതായിരിക്കും. മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെയും നിലവിളക്ക് കൊളുത്തൽ കർമ്മത്തിലേക്കായി സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മളെല്ലാവരും ആദരിക്കുന്ന നമ്മുടെ അധ്യക്ഷൻ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബിൻ്റെ പ്രസിഡൻ്റായ ഡോക്ടർ ജയപ്രകാശ്, ഫാദർ ബിനു കുന്നത്ത്, ഡോക്ടർ ബോബൻ തോമസ്, ഡോക്ടർ ചന്ദ്രമോഹനൻ, ഇവിടെ ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെ, ഈ സെമിനാറിൽ സംസാരിക്കാൻ പോകുന്ന സ്പീക്കേഴ്സ്, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്നോട് പ്രത്യേകിച്ച് ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബ്ബ് ആവശ്യപ്പെട്ടത് ഇംഗ്ലീഷിൽ സംസാരിക്കാനാണ്. താങ്കളുടെ അനുവാദത്തോടെ ഞാൻ 2 വാക്ക് ഇംഗ്ലീഷിൽ പറയട്ടെ. It really is a pleasure to be with you once again, this time on the occasion of the 10th anniversary of the distinguished Trivandrum Oncology Club. I was here earlier, as you saw from one of the photographs, one of the slides in the film. I've inaugurated an earlier annual gathering, but the 10th is a very special occasion, and your Trivandrum Oncology Club has, in the course of this last decade, earned a very well-deserved reputation of being one of our nation's foremost professional oncologist associations. But equally, it has been heartening to note how this organization has not restricted itself merely to social and networking events, as was initially expected 10 years ago. Instead, we must appreciate the special emphasis the club has placed on social service and the manner in which you have all worked to utilize the expertise of your membership for the benefit
of people across southern Kerala, whether it's through the many awareness campaigns you've undertaken, or the health camps dedicated to the socially disadvantaged, or even through the various seminar and research-related programs that you have organized to further expand and refine our understanding of cancer and its treatment. Now, if at all I even needed to discuss and say anything about the scale of the challenge posed by cancer, I think I could have immediately shut up after hearing the very powerful and moving remarks of Sri Kodiyeri Balakrishnan. He is a fighter, and I think we admire him not just because he is a cancer survivor, but because he has not let his illness define him or come in the way of his many activities and his hard work. അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്നാലും അദ്ദേഹം ചെയ്ത ഓരോരോ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് വലിയൊരു അഡ്മിറേഷനാണ്. ഞാൻ ഒരു രഹസ്യമൊന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ വിരോധമുണ്ടാവില്ല. ഇന്നും കൂടി അദ്ദേഹം കീമോതെറപ്പി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. What a fighter he is. I think he deserves our applause. Sorry, going back to English, I must say that this is nonetheless, despite individual stories like Mr. Kodiyeri Balakrishnan's, it is a serious public health crisis. And as a policy person, somebody who thinks about public policy as my profession, if you like, I genuinely believe that we have a particular challenge in the state of Kerala and also for India as a whole, but particularly in Kerala. Now, many of you oncologists are certainly familiar with the famous or notorious article in 2016 in the British medical journal, The Lancet, which pointed out that Kerala had earned the unwanted reputation of being home to the largest number of cancer incidences among states in the country, closely followed by Mizoram, Haryana, and Delhi, but Kerala, sadly, is number one. In fact, our numbers were substantively larger than the national estimates for the year. That year, 2016, I think we had 135.3 per 1 lakh people, compared to the national 106.6 per 1 lakh people. So for every 1 lakh in population, you have 135 diagnosed cases of cancer. Now, that's a very serious thing, because we also know, and Dr. Bobin Thomas's excellent book makes the same point, that very often cancer is not diagnosed at all, or is sometimes diagnosed too late to do anything about it. Even more worryingly, therefore, our state, Kerala, has witnessed the largest number of mortalities per head of population compared to any of our counterparts. So we may say that Mizoram and Haryana and Delhi are not far behind, but in terms of not just incidence, but mortality, we are way ahead. Now, I remember raising a question in Parliament a couple of years ago when the then Minister for Health and Family Welfare had pointed out that Uttar Pradesh, Bihar, and Maharashtra had the highest incidences of cancer cases as per estimates provided by the National Cancer Registry Program of the Indian Council of Medical Research. But it turned out that Kerala not being in the top slot was not due to a significant reduction in cases, but merely because in those states that year there had been a sad increase in the number of cases. Now, these high incidences of cancer across the country, and particularly in Kerala, is really at odds with what we all celebrate as the successful development trajectory of the state. Across the world, there's been growing admiration for the Kerala model of development, which has been definitely driven by consistently impressive performances on most socioeconomic parameters, whichever party has been ruling. In addition to having the highest literacy rate in the country, we have also a declining birth rate, we have higher life expectancy. I'd like to think, and Mrs. Kodiyeri, I'm sure, will not contradict me, we have more empowered women and a stronger welfare support for the poor and indigent and the marginalized. Our state perhaps uniquely offers universalized access to healthcare, and the medical information that's available to our public is also
quite exceptional by Indian standards. One of the reasons that Kerala has survived successive instances of virus outbreaks is because we have a well-prepared and dedicated medical infrastructure. Why then have we been unable to extend the same success story to our handling of cancer and its treatment? ഇതാണ് നമ്മളെല്ലാവരും മനസ്സിലൊരു പ്രശ്നം. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര നല്ലൊരു മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഒരു സംസ്ഥാനത്തിൽ ക്യാൻസറിൽ മാത്രം ഇത്ര വലിയൊരു വീഴ്ച? We have really, policy makers have to think about this very seriously. Now, there are three obvious and essential challenges we must contend with in order to develop a more sustainable and therefore more successful approach towards cancer care. I think we've already heard prevention of the disease is absolutely essential. Detection of the disease, obviously, if we are to successfully address the third challenge, which is the treatment of the disease. And finally, when and if we get to a stage where treatment doesn't work, then palliative care as well. There is one thing in which Kerala has been a leader in terms of national approaches to palliative care. But that too is a sad story, because palliative care is after you have admitted you can't do anything to save the life of the patient. We need to act earlier and sooner. Now, everyone understands how important it is to increase cancer awareness. I don't think we need to stress about that. We also know there are various stories about our own bad habits that contribute to the incidence of serious illnesses. Food, the wrong kinds of food, the wrong kinds of alcohol, not exactly balanced diets, very sedentary lifestyle, and not enough sort of exercise and physical activity. All of this, I don't want to keep repeating it. We say this in the context of diabetes, we say it in the context of blood pressure, we say it in the context of cancer as well. We also have ourselves to blame for where we are. And the truth is that, that even where the person is aware, our tendency very often is to think that we can live as we please and pop a few pills to cope with the consequences. That doesn't actually work. The WHO has estimated that over 1/3 of all cancer cases in the world are caused by 5 main lifestyle-related factors: high body mass index, so being overweight; low fruit and vegetable intake, which should not be an issue in Kerala where everything grows so abundantly; lack of physical activity; consumption of tobacco; and of course, drinking large quantities of alcohol. And the fact is, in all these 5 items, I'm sorry to say that the majority of our fellow Malayalis would be found wanting by the doctors present here today. Now, I know we can't change people's lifestyle choices overnight, but I think the importance of public awareness becomes all the more essential in that context, and I certainly hope that we can increase through all the measures at our command, including, of course, through books like Boban Thomas's or personal experiences like Kodiyeri Balakrishna's. We can increase more public awareness amongst Keralites. We can also help change lifestyles, and at the same thing for other lifestyle-related illnesses, heart, diabetes, liver, and so on. Now then, we get to the 2 other key issues of detection and treatment. It's a universally acknowledged fact that early detection through screening can help us to limit the impact and spread of cancer. But in Kerala, as again Dr. Boban Thomas's book makes it amply clear, there is no doubt that very many patients find out too late that they have a problem, and then it becomes an insurmountable challenge. I think in that sense, Kodiyeri Balakrishnan was a bit luckier that a checkup, a routine checkup in another field, led the doctor to identify that he had a potential problem in cancer, which then turned out to be real. Unfortunately, many of our folks don't do that. They don't even go for routine checkups, and the result is they miss out on finding this. One example is breast cancer, which Dr. Boban Thomas has written about. Another is cervical cancer. I have read widely that cervical cancer is actually the most easily preventable cancer through screening, and of course treatments like HPV vaccinations. And yet, do you know that India
accounts for over 20% of the global total of cervical cancer cases. That is truly, truly alarming. About 1 lakh of Indian women are diagnosed with cervical cancer every year, and 2 out of 3 of them eventually die. So we are losing 60,000 lives of mothers, sisters, workers, homemakers, providers for something that could have been screened routinely and early enough and solved. This is a truly depressing statistic. And I think the twin challenges of lack of awareness and perhaps not enough access to adequate healthcare screening form a deadly combination. I hope that Kerala can blaze the path forward, that as we improve publicly available healthcare and health facilities, that we can also definitely improve screening for preventable illnesses like cervical cancer. In the UK, for instance, I know the UK is a more developed country and so on, but an HPV vaccine is mandatory for any girl between 12 and 14. In India, there is so little awareness of even such a simple established method of treatment. There was this year a particular study that I've seen that looked at 1,500 women in the state of Haryana, 700 from urban areas, 800 from rural areas. And those from rural backgrounds had really no understanding of what cervical cancer was. 55% didn't know about it at all. 75% didn't even know about screening. 95% didn't know about the vaccine. Now that's the awareness challenge that we have. Now Haryana is Haryana, Kerala is Kerala. I would like to think we can do better in Kerala. Now part of the problem with expanding access to early screening is that much of the cancer-related programs and protocols that are in place have been limited to those being carried out by the government, including here in Kerala, but there are obviously limitations in what one state government can do alone, especially considering the already immense burden on our public health infrastructures, which, of course, are already reeling from 2 waves of the COVID-19 pandemic. And then we do have funding limitations. I don't want to pretend that Kerala has cracked that particular aspect of it. We are doing much better than most states, but we don't have enough resources in public health either. And that's something that we can all collectively, as public-minded citizens, opinion shapers, leaders in society, we can make that point very clear. And then we come to treatment, which of course, for the majority of Indians is provided by the public health system. We have our own example in Thiruvananthapuram's RCC, which I am very proud of, which has a well-deserved reputation for providing world-class treatment at affordable costs. I had fought an unsuccessful battle to get it upgraded to an institute of national importance and get them more funding. But they have got little more funding from the center last year, and we will see what we can do to keep on expanding their capacity to address the problems. But since RCC gets patients not only from southern Kerala, but also from neighboring states, particularly southern Tamil Nadu and so on, they are definitely overburdened. There is a huge amount of pressure. And the sad thing is, world-class treatment at affordable cost is not available anywhere else. I mean, I know that there are private hospitals, including some that the doctors here work for, that have good reputations and are excellent, but charge a lot. So for the ordinary person, RCC is so important. And I have given whatever I could from my own MP funds and my own personal support. I have been there multiple times, and I was very pleased when some civic-minded organizations have also set up free hostels next to the RCC. So people coming from other parts of Kerala who cannot afford to live in Thiruvananthapuram while they're being treated, that they can stay for free in these hostelries like the C.H. Muhammad Koya Center and other such places. Now, I would argue that for us to expect the public sector to primarily shoulder the responsibility of cancer treatment is not sustainable. And I think to just deal with the growing incidence of cancer cases, everyone has to chip in. Public sector, private sector, NGOs, everyone. And I'm glad to see from the program you have shown me that you will hear everyone's voices during your program. That you have actually Karkinos talking about the private sector. You've got people
coming and talking about NGOs and civic society. Abby George had just spoken about that earlier. As an MP whose office deals with countless cases of requests for access to cancer treatment, I send whatever I can to the Prime Minister's National Fund. Only a handful actually get picked up because the sheer volumes, coupled with the intensive and prolonged nature of the treatment required and the costs associated with that, makes it very difficult. And I can tell you from my own experience, I don't have any philanthropists here who can help, but sometimes I will get money from the Prime Minister's Fund for the actual surgery if it's in a government hospital. But once the surgery is over, continued treatment, medicines, and so on, are unsustainable for many patients, especially if the breadwinner is the one who's got the cancer. Because then he is no longer able to work. It's usually a he, it could be a she as well. He's unable to work and earn an income, and yet has more expenses because of continuing medical treatment. And I think this is something we have heard a lot of rhetorical speeches about insurance protections and so on. The fact is, in my own experience of people coming to me in my constituency, I can tell you that we are not able to do enough for them. And so there are too many people who are falling through the net of our whatever little social security we have in our society. I believe we can make good inroads if we develop a new collaborative approach towards cancer diagnosis and treatment, an approach where the efforts of the government can be complemented and supported by the expertise and capabilities of our private sector. For most of the country, access to cancer treatment at private hospitals remains unaffordable. It's completely because of the prohibitive costs. In fact, I saw the 2017-18 National Sample Survey particularly looked at the average total out-of-pocket cancer treatment costs. So the average out-of-pocket costs were 1.5 lakhs in a private establishment, but also 75,000 lakhs in a government hospital. So can you imagine? For many people, catching cancer is not just a sentence of death, it is a sentence of bankruptcy. They will often sell their homes, their assets, the roofs over their heads to be able to treat themselves. And the next generation will pay the price for our failure to provide truly universal health care in this generation. I have to say that this need not be the case if we can develop a new model that combines the strengths of the public and the private sector, including definitely doing much more cutting-edge research on treatments and protocols, working together to enhance the reach of early cancer detection screenings, or even collaborating on matters like raising awareness on ways to shore up our resilience against this disease. Such a PPP model for cancer treatment should not just look inwards, but should also harness the abundant talent pool that is present in our Marunadan Malayalis, our NRKs, our expatriate communities, many of whom have done very, very well in the medical profession in their respective countries. When I was working for the UN in America, many was the time I was invited to address annual gatherings of the Association of Kerala Medical Graduates. And believe me, they were usually in extremely lavish 5-star hotels with millionaire doctors crowding into a ballroom 10 times the size of this one. Why can't we tap them as well? I'm sure they'd be willing to help. We just need a framework, a platform to drag them in here. So I'm sure that if we can create such a comprehensive approach, involve them as well as our private sector, as well as whatever we can do from the taxpayers' money, then I think we will have a way of beating this problem. And Kerala can show the way. That's why I'm so happy that Koderi Balakrishnan is here, because he can speak to his government, our government, which is also a government that he has more influence on than I have, to say that we need a more imaginative approach. You know, when COVID broke out, I read about a North Indian gentleman, he then contacted me, who was a cancer survivor and who had chosen to resettle in Kerala. And I asked him why. I was very impressed. He's a North Indian, doesn't speak a word of Malayalam, doesn't really know Kerala, didn't grow up here, didn't work here, nothing. He has chosen to. He said, because if I look at the healthcare infrastructure of all the states in India, Kerala is the place I would much rather risk being ill in. Now, the irony is the one disease in which that is probably still not true is cancer. So let's get our act together. Let us see if we can improve what we can do in Kerala.
And let us urge the government and the private sector to come together, sit across the table, work out such a model, address the challenges that inevitably arise. And there will be, of course, the moment you get these Marunaran Malayali doctors, there will be people saying data privacy. If you get all this information about their patients, that will go to America. All of that we have to protect. We have to avoid creating any problems. But together, I am confident that we can develop a collaborative process that can pave the way towards making Kerala, our state, once more, a trailblazer in the field of cancer prevention, treatment, and, of course, cancer prevention, detection, and treatment. And then, yes, let's also keep up the palliative care. It's often said that at the end of the thing, it's not the days in your life that remain when you know your cancer cannot be cured, it's the life in your days. And that too, we can give people in Kerala a better life at the end of their innings. With those words, and with a great deal of admiration for all of you who are working so hard and so bravely in the front lines of fighting cancer, I'm proud to declare this 10th anniversary of the Trivandrum Oncology Club inaugurated. ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തു. ഇനി ഡോക്ടർ ബോബൻ പോളിൻ്റെ പുസ്തക പ്രകാശനം കൂടി ഇതിനൊപ്പം ചെയ്യാനാണ് ഇവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? പുസ്തകമുണ്ടോ? തരൂ. Thank you so much, sir, for your valuable words. Now we all are witnessing some golden moments, isn't it? Yes. Now we move on to the book release function. And I would like to share some words about the author as well as the book. പ്രിയ സുഹൃത്തും ആദരണീയനുമായ ഡോക്ടർ ബോബൻ തോമസ് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ബഹുമുഖ പ്രതിഭയാണ്. തിരക്കേറിയ ഓങ്കോളജിസ്റ്റ്, യുവ ഡോക്ടർമാരുടെ പരിശീലകൻ, ഏറെ ശ്രദ്ധേയനായ സംരംഭകൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം അർബുദം അറിഞ്ഞതിനുമപ്പുറം എന്ന തൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിലൂടെ എഴുത്തുകാരൻ എന്ന നിലയിലും ശ്രദ്ധേയനാണ്. ക്യാൻസറിനെക്കുറിച്ച് തനിക്കറിയാവുന്നതും അതിനപ്പുറവുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള വീക്ഷണമാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. പണ്ഡിതർക്കും സാധാരണക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നതാണ് ഈ ഗ്രന്ഥം. Congrats and all the very best to the book, അർബുദം അറിഞ്ഞതിനുമപ്പുറം. Thank you so much. Let's have a look at the video wall. രോഗത്തെ ഭയപ്പെടേണ്ടതില്ലെന്നും ചികിത്സിച്ച് ഭേദമാക്കാമെന്നും സാധാരണ എല്ലാവരെയും പോലെ ജീവിതത്തിൽ മുന്നേറി വരാമെന്നും നിനക്ക് നല്ല ആത്മവിശ്വാസമായിരുന്നു. അങ്കിൾ, ഈ രോഗം എനിക്കെങ്ങനെ വന്നു എന്നല്ല നീ ചോദിച്ചത്, മറിച്ച് എനിക്ക് പഴയതുപോലെ പാട്ടുപാടുവാൻ കഴിയുമോ എന്നാണ്. ആ കൈകളിലെ ഊഷ്മളത, കണ്ണുകളിലെ വികാര തീവ്രത, മുഖത്തെ ശാന്തത എല്ലാം ഇപ്പോഴും എൻ്റെ മനസ്സിൽ മിന്നിമറിയുന്നു. ഞാൻ സാവധാനം അറിയുകയായിരുന്നു, അതൊരു മറക്കാനാവാത്ത വേർപാടും അവിസ്മരണീയമായ ഹസ്തദാനവുമായിരുന്നു. Congrats to Dr. Boban for his new book. ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. ഞങ്ങളുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ കയ്യിൽ ആ ഒരു പുസ്തകം ഇരിക്കുന്ന ഒരു ഫോട്ടോ കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഫോട്ടോ സെഷനാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ
താങ്ക്സ് എ ലോട്ട്. ഈ ഒരു മഹനീയ ചടങ്ങ് മറ്റൊരു സ്നേഹാദരവിൻ്റെ വേദി കൂടിയാവുകയാണ്. തീർച്ചയായും സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും നിമിഷങ്ങൾ തന്നെയാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. സ്നേഹാദരവിലേക്ക് കടക്കുകയാണ്. ആദ്യമായി തന്നെ ഈ ഒരു വേളയിൽ ഡോക്ടർ കെ ചന്ദ്രമോഹനൻ അവർക്ക് നമ്മുടെ ഒരു സ്നേഹാദരവ് നൽകാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് വാക്കുകൾ കൂടി പറയാതെ ഈ ഒരു സ്നേഹാദരവിലേക്ക് കടക്കുക എന്ന് പറയുന്നത് നമുക്ക് സാധിക്കാത്തൊരു കാര്യം തന്നെയാണ്. ഡോക്ടർ കെ ചന്ദ്രമോഹൻ, അദ്ദേഹം ഒരു വിദഗ്ധ ഡോക്ടറും ഓങ്കോളജിസ്റ്റും ഗവേഷകനുമാണ്. ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങളും അവാർഡുകളും അതിൻ്റെ യഥാർത്ഥ സാക്ഷ്യങ്ങളാണ്. ഒരുപക്ഷെ ഏറ്റവും ഉത്സാഹിയായ പഠിതാവ് കൂടിയാണ് അദ്ദേഹം. ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബിൻ്റെ നിലവിലെ പ്രസിഡന്റും RCC തിരുവനന്തപുരം അസോസിയേറ്റ് പ്രൊഫസറും നിരവധി പ്രൊഫഷണലുകൾക്കിടയിലെ ശ്രദ്ധേയനും സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തിയുമാണ്. നിലവിലെ പ്രവർത്തന മികവിനുള്ള അംഗീകാരമായി അദ്ദേഹത്തെ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് സർജിക്കൽ ഓങ്കോളജിസ്റ്റിലെ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഒരു പൊന്നാട നൽകുന്നതിലേക്കായി ആദരണീയനായ MP ഡോക്ടർ ശശി തരൂർ അവരെ നിറഞ്ഞ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പൊന്നാട സ്വീകരിക്കുന്നതിലേക്കായി സ്നേഹാദരവുകളോട് കൂടി സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ കെ ചന്ദ്രമോഹനൻ അവരെയും. നല്ലൊരു കൈഡിയോടുകൂടി നമുക്ക് നമ്മുടെ സ്നേഹവും ആദരവും രേഖപ്പെടുത്താം. അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അവർകളും ഒരു പൊന്നാട നൽകുകയാണ്. നിറഞ്ഞ സ്നേഹത്തോടെ ആദരവോടെ ഈ നിമിഷത്തെയും നമുക്ക് വരവേൽക്കാം. ഇനി നാം ആദരവ് നൽകുന്നത് ആതുര സേവന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച, ക്യാൻസർ രംഗത്ത് തങ്ങളുടേതായിട്ടുള്ള അർപ്പണ മനോഭാവത്തോടു കൂടി പ്രവർത്തിച്ച 9 NGOകളെയാണ് ഞങ്ങളുടെ സ്നേഹവും ആദരവും നൽകി ആദരിക്കുന്നത്. ഈ ഒരു വേളയിൽ തീർച്ചയായും അവരെയും നമുക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. ആദ്യമായി തന്നെ ട്രിവാൻഡ്രത്ത് നമുക്ക് ഇവർക്കും സുപരിചിതമായ സ്വസ്തി ഫൗണ്ടേഷൻ്റെ നൽകുന്ന ഒരു സ്നേഹാദരവാണ്. സ്നേഹാദരവ് സ്വീകരിക്കുന്നതിലേക്കായി ശ്രീ ജേക്കബ് പുന്നൂസ് IPS, നമ്മുടെ മുൻ DGPയെ ആദരവോടെ വളരെ ബഹുമാനത്തോടുകൂടി സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തോടൊപ്പം ശ്രീ എബി ജോർജ് അവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹാദരവ് നൽകുന്നതിലേക്കായി നിറഞ്ഞ സ്നേഹത്തോടെ ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ ശശി തരൂർ അവരെയും. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ മഹനീയ സാന്നിധ്യത്തെയും ഞങ്ങൾക്ക് ഈ ഒരു വേളയെ ധന്യമാക്കുന്നതിനായി സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി അതിൻ്റെ പ്രതിനിധി ശ്രീ കൃഷ്ണാനന്ദ പൈ അവരെ നിറഞ്ഞ സ്നേഹത്തോടെ ആദരവോടെ വേദിയിലേക്ക് സ്നേഹാദരവ് സ്വീകരിക്കുന്നതിലേക്കായി സ്വാഗതം ചെയ്യുന്നു. സ്നേഹാദരവ് നൽകുന്നതിലേക്കായി ഡോക്ടർ ശശി തരൂർ MP അവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ മഹനീയ സാന്നിധ്യത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി റവറൻഡ് ഫാദർ തോമസ് മുക്കാലപ്പുറമ്പത്ത് അവരെ സ്വാഗതം ചെയ്യുകയാണ്. മുകുളംപുറത്ത് അവരെ സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ സ്നേഹത്തോടെ ആദരവോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയടി കൊടുക്കാം നമുക്ക് നമ്മുടെ സ്നേഹത്തിൻ്റെ ആദരവിൻ്റെ സൂചനാർത്ഥം. ഡോക്ടർ ശശി തരൂർ MP അവർ നൽകുന്നു. നമ്മുടെ മറ്റ് വിശിഷ്ട അതിഥികളുടെ മഹനീയ സാന്നിധ്യത്തെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ജീവനം ക്യാൻസർ സൊസൈറ്റിക്ക് വേണ്ടി അതിൻ്റെ പ്രതിനിധി ബിജു തുണ്ടിൽ അവരെ സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹത്തിൻ്റെ ആദരവിൻ്റെ സൂചനാർത്ഥം ആദരണീയനായ MP ഡോക്ടർ ശശി തരൂർ അവർകളാണ് ഇത് നൽകുന്നത്. മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ മഹനീയ സാന്നിധ്യത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സ്നേഹത്തിൻ്റെ ആദരവിൻ്റെ നിമിഷത്തെ നിറഞ്ഞ കൈയടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു സോ മച്ച്. അടുത്തതായി ആശ്രയ NGOയ്ക്ക് വേണ്ടി ശ്രീമതി ജെസി ജേക്കബ് അവരെയും ശ്രീമതി പ്രഭ നായർ അവരെയും ആദരിക്കുന്നു. ആദരവ് നൽകുന്നതിലേക്കായി ആദരണീയനായ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അവരെയും നമ്മുടെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ മഹനീയ സാന്നിധ്യത്തെയും സ്വാഗതം ചെയ്യുകയാണ്. ആശ്രയ NGO ശ്രീമതി ജെസി ജേക്കബ് അവർ, ശ്രീമതി പ്രഭ നായർ അവരെയും നിറഞ്ഞ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ആതുര സേവന രംഗത്തെ മികച്ച പ്രവർത്തനത്തിലുള്ള സ്നേഹത്തിൻ്റെ ആദരവാണ് നമ്മൾ നൽകുന്നത്. സാന്ത്വനം
എന്ന സംഘടനയ്ക്കായി അതിൻ്റെ പ്രതിനിധി ശ്രീ ആന്റണി അവർകളെ നിറഞ്ഞ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹാദരവ് നൽകുന്നതിലേക്കായി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അവർകളെയും മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ മഹനീയ സാന്നിധ്യത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കനിവ് എന്ന സംഘടനയ്ക്ക് വേണ്ടി അതിൻ്റെ പ്രതിനിധി ശ്രീ രാജേഷ് KR അവർകളെ ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സ്നേഹാദരവ് നൽകുന്നതിലേക്കായി ആദരണീയനായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവർകളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ മഹനീയ സാന്നിധ്യത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രത്യാശ ഫൗണ്ടേഷനു വേണ്ടി അതിൻ്റെ പ്രതിനിധി ഡോക്ടർ കുസുമകുമാരി അവർകളെ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന പുരസ്സരം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു സ്നേഹാദരവ് നൽകുന്നതിലേക്കായി ആദരണീയനായ കോടിയേരി ബാലകൃഷ്ണൻ അവർകളെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തെയും സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി പാലിയേറ്റീവ് കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള ഒരു സ്നേഹാദരവാണ് നൽകുന്നത്. സ്നേഹാദരവ് സ്വീകരിക്കുന്നതിലേക്കായി റെവറൻഡ് ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത് അവർകളെയും അതിൻ്റെ പ്രതിനിധി മാത്യു ജേക്കബ് അവർകളെയും സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹത്തിൻ്റെ ആദരവിൻ്റെ നിമിഷങ്ങളാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. സ്നേഹാദരവ് നൽകുന്നതിലായി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അവർകളെയും മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ മഹനീയ സാന്നിധ്യത്തെയും സാദരം ക്ഷണിക്കുന്നു. സ്നേഹത്തിൻ്റെ ആദരവിൻ്റെ നിമിഷങ്ങളാണ്, ആതുര സേവനത്തിൻ്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നാം നൽകിയ ആദരവിൻ്റെ നിമിഷങ്ങളാണ്. വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. മറ്റ് ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഡോക്ടർ ശശി തരൂർ അവർകൾ ഇവിടെ നിന്ന് വിടവാങ്ങുകയാണ്. ഈ മഹനീയ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിലേക്കായി സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുകയാണ് റെവറൻഡ് ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത് അവർകളെ. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവർകൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഓൾറെഡി ഡോക്ടർ ഭവൻ തോമസ് പറഞ്ഞിരുന്നു സമയം അതിക്രമിച്ചിരിക്കുന്നു, അതുകൊണ്ട് അധികം സംസാരിച്ച് ബോറടിപ്പിക്കരുത് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ക്യാൻസറിനെ പറ്റി കൂടുതലായിട്ട് പറയേണ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. എങ്കിൽ തന്നെയും ഡോക്ടർ ബോബൻ തോമസ് രചിച്ച മനോഹരമായ അർബുദം അറിഞ്ഞതിനും അപ്പുറം പഠനവും അറിവും അനുഭവവും അതിമനോഹരമായിട്ട് ഈ പുസ്തകത്തിൽ ഇവിടെ രചിച്ച് നമുക്കെല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ഭാഷയിൽ ഭംഗിയായിട്ട് ഇവിടെ അവതരിപ്പിച്ചു. എല്ലാവരുടെയും പേരുള്ള അഭിനന്ദനങ്ങൾ ഡോക്ടർ ഭവൻ തോമസിന് അർപ്പിക്കുകയും ചെയ്യുകയാണ്. പുസ്തകത്തിൻ്റെ അവസാന പേജുകൾ നാം കുറിച്ച് വയ്ക്കുന്നുണ്ട്. ക്യാൻസർ രോഗിയെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല, മറിച്ച് അതൊരു കുടുംബത്തെ ഒന്നടങ്കം ബാധിക്കുന്ന മഹാവ്യാധിയാണ്. തീർച്ചയായിട്ടും ക്യാൻസർ എന്ന രോഗം ഒരു വ്യക്തിയെ മാത്രമല്ല, കുടുംബത്തെയും സമൂഹത്തെയും എല്ലാം സങ്കടപ്പെടുത്തുന്ന ഒരു രോഗം കൂടി തന്നെയാണ്. ആ രോഗത്തെപ്പറ്റി വളരെ സങ്കീർണമായിട്ട് ലളിതമായ ഭാഷയിൽ നമുക്കായി അവതരിപ്പിച്ചത് ഡോക്ടർ ബോബൻ തോമസ് ആണ്. പലപ്പോഴും രോഗത്തെ ഭംഗിയായിട്ട് അറിയുവാൻ സാധിക്കുന്നവരാണ് നല്ല ഡോക്ടേഴ്സ്. എന്നാൽ രോഗിയുടെ മനസ്സും കൂടെ അറിയുന്നവർ ചുരുക്കം ഡോക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ബോബൻ തോമസ്. ആ രോഗിയുടെ രോഗം മാത്രമല്ല, മനസ്സും കൂടെ ഹൃദയവും കൂടെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുന്ന ഒരു ഡോക്ടറാണ് ബോബൻ തോമസ്. കാരണം അനുഭവം എന്ന മൂന്നാമത്തെ കുറിപ്പിലൂടെ പല വ്യക്തികളുടെ ജീവിതങ്ങളെ സ്പർശിച്ച കഥകൾ അദ്ദേഹം ഇവിടെ വിവരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, സരിഗമ പതനിസ എന്ന TV പ്രോഗ്രാമിലെ ഒരു പെൺകുട്ടിയുടെ ജീവിതാനുഭവം പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ
ചേർത്ത് പിടിക്കുന്ന ഒരു ഡോക്ടർ ബോബൻ തോമസ്. ആ പെൺകുട്ടി അവിടെ പറഞ്ഞു വെച്ചത് ഡോക്ടർ അങ്കിളെ എന്നാണ്. അപ്പോഴൊക്കെ ഒരു മനസ്സിനെ അത്രത്തോളം സ്വാധീനിച്ച ഒരു വ്യക്തിയായിട്ട്, ഒരു ഡോക്ടറായിട്ട് മാറുവാനായിട്ട് ഡോക്ടർ ബോബൻ തോമസ് താമസിച്ചു. അതുപോലെ ഒത്തിരി ഡോക്ടേഴ്സ് നമുക്കുണ്ട്, പ്രഗത്ഭരായ ഡോക്ടേഴ്സുണ്ട്. എന്നാൽ അതിൽ ചുരുക്കം പേര് മാത്രമേ തൻ്റെ അറിവും കഴിവും ഇങ്ങനെ പുസ്തക രൂപത്തിൽ എഴുതി പുതിയ തലമുറയ്ക്കായിട്ട് മാറ്റിവെക്കുന്നുള്ളൂ. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ബോബൻ തോമസ്. ഏറ്റവും സ്നേഹത്തോടു കൂടി ഇവിടെ കൂടിയിരിക്കുന്ന ഡോക്ടേഴ്സുണ്ട്, പ്രഗത്ഭരുണ്ട്. അതുപോലെ ഡോക്ടർ ബോബൻ തോമസിൻ്റെ കുടുംബാംഗങ്ങൾ പലരും ഇവിടെ തന്നെയുണ്ട്. എല്ലാവരും അതുപോലെ കാരിത്താസിൽ നിന്ന് വന്ന സ്റ്റാഫ് അംഗങ്ങൾ ഇവിടെ തന്നെയുണ്ട്. എല്ലാവരുടെയും പേരുള്ള അഭിനന്ദനങ്ങൾ ഡോക്ടർ ബോബൻ തോമസിന് ആശംസിക്കുകയും നേരുകയും ചെയ്യുന്നു. അതുപോലെ ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബിൻ്റെ 10ാമത്തെ വാർഷികമാണ്. നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച് അതിലും ഭംഗിയായിട്ട് പ്രവർത്തനം മുന്നോട്ട് പോകുന്നതിൻ്റെ ദൃശ്യമായ ഒരു ആവിഷ്കരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഒരു അപേക്ഷ കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബ്ബ് തീർച്ചയായിട്ടും നല്ലതാണ്. എന്നാൽ അതുപോലെ തന്നെ സെൻട്രൽ ട്രാവങ്കൂറിലും നമുക്കറിയാം കാരിത്താസ് ആശുപത്രി പോലെ തുടങ്ങിയ ഒത്തിരി ആശുപത്രികൾ കോട്ടയം ഏരിയകളിലുണ്ട്. കേരളത്തിലെ പ്രൈവറ്റ് സെക്ടറിൽ ക്യാൻസർ സെൻറ്റർ ആരംഭിച്ച ഹോസ്പിറ്റൽ ഒരാളാണ് കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്. 20 വർഷമായിട്ട് അങ്ങനെയുള്ള ആ മേഖലകളിൽ കൂടെ ഇതുപോലെ ഓങ്കോളജി ക്ലബ്ബുകളോ യൂണിറ്റുകളോ സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ക്യാൻസർ എന്ന രോഗത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് അതിനെതിരെ പോരാടുകയും ചെയ്യാം. എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും നേരുന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വാക്കുകൾക്ക് സ്നേഹാദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ മഹനീയ ചടങ്ങിൽ നന്ദി പ്രകാശനം നിർവഹിക്കുന്നതിനായി ഡോക്ടർ ബോബൻ തോമസ് അവർകളെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് എവരിബഡി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഇരട്ടി മധുരമുണ്ട് എനിക്കിന്ന്. കാരണം ട്രിവാൻഡ്രം ഓൺകോളജി ക്ലബ്ബ് എന്ന ഞങ്ങളുടെ ചെറിയ സംഘടന ഇന്ന് അതിൻ്റെ 10ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ചടങ്ങിൽ തന്നെ ഞാൻ രചിച്ച ക്യാൻസറിനെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനവും കൂടി നടത്തുവാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ട്രിവാൻഡ്രം ഓൺകോളജി ക്ലബ്ബും ഡോക്ടർ ബോബൻ തോമസും അത് രണ്ട് വ്യക്തിത്വങ്ങളല്ല, രണ്ടും വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു യൂണിറ്റ് തന്നെയാണ്. അത് നിങ്ങൾ വിചാരിക്കുക അതെന്താണ്, ഒരു അസോസിയേഷനും ഒരു ഡോക്ടറും. ഒരു ഡോക്ടർ ഒരു അസോസിയേഷൻ്റെ ഒരു പാർട്ട് മാത്രമല്ലേ? അതങ്ങനെയല്ല. കാരണം 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ, അതായത് കൃത്യമായി പറഞ്ഞാൽ 2011 ജൂലൈ മാസം ഞാൻ തിരുവനന്തപുരത്ത് ജോലിക്കായി വന്നു. ഞാൻ ജോലിക്കായി ജോയിൻ ചെയ്തതിന് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനായിരുന്നു കൃഷ്ണനായർ സാറ് ഒരു ട്രിവാൻഡ്രത്തുള്ള ക്യാൻസർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. ആ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് ക്യാൻസർ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ വിഭാഗത്തിലുമുള്ള ഡോക്ടർമാരെ ഏകോപിച്ചുകൊണ്ട് ഒരു സംഘടന രൂപം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ടുള്ള ഒരു സംഘടനയായിരുന്നു അത്. ഞാനിന്ന് ഓർക്കുന്നു, ഓഗസ്റ്റ് മാസം 4-ാം തീയതി പഴയ താജ് ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു ഈ സംഘടനയുടെ ആദ്യത്തെ മീറ്റിംഗ്. 19 പേരായിരുന്നു അന്ന് മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നത്. ആ 19 പേരിൽ ഏറ്റവും ജൂനിയർ മോസ്റ്റ് വ്യക്തി ഞാനായിരുന്നു. അന്ന് ട്രിവാൻഡ്രം ഓൺകോളജി ക്ലബ്ബ് എന്ന പേരിൽ ഒരു സംഘടന രൂപം നൽകുകയുണ്ടായി. മെഡിക്കൽ ഓൺകോളജിക്കാർക്ക് അവരുടെ സംഘടനയുണ്ട്, സർജിക്കൽ ഓൺകോളജിക്കാർക്ക് അവരുടെ സംഘടനയുണ്ട്, റേഡിയേഷൻകാർക്ക് അവരുടെ സംഘടനയുണ്ട്. അതുപോലെ ക്യാൻസർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർക്ക് വ്യത്യസ്തമായി അവരുടെ ഓരോരോ സംഘടനകളുണ്ട്. പക്ഷേ ക്യാൻസർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തികളെയും ചേർത്തിണക്കിക്കൊണ്ട് ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ക്യാൻസർ സംഘടന അത് ട്രിവാൻഡ്രം ഓൺകോളജി ക്ലബ്ബ് മാത്രമായിരുന്നു. അത് അത്ര വീക്ഷണമുള്ള ഒരു ദീർഘദർശിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെയായിരുന്നു 2011 ഓഗസ്റ്റ് മാസം ട്രിവാൻഡ്രം ഓൺകോളജി ക്ലബ്ബ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. പ്രൊഫസർ കൃഷ്ണനായർ സാറായിരുന്നു പ്രസിഡന്റ്, ഡോക്ടർ ജയപ്രകാശ് സാറായിരുന്നു ആദ്യത്തെ സെക്രട്ടറി, RCCയിലുള്ള ഡോക്ടർ ജയശ്രീ മാഡം ആയിരുന്നു ആദ്യത്തെ ട്രഷറർ. ഞാൻ ഒരു ജൂനിയർ മോസ്റ്റ് മെമ്പറായ എന്നെ അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിക്കുകയും ചെയ്തു. ജോയിൻറ്റ് സെക്രട്ടറി ട്രിവാൻഡ്രത്ത് ഉള്ള 1 മാസമായ സമയമായതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ആ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ ആക്റ്റീവായിട്ട് സംഘടനാ പ്രവർത്തനത്തിൽ ഇടപെടുവാൻ സാധിച്ചു. പിന്നെ നമുക്കൊരു സംഘടനാ പ്രവർത്തനത്തിലോട് ചെറിയ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. കോളേജിലൊക്കെ അത്യാവശ്യം രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനുള്ള സന്തോഷവും ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊരു വേദി ഒരുക്കി തന്നത് പ്രൊഫസർ കൃഷ്ണനായർ സാറായിരുന്നു.
ആ കൃഷ്ണൻ നായർ സാറുടെ നേതൃത്വത്തിൽ നമ്മൾ പല മീറ്റിങ്ങുകൾ ഓർഗനൈസ് ചെയ്യുകയുണ്ടായി. നമ്മൾ ആദ്യം ചെയ്തത് അടുത്ത മാസം സെപ്റ്റംബർ മാസം 2011 സെപ്റ്റംബർ മാസം ഉള്ള ഒരു കിഡ്നി ക്യാൻസറിൻ്റെ ഒരു മീറ്റിംഗ് ആയിരുന്നു. തുടർന്ന് ഓരോ മാസവും ഒന്നിൽ കൂടുതൽ പല രീതിയിലുള്ള മീറ്റിങ്സുകൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഇന്ത്യയിലെയും ലോകത്തിലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള പല ഓൺകോളജിസ്റ്റുമാരെയും തിരുവനന്തപുരത്ത് കൊണ്ടുവന്നുകൊണ്ട് ഒരു വളരെ മികച്ച രീതിയിലുള്ള ഒരു മീറ്റിങ്ങുകൾ ഓർഗനൈസ് ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ ചന്ദ്രമോഹൻ പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങളുടെ UK-യിലൊക്കെയുള്ള റോയൽ മാസ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു വളരെ പ്രഗത്ഭമായിട്ടുള്ളൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ നിന്നൊക്കെ വളരെയധികം പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരെ ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് വേദിയിൽ കൊണ്ടുവന്ന് നമുക്ക് മീറ്റിങ്ങുകൾ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും വലിയൊരു മീഡിയ കവറേജ് ഒന്നും കിട്ടിയിട്ടില്ല. കാരണം ഒരു ഓൺകോളജിസ്റ്റുമാരുടെ അല്ല ഡോക്ടർമാരുടെ മീറ്റിങ്ങിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ദ ഡോക്ടേഴ്സ്, ഫോർ ദ ഡോക്ടേഴ്സ് ആൻഡ് ബൈ ദ ഡോക്ടേഴ്സ് എന്നാണ്. അപ്പോൾ ഞങ്ങൾ ഡോക്ടർമാരുടെ രീതിയിലുള്ള മാത്രമുള്ള ഒരു മീറ്റിങ്ങുകളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള മീറ്റിങ്ങുകൾ നടത്തി. പക്ഷേ അതിനുശേഷം നമ്മൾ വളരെ നല്ല രീതിയിലുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള പല ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യുവാനുള്ളതും സാധിച്ചു. അന്നൊക്കെ ഞങ്ങൾക്ക് മോട്ടിവേഷൻ തന്നിട്ടുള്ള വ്യക്തി മറ്റാരുമല്ല കൃഷ്ണൻ നായർ സാറ് തന്നെയായിരുന്നു. സാറ് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്, ഒരു ഡോക്ടറുടെ പ്രത്യേകിച്ച് ഒരു ഓൺകോളജിസ്റ്റിൻ്റെ സേവനം എന്ന് പറയുന്നത് അത് ഹോസ്പിറ്റലിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല, അത് സമൂഹത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ കമ്മ്യൂണിറ്റി ഓൺകോളജി ഇനീഷ്യേറ്റീവ്സും നമ്മൾ ചെയ്തത്. സ്വസ്തി ഫൗണ്ടേഷനും അതുപോലെയുള്ള പല ഓൺകോളജിയിൽ വർക്ക് ചെയ്തിട്ടുള്ള പല ഓൺകോളജി NGO അസോസിയേഷൻസുമായിട്ട് ചേർന്നുകൊണ്ട് പല രീതിയിലുമുള്ള ആക്ടിവിറ്റീസ് ഞങ്ങൾ പ്ലാൻ ചെയ്യുകയും ആ രീതിയിലുള്ള ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ആദരിച്ച ഈ NGOസിനെല്ലാം ഞങ്ങൾ ആദരിച്ചത്. അപ്പോൾ ട്രിവാൻഡ്രം ഓൺകോളജി ക്ലബിൻ്റെ 1ാം വാർഷികത്തിൽ ഞങ്ങൾ ശശി തരൂർ സാറായിരുന്നു ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ്. അന്ന് സാറ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. 9 വർഷം മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഐ കൺഗ്രാജുലേറ്റ് യു നോട്ട് ഫോർ കംപ്ലീറ്റിംഗ് ആൻ ഇയർ ബട്ട് ഫോർ ബീയിങ് ഹിയർ. അത് ആപ്തവാക്യമായിട്ട് ഞങ്ങൾ എടുത്തുകൊണ്ട്, കാരണം ഞങ്ങളിവിടെ ഉണ്ടായി, ഞങ്ങളുടെ പ്രസൻസ് ഞങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ ഫീൽ ചെയ്യിച്ചു. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഈ രീതിയിലുള്ള ഒരു സംഘടന പ്രവർത്തനം തുടങ്ങിയത്. ആ സംഘടനയിലൂടെ ഞങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിലുള്ള പല ആക്ടിവിറ്റീസും ഞങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചു. ഇന്ന് അതിൻ്റെ 10ാം വാർഷികത്തിൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ വളരെയധികം ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാനും ഞങ്ങളുടെ ഓരോ മെമ്പേഴ്സും നിൽക്കുന്നത്. കാരണം വളരെയധികം ഒരു ബാക്കിയുള്ള ഡോക്ടർമാരുടെ അസോസിയേഷനെക്കാട്ടിലും വ്യത്യസ്തമായി പല കാര്യങ്ങളും സമൂഹത്തിന് ചെയ്ത് നൽകുവാൻ സാധിച്ചു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. ഇതിൻ്റെ 10ാം വാർഷികം വന്നപ്പോഴത്തേക്കിന് ആരെ ചീഫ് ഗസ്റ്റായിട്ട് വിളിക്കണമെന്നുള്ളൊരു കാര്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അതിൽ നിന്ന് തന്നെ 1ാം വാർഷികത്തിന് വിളിച്ച വ്യക്തിനെ തന്നെ, ശശി തരൂർ സാറിനെ തന്നെ വിളിക്കാൻ തീരുമാനിച്ചു. സാറും അത് എഗ്രി ചെയ്തു. വളരെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പ്രസംഗം സാറിന് നൽകി. അപ്പോൾ സാറിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. സാറ് വളരെ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഓൺകോളജിസ്റ്റും സംസാരിക്കുന്ന അതേ ഒരു ക്രെഡിബിലിറ്റിയോടുകൂടി സാറ് ഒരു നല്ലൊരു രീതിയിലുള്ള ലെക്ചർ ഇവിടെ നൽകുകയുണ്ടായി. സാറ് പോയെങ്കിലും ട്രിവാൻഡ്രം ഓൺകോളജി ക്ലബിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലുള്ള നന്ദി ഞാൻ ശശി തരൂർ സാറിന് ഞാൻ നൽകുന്നു. അതുപോലെ തന്നെ ബുക്കിൻ്റെ പ്രകാശനം വന്നപ്പോൾ ആരെക്കൊണ്ട് ബുക്ക് പ്രകാശനം ചെയ്യണമെന്നുള്ളതും ഒരു വലിയൊരു കാര്യമായിരുന്നു. അപ്പം ഏറ്റവും മുൻപിൽ ആദ്യം വന്ന പേരും ശശി തരൂർ സാറിൻ്റെ തന്നെയായിരുന്നു. കാരണം സാറിനെ പോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു MBO മാത്രമല്ല, അദ്ദേഹം ഒരു മികച്ച ഗ്രന്ഥകർത്താവ് കൂടിയാണ്. അപ്പം സാറിനെ സമീപിച്ചു. സാറും വളരെ നല്ല ഈ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാമെന്നും അതുകൊണ്ടാണ് ഞങ്ങൾ 2 ട്രിവാൻഡ്രം ഓൺകോളജി ക്ലബ്ബും എൻ്റെ പുസ്തക പ്രകാശനവും രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട്. അപ്പം സാറ് ഉണ്ടായിരുന്നെങ്കിൽ പറയാമായിരുന്നു, സാറിനോട് പറഞ്ഞിട്ട് ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളത്തേക്ക് സാറിനൊന്ന് ട്വീറ്റ് ചെയ്തിരുന്നെങ്കിൽ ബുക്കിന് കുറച്ചും കൂടി ഒരു പബ്ലിസിറ്റിയൊക്കെ കിട്ടിയാണ്. പക്ഷേ സാർ അതിന് പോയി. അപ്പോൾ ഒന്ന് മെസ്സേജ് അയച്ച് നോക്കണം. അപ്പോൾ സാറിൻ്റെ ഒരു ട്വീറ്റിലെങ്ങാനും ഇത് പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കവറേജൊക്കെ കിട്ടും എന്നുള്ളതുകൊണ്ട് സാറിനെ തീരുമാനിച്ചതിന് ശേഷം അടുത്തത് ആരെ വിളിക്കും, അധ്യക്ഷ സ്ഥാനത്തേക്കും പുസ്തകം റിസീവ് ചെയ്യുവാൻ വേണ്ടി ആരെ വിളിക്കണം എന്നുള്ളതായിരുന്നു പിന്നീടുള്ളൊരു കാര്യം. അന്നേരമാണ് ഞാൻ ബാലകൃഷ്ണൻ സാറിൻ്റെ കാര്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ സാറിനോട് പറഞ്ഞപ്പോഴത്തേക്കിനും സാറും അത് വളരെ സ്നേഹത്തോടു കൂടി അത് സ്വീകരിക്കുകയുണ്ടായി. ഇപ്പോൾ രാഷ്ട്രീയക്കാരെ എല്ലാവർക്കും അറിയാം, ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ ഓരോരുത്തരും രാഷ്ട്രീയക്കാരെ വളരെയധികം വിമർശിക്കുന്ന ആൾക്കാരാണ് പല അവസരത്തിലും. പക്ഷേ രാഷ്ട്രീയക്കാരെ നമ്മൾ എത്രത്തോളം വിമർശിച്ചാലും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്, വളരെയധികം പോസിറ്റീവ് എനർജി നൽകുന്ന കുറച്ച് വ്യക്തിത്വങ്ങളാണ് അവരെല്ലാവരും. ഈ ഒരു 15 വർഷത്തെ എൻ്റെ ഓൺകോളജി പ്രാക്ടീസിനിടയിൽ വളരെയധികം എന്നും പറയാൻ പറ്റില്ല, കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകരെ ചികിത്സിക്കുവാനുള്ള ഭാഗ്യമെന്നോ നിർഭാഗ്യമെന്നോ നമുക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഭാഗ്യമെന്ന് തന്നെ ഞാൻ പറയുകയാണ്. അതിൽ പഞ്ചായത്ത് മെമ്പർമാർ മുതൽ ചിലർക്ക് ഒപ്പീനിയന് വേണ്ടി വന്നിട്ടുള്ള മുൻ മുഖ്യമന്ത്രിമാർ വരെയുണ്ട്. അപ്പോൾ
അപ്പം അവരെ എല്ലാവർക്കും പല രീതിയിലുള്ള ഒപ്പീനിയൻസ് നമുക്ക് കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും ആദ്യം ഞാൻ ചികിത്സിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയുടെ പഴയ MLA ആയിരുന്ന ബഹുമാനപ്പെട്ട CF തോമസ് സാറായിരുന്നു. ഞാൻ അമൃതയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് CF തോമസ് സാറിനെ ഞാൻ പരിചയപ്പെടുന്നത്. പേഷ്യൻ്റായിട്ട് തന്നെയായിരുന്നു. അപ്പോൾ സാറിന് അന്ന് തൊട്ട് രാഷ്ട്രീയത്തിലൊക്കെ കുറച്ച് താല്പര്യമുള്ളതുകൊണ്ട് സാറുമായിട്ട് വളരെ സ്നേഹബന്ധത്തിൽ ഏർപ്പെടുവാനും തുടർന്ന് എല്ലാ കാര്യത്തിലും സാറിനോടുള്ള ഒരു അഡ്വൈസ് കൊടുക്കുകയും ചെയ്യുവാൻ സാധിച്ചിരുന്നു. അപ്പോൾ CF തോമസ് സാറിന് മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുഖമായിരുന്നു. അപ്പോൾ ഈ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്നത് മജ്ജയിലുണ്ടാകുന്ന ഒരു തരം ക്യാൻസറാണ്. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ മൈലോമയുടെ ക്യാൻസറിൻ്റെ ഫലമായിട്ട് ഒരു കാപ്പ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ആ കാപ്പയുടെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 19 ആണ്. ആ 19 എന്നുള്ളത് ഒരു 50, 60 അല്ലെങ്കിൽ 100 ആവുകയാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും കിഡ്നി പ്രവർത്തനം മോശമാവുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ CF തോമസ് സാറിനെ പറ്റി പറയുമ്പോഴത്തേക്കിന് CF തോമസ് സാറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 ഇരിക്കേണ്ട കാപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ 20,000 ഒക്കെ ഉണ്ടായിരുന്നു. 20,000 കാപ്പ ഉള്ള CF തോമസ് സാറിന് വാല്യൂസ് ഉണ്ട്. ഇത് കിഡ്നിയുടെ ഫംഗ്ഷനൊക്കെ പെർഫെക്റ്റ്ലി നോർമലായിരുന്നു. അത് എങ്ങനെയെന്ന് നമുക്കൊരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല. അതാണ് അർബുദം അറിഞ്ഞതിനും അപ്പുറം എന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇറ്റ് ഈസ് ആക്ച്വലി ബിയോണ്ട് വാട്ട് ആക്ച്വലി മെഡിക്കൽ സയൻസ് ക്യാൻ ആക്ച്വലി എക്സ്പ്ലെയിൻ. അതുപോലെ തന്നെ സാറിൻ്റെ ഇവിടെ മൾട്ടിപ്പിൾ മൈലോമയുടെ ഭാഗമായിട്ട് സാറിൻ്റെ ഒരു വെർട്ടിബ്ര ഒരു സ്പൈനൊന്നും ഇല്ല. പക്ഷെ ഇതൊന്നും ഇല്ലാതെയും ഈ പറഞ്ഞിട്ടുള്ള 20,000 അടുത്ത് കാപ്പ എന്നിട്ടുള്ള ബ്ലഡും വെച്ചിട്ടാണ് സാറ് 2 ഇലക്ഷന് മത്സരിക്കുകയും 2 ഇലക്ഷൻ ജയിക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്തൊക്കെ സാറിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിസിക്കൽ സപ്പോർട്ടും ഒരു മോറൽ സപ്പോർട്ടും ഒരു ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടും എല്ലാം കൊടുക്കുവാനും സാധിച്ചു. അതേ രീതിയിൽ സാറിന് നല്ല രീതിയിൽ ഓൾമോസ്റ്റ് ഒരു 10 വർഷത്തിലും കൂടുതൽ ആ ഒരു അസുഖം മൂലം വന്നിട്ടുള്ള ഒരു വലിയ വ്യക്തിയിൽ നിന്ന് ആരും പുറത്താരും പറയാത്ത രീതിയിൽ സാറിനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുവാൻ സാധിച്ചു. പക്ഷേ സാറിനോടുള്ള ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് വിയോജിപ്പുണ്ടായിരുന്നുള്ളൂ. കാരണം സാറിന് അസുഖമുള്ള കാര്യം സാർ ആരോടും പറയത്തില്ല. സാറ് വളരെ ക്ലോസ്ലി ഹെൽഡ് സീക്രട്ടായിട്ടായിരുന്നു വെച്ചിരുന്നത്. അതാണ് ഞാൻ ബാലകൃഷ്ണൻ സാറിനെ അവിടെയാണ് ഞാൻ അഭിനന്ദിക്കുന്നത്. സാറിന് അസുഖം വന്നപ്പോൾ സാർ അതൊരു ക്ലോസ്ലി ഹെൽഡ് സീക്രട്ട് ആക്കിയില്ല. സാറ് നാട്ടുകാരോടും ചാനലിലും എല്ലാം പറഞ്ഞു സാറിന് അസുഖമുണ്ട്, സാറ് പാർട്ടിയിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് ഒരു ലീവ് എടുക്കുകയാണെന്ന് പറഞ്ഞു. വളരെ ബോൾഡായിട്ട് ഈ അസുഖത്തെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കൊടിയേരി ബാലകൃഷ്ണൻ സാർ. സാർ എന്നും പറയുകയുണ്ടായി സാർ ട്രീറ്റ്മെൻറ്റ് എടുത്ത കാര്യത്തെപ്പറ്റി. ഇന്ന് രാവിലത്തെ മനോരമ ഓൺലൈനിൽ എത്ര പേര് അത് വായിച്ചെന്നറിയത്തില്ല. മനോരമ ഓൺലൈനിൽ സാറ് വീണ്ടും പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷമുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിലും സാർ വളരെ ഡീറ്റെയിൽഡായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് ക്യാൻസർ എന്ന് വന്നുകൊണ്ട് നമ്മൾ പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മളത് ഫൈറ്റ് ഔട്ട് ചെയ്യണം. ആ ഫൈറ്റ് ഔട്ട് ചെയ്യുന്നതിനുള്ള ആ ഒരു പോസിറ്റീവ് സ്പിരിറ്റ്, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് സാറിനെ മറ്റുള്ള ഓരോ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ക്യാൻസർ ബാധിച്ചിട്ടുള്ള പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു ഇമ്മൻസ് ആയിട്ടുള്ളൊരു പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഇതിനെപ്പറ്റി ഞാൻ എൻ്റെ ബുക്കിൽ ഒരു ചാപ്റ്ററിൽ എഴുതിയിട്ടുണ്ട്, രാഷ്ട്രീയക്കാരും പോസിറ്റീവ് എനർജിയും എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം നമുക്ക് മെഡിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുവാൻ സാധിക്കാത്ത പല സംഭവങ്ങളും നടക്കുന്ന ഒരു വ്യക്തിത്വങ്ങളാണ് രാഷ്ട്രീയ പ്രവർത്തകർ. നമുക്ക് അവരെ വിമർശിക്കാം പല കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. പക്ഷേ അവർ നൽകിയിട്ടുള്ള സേവനങ്ങൾ നമുക്ക് വിസ്മരിച്ചുകൂടാ. അവർക്ക് ഉള്ള ആ ഒരു പോസിറ്റീവ്നെസ്, ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ്, അതാണ് സാറിനെ പോലെയുള്ള വ്യക്തിത്വങ്ങളെ വ്യത്യസ്തരാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാറിന് ഇന്ന് ഇത്രയും പേരുടെ അടുത്ത് വന്ന് ധൈര്യമായിട്ട് എനിക്കിതുണ്ടായിരുന്നു, ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫൈറ്ററായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പം എൻ്റെ ഒരു പുസ്തകത്തിനകത്ത് അർബുദം അറിഞ്ഞതിനും അപ്പുറം ഉള്ള കറക്റ്റുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് കൊടിയേരി ബാലകൃഷ്ണൻ സാർ. അപ്പോൾ ഈ ഒരു പരിപാടിയിൽ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വളരെ സന്തോഷമുണ്ട് സാർ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിന് വന്ന് എൻ്റെ ബുക്ക് ഏറ്റുവാങ്ങി. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ 10ാമത്തെ വാർഷികം പരിപാടിയെ നമ്മളിത് ഒരു അധ്യക്ഷ പദം അലങ്കരിച്ചതിന് അതിനുള്ള നന്ദി ഞാൻ സാറിനോട് രേഖപ്പെടുത്തുന്നു. താങ്ക് യു സർ. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് പുസ്തകം എഴുതി എന്നുള്ള കാര്യം. അപ്പോൾ ക്യാൻസറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ശശി തരൂർ സാറിൻ്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കേരളത്തിൽ വളരെയധികം കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കൂടിക്കൊണ്ട് വന്നിരിക്കുന്ന ഈ ഇൻസിഡൻസിൽ നമുക്ക് എന്നിട്ട് അതിനെക്കാട്ടിലും കൂടുതലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണകളാണ്. ക്യാൻസറിനെ പറ്റിയിട്ടുള്ള ഒരു ശരിയായിട്ടുള്ള ധാരണയെക്കാട്ടിലും കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ പല രീതിയിലുമുള്ള തെറ്റിദ്ധാരണകളാണ് ഈ ഒരു അസുഖത്തെപ്പറ്റി നിലനിൽക്കുന്നത്. ഈ ഒരു തെറ്റിദ്ധാരണകൾ മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളെപ്പോലെയുള്ള ഡോക്ടേഴ്സ് ഈ പറഞ്ഞിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് എല്ലാം ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബ്രസ്റ്റ് ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് ആക്ടിവിറ്റി 30 ദിവസം ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയിട്ടുള്ള ഒരു 30 ഫാക്ട് ചെക്ക് ഷോർട്ട് വീഡിയോസ് ചെയ്യുകയുണ്ടായി. വളരെയധികം അക്സെപ്റ്റൻസ് അതിന് കിട്ടി. ഈ വർഷം സ്വസ്തി ഫൗണ്ടേഷൻ ആ ഒരു ആക്ടിവിറ്റി ഏറ്റെടുത്തുകൊണ്ട് 30 വ്യത്യസ്തമായിട്ടുള്ള ഡോക്ടർമാരെ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളിലൂടെ അവയർനെസ് എടുത്തു കൊടുക്കുവാൻ സാധിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടി കമ്പൈൽ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ഫലപ്രദമാകുന്ന രീതിയിൽ, പേഷ്യൻസിന് ഫലപ്രദമാകുന്ന രീതിയിൽ, അല്ല ആർക്ക് വേണം, കൊടിയേരി സാർ പറഞ്ഞതുപോലെ തന്നെ ആർക്കെപ്പോൾ ഈ അസുഖം വരുമെന്ന് പറയാൻ സാധിക്കുകയില്ല. സാറിൻ്റെ കേസിൽ സാർ തന്നെ പറഞ്ഞു ഒരു ഡയബറ്റീസ് ചെക്കപ്പിന് പോയ സമയത്ത് CA 99 എന്നുള്ളൊരു ട്യൂമർ മാർക്കർ കൂടുതലായി കണ്ടതുകൊണ്ട് സാറിന് നേരത്തെ സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ സാധിച്ചു. പക്ഷേ
പലരും ചെയ്യുന്നത് അറിയാമെങ്കിൽ പോലും ഇത് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകാവസാനമാണെന്നും അവസാനമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാത്ത വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വരെ ഞങ്ങൾക്കറിയാം. അതിൽ നിന്നൊക്കെ മാറി ജനങ്ങളുടെ ഇടയിൽ ഈ രോഗത്തെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി ശരിയായിട്ടുള്ളൊരു ധാരണ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു അർബുദം അറിഞ്ഞതിനും അപ്പുറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം ഞാൻ രചിച്ചത്. അപ്പം അതിന് പല രീതിയിലുള്ള സഹായം എനിക്ക് നൽകിയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ആദ്യമേ തന്നെ എന്നെ എഴുതുവാൻ പ്രോത്സാഹിപ്പിച്ച എൻ്റെ ഒരു സുഹൃത്ത് പ്രസാധകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഗസിൻ്റെ പത്രാധിപരായിട്ടുള്ള ശ്രീ LR ഷാജിയാണ്. ഷാജീനെ ഞാനൊരു കാണുന്നത് ഏകദേശം ഒരു 8 വർഷങ്ങൾക്ക് മുമ്പാണ്. ഷാജിയുടെ ഫാദറിന് മൾട്ടിപ്പിൾ മൈലോമ അസുഖം ബാധിച്ച് എൻ്റെ അടുത്ത് വന്നു. ഞാനും ഷാജിയും തമ്മിൽ പല കാര്യങ്ങൾ സംസാരിച്ചു. ഷാജിയായിരുന്നു ആദ്യമേ എന്നെ പ്രോത്സാഹിപ്പിച്ച് സാർ എഴുതണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഷാജി ഞാൻ എന്താ എഴുതാൻ? സാറിന് അറിയാവുന്ന കാര്യങ്ങൾ സാർ എഴുതുക എന്ന് പറഞ്ഞു. പക്ഷേ അന്നൊന്നും പറ്റുന്നില്ലായിരുന്നു. പക്ഷേ അതിങ്ങനെ മനസ്സിൽ കടന്ന ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. അത് പതുക്കെ ബിൽഡപ്പ് ചെയ്തിട്ട് നമുക്കത് ബിൽഡ് ചെയ്തു. അതിനെയാണ് ഇന്നത്തെ ഈ ഒരു അർബുദം അറിഞ്ഞതിനും അപ്പുറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിൽ ഇന്ന് കൊണ്ടുവരാൻ സാധിച്ചത്. അതിനുള്ള നന്ദി, എന്നെ പ്രോത്സാഹിപ്പിച്ചതിനുള്ള നന്ദി ഞാൻ ഷാജിയോട് ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പുസ്തകത്തിൻ്റെ പേരിട്ടതും മറ്റാരുമല്ല, ഏഷ്യാനെറ്റിൻ്റെ മുൻ ചീഫ് എഡിറ്ററായിരുന്ന MG രാധാകൃഷ്ണൻ സാറായിരുന്നു. അത് ഏഷ്യാനെറ്റിൽ ഒരു ക്യാൻസർ അവയർനെസ് പ്രോഗ്രാം നടത്തുവാൻ വേണ്ടി എന്നെ ക്ഷണിക്കുകയുണ്ടായി. അല്ല, ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട ഒരു പ്രോഗ്രാമിന് വേണ്ടി. അതിന് ഇനീഷ്യൽ ഡിസ്കഷനെല്ലാം നടത്തിയതിന് ശേഷമായിരുന്നു സാറായിരുന്നു ഈ പേര് സജസ്റ്റ് ചെയ്തത്, അർബുദം അറിഞ്ഞതിനും അപ്പുറം. സാറ് പറഞ്ഞു, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ആ പരിപാടി അന്ന് നടത്താൻ സാധിച്ചില്ല. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഏഷ്യാനെറ്റിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് വേറൊരു ചലഞ്ച് ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഞാൻ ഏഷ്യാനെറ്റിന് വേണ്ടി ചെയ്യുകയുണ്ടായി. ആ പ്രോഗ്രാം ചെയ്തു. അത് ഒരു 25-30 എപ്പിസോഡോളം ഞാൻ ചെയ്തു. പിന്നീട് എനിക്ക് കോട്ടയത്തോട് റീലൊക്കേറ്റ് ചെയ്തുകൊണ്ട് എനിക്കത് മാറേണ്ടതായിട്ട് വന്നു. അപ്പം പുസ്തകത്തിനൊരു പേര് വേണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സമയത്താണ് രാധാകൃഷ്ണൻ സാറിൻ്റെ പേര് വന്നത്. ഈ ബുക്കിൻ്റെ കാര്യം പറഞ്ഞത്, അത് ഞങ്ങളുടെ ക്ലോസ്ഡ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ബുക്കിൻ്റെ ടീമിൽ സജസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിന് അത് എല്ലാം കൊണ്ടും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു അർബുദം അറിഞ്ഞതിനും അപ്പുറം. അപ്പം ഈ പേര് ഞാനിട്ട പേരല്ല, രാധാകൃഷ്ണൻ സാർ ഇട്ട പേരായിരുന്നു. അപ്പോൾ അതിനുള്ള നന്ദിയും ഞാൻ രാധാകൃഷ്ണൻ സാറിനോട് ഞാൻ രേഖപ്പെടുത്തുന്നു. സാർ ഇന്ന് വരേണ്ടതായിരുന്നു, പക്ഷേ സാറിന് അർജൻറ്റായിട്ട് ഡൽഹിയിൽ ഒരു ഫംഗ്ഷന് പങ്കെടുക്കേണ്ടതുകൊണ്ട് സാറിന് ഇന്ന് വരാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ഈ പുസ്തകം എഴുതുവാൻ എന്നെ സഹായിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബിജു കൃഷ്ണൻകുട്ടി, എൻ്റെ പ്രിൻ്റർ ഓറഞ്ച് പ്രിൻറ്റേഴ്സ്, കവർ ഡിസൈൻ ചെയ്തിട്ടുള്ള ആബിദ്, അതുപോലെ തന്നെ എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ ഭാര്യ വിനയ, എൻ്റെ കുട്ടികൾ, എൻ്റെ സഹോദരങ്ങൾ, ബാക്കി അവരെല്ലാവരും പല രീതിയിൽ എനിക്ക് ഈ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷൻ തന്നിട്ടുണ്ട്. കാരണം ഞാനൊന്നും ഒരു എഴുത്തുകാരനൊന്നുമല്ല. വീട് കോട്ടയത്താണ്. എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നുള്ള പ്രസിദ്ധീകരണങ്ങളെല്ലാം മനോരമ, മംഗളം, മാമാങ്കം, എൻ്റെ വീടിൻ്റെ അടുത്ത് മാറിക്കഴിഞ്ഞാൽ ചെമ്പകം എന്ന് പറഞ്ഞിട്ടുള്ള വാരികയുണ്ടായിരുന്നു, സഖി വാരികയുണ്ടായിരുന്നു, മാതൃഭൂമിയുടെ പത്ര ഓഫീസ് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ എൻ്റെ താമസിക്കുന്ന വീടിൽ നിന്ന് 1 കിലോമീറ്റർ റേഡിയസിൽ ഒരു 10-20 പ്രസിദ്ധീകരണങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും പ്രസിദ്ധീകരണങ്ങളുള്ള നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഞാൻ അത്ര വലിയൊരു വായനക്കാരനോ അത്ര വലിയൊരു എഴുത്തുകാരനോ അല്ല. പക്ഷേ ഇതെല്ലാം ചെയ്തതിന് ഒരു മോട്ടിവേഷൻ്റെ പുറത്ത് നമ്മളിത് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പം അതിന് സഹായിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെയും ഞാൻ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. ഇന്ന് TOCയുടെ 10th ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് നമ്മളൊരു സിമ്പോസിയം ഉണ്ട്. സിമ്പോസിയം പ്ലാൻ ചെയ്തപ്പോഴത്തേക്കിന് സാധാരണ ഞാൻ ആദ്യം പറഞ്ഞു ഓഫ് ദ ഡോക്ടേഴ്സ്, ഫോർ ദ ഡോക്ടേഴ്സ് ആൻഡ് ബൈ ദ ഡോക്ടേഴ്സ് എന്ന ഒരു കൺസെപ്റ്റ് മാറ്റി നമ്മൾ ജനങ്ങളിലോട്ട് കൂടുതൽ എത്തിച്ചേരണം. അതുകൊണ്ടാണ് ഇന്നത്തെ മീറ്റിംഗ് തന്നെ ടോട്ടലി ഒരു ഡോക്ടർമാരുടെ ഒരു ടിപ്പിക്കൽ ഓൺകോളജി മീറ്റിങ്ങിൻ്റെ ഒരു പ്ലാനും ഇല്ല. അങ്ങനത്തെ ഒരു മീറ്റിങ്ങേ അല്ല നമ്മൾ ഉദ്ദേശിച്ചിട്ട്. നമ്മളിന്ന് ചെയ്തിട്ടുള്ളത് NGOസിൻ്റെ റോള്, മീഡിയയുടെ റോള്, ടെക്നോളജിയുടെ റോള്, അതും ആ കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മീറ്റിംഗ് ലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, അത് വളരെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് കൺസെപ്റ്റാണ്. അപ്പോൾ ഒരു ഓൺകോളജിസ്റ്റിൻ്റെ ഒരു റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേഷ്യൻറ്റിനെ നോക്കുന്ന അപ്പുറത്തോട്ട് ക്യാൻസറിനെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. ആ ഉത്തരവാദിത്വം കൂടി നിറവേറ്റാൻ ഞങ്ങൾക്ക് സഹായിക്കും. എൻ്റെ ഒരു ടോക്ക്, ഒരു കാര്യം കൂടെ എനിക്ക് സന്തോഷത്തോട് പറയാനുള്ളത്, ഇന്ന് എൻ്റെ ഒരു ടോക്ക് നടത്താൻ വന്നിരിക്കുന്നത് എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ജോൺ തോമസ് ആണ്. ജോണും ഞാനും സ്കൂളിൽ, കോട്ടയത്തെ ഗിരിദീപം സ്കൂളിൽ ഒരുമിച്ച് 4-5 വർഷം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. അതിനുശേഷം പ്രീ ഡിഗ്രിക്ക് ഞാൻ സെക്കൻഡ് ഗ്രൂപ്പും ജോണും ഫസ്റ്റ് ഗ്രൂപ്പുമായിട്ട് മാന്നാനം KU കോളേജിൽ പഠിച്ചു. ജോൺ എഞ്ചിനീയറായി, ഞാൻ ഡോക്ടറായി. അവൻ US ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ടെക്നോ പാർക്കിൻ്റെയും കേരളത്തിലെ ഇൻഫോ പാർക്കിൻ്റെ CEO ആണ്. അപ്പോൾ ജോൺ തോമസിനോട് ഞാൻ പറഞ്ഞു, അത്രയും ക്ലോസ് ആയതുകൊണ്ട് ഇത് ടോക്ക് വന്ന് തരണം എന്ന് പറഞ്ഞു. അത് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, കാരണം എൻ്റെ ഒരു സ്കൂൾമേറ്റ് ഇന്നത് വന്ന് ഇതുപോലത്തെ ഒരു പരിപാടിയിൽ വന്നതിലുള്ള ഒരു സന്തോഷം കൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ മീറ്റിങ്ങിന് വന്നിട്ടുള്ള ഓരോ വ്യക്തികളും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഓൾറെഡി നമ്മൾ ഒത്തിരി ലേറ്റായി ഷെഡ്യൂളിനെക്കാട്ടിലും, ഓരോ വ്യക്തികളെയും ഞാൻ ഇതിന് വളരെയധികം സന്തോഷത്തോടുകൂടി ഞാൻ സ്മരിക്കുകയാണ്. ആരുടെയെങ്കിലും പേര് വിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക, കാരണം ടൈം ഷോർട്ടേജ് കൊണ്ടാണ്. എല്ലാം എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്, ഞാനത് നോക്കി വായിക്കുന്നില്ല. പക്ഷേ ഓരോരുത്തരോടുമുള്ള വ്യക്തിപരമായിട്ടും ട്രിവാൻഡ്രം ഓൺകോളജി ക്ലബിൻ്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
വാക്കുകൾക്ക് സ്നേഹപുരസരം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അർബുദം അറിഞ്ഞതിനുമപ്പുറം എന്ന പുസ്തകത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. As we all know, we are here to celebrate the 1 decade of pursuit in oncology. ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് സുവർണ നിമിഷം തന്നെയാണ്. സ്നേഹത്തിൻ്റെ, ആദരവിൻ്റെ സുവർണ നിമിഷങ്ങൾ. തീർച്ചയായും ഓർക്കാനും അഭിമാനിക്കുവാനും ഏറെയുള്ള ഈ ശ്ലാഘനീയ വേളയിൽ നമുക്ക് സ്നേഹാദരവോടെ സ്മരിക്കേണ്ടതുണ്ട് TOCയുടെ വഴികാട്ടിയായ മാർഗദീപത്തെ. അദ്ദേഹം RCCയുടെ ഫൗണ്ടർ ഡയറക്ടറും TOCയുടെ ഫൗണ്ടർ പ്രസിഡൻറ്റുമാണ്. അതോടൊപ്പം തന്നെ ക്യാൻസർ രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ അതുല്യ വ്യക്തിത്വവുമാണ്. നിറഞ്ഞ സ്നേഹത്തോടെ ആദരവോടെ അദ്ദേഹത്തെ നമുക്ക് സ്മരിക്കാം. പത്മശ്രീ ഡോക്ടർ M. കൃഷ്ണൻ നായർ അവർകൾ. Let's pay our attention to this beautiful video wall once again. For those stricken with cancer, he was a messiah of hope. For us, he was a guide, guru, and mentor. For us in the spectrum of cancer care, it is difficult to come to terms with the fact that Padma Shri Dr. M. Krishnan Nair is no longer with us. A guiding light, a pioneer who set about and succeeded in changing the face of cancer care in Kerala from the dreary wards of Medical College Hospital to the modern facilities of RCC was a quantum upgrade. Cancer care in Kerala is what it is now, and it owes a great deal to Dr. Krishnan Nair. Born in Konni in 1939 to Madhavan Nair and Meenakshi Kutty Amma, Dr. Krishnan Nair did his schooling in Adur and Trivandrum, passing SSLC in 1955 and pre-degree in 1957. He did a bachelor's degree in chemistry and finally procured his medical degree in 1963. His house surgency ended in 1965 and he became a tutor in radiology. He had in 1964 started a family with Valsala from Ilankath House, and the couple have a daughter, Manju. With no postgraduate course for radiology available in Trivandrum, he joined Victoria Medical College in Amritsar as a student of noted radiologist Dr. A.L. Agarwal. Despite the fears of Chinese bombardment, owing to the incursion, he procured his MD in his first attempt itself in 1969. Joining Trivandrum Medical College, he was sent to Christie Hospital, England, to keep afoot of advancements in cancer care. Being practiced there and later completed his FRCR in clinical oncology in his second stint in 1972. Rejoining Trivandrum Medical College, Associate Professor Krishnan Nair between the year 1971 and 1982 introduced various changes like the bifurcation of radiology department, HR enhancement measures, cancer registry, and community oncology, along with various other innovations. He realized the need for a regional cancer center, and in 1981, RCC Trivandrum was registered and was decided to be located within the medical college campus itself. Trivandrum RCC was to have 250 beds, including 35 children's beds, and work was completed in 1996. The Cancer Care for Life program, which he initiated, made sure that the best cancer care reaches everyone, including the underprivileged. Under the instruction of the then Chief Minister K. Karunakaran, he was instrumental in the institution of Pain and Palliation Center in Trivandrum. He voluntarily quit private practice that was the curse of major government hospitals. During the 10 years he was a director, he made RCC a cancer research center of national, even international repute. As a member
of the World Health Organization expert committee. He was a vital part of most discussions on cancer. He had two famous books, Management Sides of Cancer Control and Radiotherapy and Cancer Management, in his name, and played a key role in countless world-famous publications. He was an advisory member of American Cancer Society and was a member of Human Health Society of International Atomic Energy Agency. He was part of the 11th Five-Year Plan Committee and advocated for the upliftment of RCC nationwide, a proposal that was accepted and implemented. He also was one of the founding forces behind Trivandrum Oncology Club, its premier president, which within a decade has evolved into one of the nation's premier centers for exchange of new knowledge on cancer care. A grateful nation honored him with the Padma Shri Award. Today, Trivandrum Oncology Club thanks him with a heart full of appreciation and sorrow at his demise before its 10th anniversary. Well, that's all about our dearest mentor as well as our guiding lamp, നമ്മുടെ മാർഗ ദീപം. തീർച്ചയായിട്ടും we have to begin the sessions. Open discussions ഒക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. And we will continue the session post the first schedule one. Now we move on to the open discussion, the first session with the theme Role of Information Technology in Improving Cancer Care. And in this session, we all are very blessed because we have two moderators as well as two presentations too. Our moderators will be Dr. K.R. Jodhilal IAS, the Principal Secretary of General Administration, and Shri G. Vijay Raghavan, the former CEO of Technopark. And we will have two presentations, moving with the time, optimizing the use of information technology for cancer care and control. It will presented by Shri John M. Thomas, CEO, IT Park, Kerala. And the next presentation will be on the topic, Exploring Digital Options, Redefining the Role of E-Health in Care and Control of Cancer in Kerala. And it will be presented by Shri Mohammed Y. Safirullah IAS, the Project Director of eHealth Kerala. So now it's the time to begin this beautiful session on the topic, Role of Information Technology in Improving Cancer Care. And first of all, നമ്മുടെ moderator, ഇത്രയും ആദരണീയനായ ജനറൽ അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ K.R. ജ്യോതിലാൽ IAS അവരുടെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. I think since time is too short, probably we will limit it to maybe 5 minutes to each of the presenter. In fact, I also got another function to attend. In fact, it is at 7 o'clock, but I think Dr. Vijay sir is here. I think he is a former CEO of Technopark, so he might be the right person as well as the IT is concerned. Only 2 points I would like to mention. Karkinos actually, Mr. Venkat is a very close friend of mine. He was earlier secretary to Ratan Tata. So once he came to Kochi Metro office and he asked for a space. I said, why you are coming for a space? Then he said, I will take even 15 lakh square feet. Then I said, why you are coming? No, we are getting a good client for Kochi Metro. Then he said, the incidence of cancer is the highest in Kerala. Out of all the states, they used the world's best maybe oncologists. They predicted that by after Kerala, Mizoram is the second state, as Shashi Tharoor has mentioned, and this can be prevented. It's important. Then I thought, then you are basically you are with the Tata Trust, and then I said, how are you going? What is the business model by which you are going to? He said that we are going to be the least cost, so that you detect the cases early, then you can prevent. So first and foremost thing is early detection. Actually, he set up all the equipments in Kochi Metro. I think where the MD sits on top of the office of the MD, we have got to set up one of the best labs where you detect it early. So I think that is the first and foremost thing.
probably which will help in preventing the cases. Second one is Dr. Mohan once he has said the reason for the cancer is, which I think probably not many know, the cancer is caused by, I don't know whether it is, I am not a scientist, but sugar is the main reason for increase of cancer, because cancer cell grows when so early detection, Dr. Jyoti Dev might have already said, I think Kodiri sir was saved because it was early detection which has happened. These are the two things, and now technology is available by which we can detect. We can even continuously monitor. In fact, we can use in our own mobile. You get your reading of continuous monitoring of the sugar is possible with latest devices are there which we ourselves can see our own health. I think that is maybe last but not the least is hurry, curry, worry. These are the three reasons why people are upset. New world, we need to know our own health. Now technology, how we can use the technology. Third one was now e-health program, which I think probably he will be presenting in 5 minutes, about how best the entire data, whether you travel across the globe, your data will be available and the hospitals can use it and for the treatment. And now algorithms are there, so that they can even predict this such and such cases it is likely to come. So it's even before detection itself, the algorithms can predict it. So this, how best we can use that with the IT company CEO is here and former CEO of Technopark is here. I think pesticide residue is one thing which we did analysis, and now we have got labs here. I think that is another way. Not only it's not what you eat, but what is eating you, which is matters. But what you eat, I think pesticide residue analysis is another, and how you can prevent. I think Kerala Agriculture University has developed small, cheap solutions which you can do it in the house, so that 99% of the pesticide residue we can remove it from the vegetables and all. So with these few words, I hand over the mic to the and I request Professor Sri G. Vijay Raghavan, who was the former or founder CEO of the Technopark, to chair the meeting. So in between, I'll have to leave. Thank you. Thank you so much, sir. Thank you very much, Sri Jyotilal, and it's a very interesting panel. You have two very good speakers, John M. Thomas and Mohammed Safrullah. Both of them will talk on very specific areas, trying to, of course, limited time, because if we take the time that was originally planned for us, by the time people have dinner, it will be 12 o'clock. Okay, so we started half an hour late and then ended the meeting 1.5 hours late. So let's try to do that. I'm not going to take too much. I'll just take 1 or 2 minutes. One of the things, the role of IT is going to be critical, is very clear. And I think a lot of it is going to be in predictiveness. So you're going to talk, when you have things like Watson available, where a lot of it is being used for cancer-related search, you're going to find that going to be one. The second thing is what we need, and that's where I think Sri Safrullah is going to play a big role with the e-health program, is on data. The moment there's data available, that data, if you crunch it properly, you're going to find that identification, predictability, potential areas where it's going to come. Today, everything that we do is anecdotal. I don't think there's enough data that we are gathering. I know the doctors get a lot of it that comes in, but that is what is going, and that is where IT is going to play a major role. So I'm just going to request John Thomas to share his views, maybe a couple of minutes. Then we'll have Sri Safrullah, and then I'll probably say a word or two, and then we'll conclude. So please. Sure. So thank you, sir. It was actually very enlightening to listen to the speakers here, because I was expecting an intellectual conversation, but it was more touching and from the heart. And that really speaks volumes about the disease that cancer is. So I'll just throw away my prepared speech, but I would rather talk freely. There are multiple technologies that are driving cancer care. And currently, if you look at cancer care, it is one-size-fits-all approach. It is, treatment methodologies like chemo or radiation. It is not individualized. It is across all type of patients. And it leaves certain kind of side effects, unwanted side effects rather. So
If you think about in common man's terms, instead of doing a surgical precision strike, you are doing carpet bombing and destroying everything. So one of the, if you look at generally data and analytics, where it is leading us today, what it is doing for us is it's individualizing messaging. The marketing messaging that we are getting is individualized. The advertisements which we are seeing is individualized. The coupons that we get in the commercial platforms are individualized. Similarly, cancer treatment would be individualized too, more precision oriented. And for that, some of the key developments that are happening, there are multiple technologies that are driving that. One is, of course, artificial intelligence. If you really think about it, there are pattern detection algorithms that are coming up. Artificial intelligence is being used in genome sequencing. It is helping identify specific genetic markers of individuals. It is able to analyze cancer tissue versus ordinary tissue and be able to precisely point out which anomalies or mutations are causing specific kinds of cancer. And one thing which artificial intelligence is very effective in doing is identifying patterns and clustering similar kind of cases together. So using artificial intelligence, you can figure out exactly what is the nature of the beast and have very focused treatment methodologies to essentially address that specific kind of cancer. Rather than talking a lot about approaches, I just want to point out a couple of technologies which will be very effective. So computer vision is going to be very critical. It is the group of technologies that help analyze video as well as images and recognize patterns in them, as well as recognize changes in them. Genome sequencing is going to be very critical in identifying specific types of cancer, and artificial intelligence will play a role in that. Other factors which might help is natural language processing, because you can have NLP-based algorithm look into volumes of medical research, volumes of clinical informations, case studies, etc., and precisely figure out what has worked in similar cases. So those are supposed to be some of the front-ending trends that we are seeing, and hope that will all change the life of the patient as well as the life of the doctor, as well as everybody is in between. Thank you. Thank you very much, Thomas, for that. Safrullah, I know he'll take it in time, but I want him to do the presentation. I think that is one of the most critical things, and we need to find a way by which this gets into the private sector also. It can't be government alone. We'll need to look at how it goes through the private sector. So please, over to you. Good evening, everyone. So I have put the stopwatch on, so I will not speak more than 5 minutes. But it's important, as Sir was mentioning about that all of us are aware about what state government is actually doing in e-health and what are the plans in immediate future in the next 1 or 2 years. Right now we have e-health rolled out in about 320 hospitals, government hospitals in our state. We have about 1,300 institutions from medical college till the primary health center or family health center. In a nutshell, it talks about one person, one electronic health record. That's what we try to do. And e-health under the health department has a common IT infrastructure, and wherein we try to keep the data all secure in the data centers with all necessary provisions. The technical architecture I will not really spend much time on. Right now it's about the hospital management system. We have expanded to the inpatient, and we'll also look at the specialty module subsequently. The public health is a central aspect. As we generally say, health is made in other departments, and health department actually treats the illness. So it's important that we have the integration of all the departments, particularly the local self-government bodies, house surveys. It's integrated, we get the data pulled in the NCDs, and entire activity constitutes the public health. The current data, as we speak now, just wanted to show the facts on the table. About 9,500 tablets, a demographic survey completed to about 80% of state's population. More important is the hospital management system, the HMS, 321 government institutions, 12 medical colleges, 275 family health centers, public health labs and community health centers, etc. What we add on, what we want to do is, because this electronic health records platform is created, we want to add on
the cancer care suite also, so that actually it gets seamlessly integrated in the public health system. That is how we can take cancer care to the doorsteps, where all the government machineries, from the public health center till the specialist hospital can be integrated in a seamless manner, reducing the cost substantially, and also possible wherever we can decentralize treatment. How we plan to do is, this has been spoken about, is right now this year, for the next 12 months, what we are trying to do are specifically 3 interventions. One is the Kerala Cancer Registry, which integrates all the hospitals, particularly RCC, MCC, CCRC, which will be coming up, 5 medical colleges, and the district hospitals which provide this chemo and outpatient services. The Kerala Bone Marrow Donor Registry, which will be developing along with MCC and RCC. These initiatives are in collaboration with Regional Cancer Center and Malabar Cancer Center. And third one, Kerala Cancer Control Strategy, IT Backbone. In 2018, we had worked out a cancer control strategy, district cancer control strategy in Ernakulam, which was later adopted and fine-tuned and made as Kerala Cancer Control Strategy with Vision 2030. This year, government intends to do this in Trivandrum with RCC support and in Kannur with MCC support. Next year, hopefully, once we develop this IT backbone, we'll be able to take it across Kerala, where Kerala may be the first state in the entire world to actually look at the entire cancer control strategy to be rolled out. But it's important that we have an IT backbone so that it can be rolled out. And the benefits I would not get into. The audience here are learned enough to understand what would be the benefits of this particular system. The architecture, it will be a common government of Kerala architecture so that it can be rolled out to private sector also, sir. It will not be limited to government over a period of time, but we will be having it in the data center, and the 3 premier institutes of cancer research, RCC, MCC are there, CCRC is just coming up, and the registries and everything would be available to public also. It's not that limited to government circles. And the ecosystem with RCC, MCC, CCRC, medical colleges, FSC, PSC, and long-term cancer care, including palliative, wherever it can be decentralized, it can be followed up. These are the success stories of e-health project. I would not like to dwell much into it. And that's it. I just tried to shorten the presentation. And obviously, we would be counting on support from the domain experts who have gathered here, plenty of experiences which doctors here have shared. And we would be willing together to work. Ultimately, everyone contributes a small piece. We are trying to bring in the IT platform, and I'd be reaching out to all of you. Thank you very much. Thank you very much. We come to the end of, I'll just remember Dr. Krishnan Nair because I've worked closely with him. I should also tell you that at no point of time, at least during the period I was in the planning board, have we had any problem on providing money for cancer care and the cancer institutes. So it's always been the capacity to absorb, and I think any government will do that, and you'll definitely find that happening. So thank you very much. I hand it back to the organizers. We've concluded the session well in time. Thank you very much. Thank you so much for the wonderful session, and I would like to thank Dr. K.R. Jyotilal IAS, Shri G. Vijay Raghavan, Shri John M. Thomas, Shri Mohammad Y. Safirullah IAS for the valuable time and for the precise and concise session. Next, I would like to announce the session on the topic role of media in improving cancer care. And this session also, we are very blessed because we have 2 chairing persons, Marcus Abraham of Malayalam Manorama and G. Shekharan Nair from Madhrubhumi. And our presentation topics are also 2. The first topic will be on role of print media in improving control and care of cancer. And the next topic will be on exploring new partnerships, teaming up with the visual media for control of cancer. And it will be presented by Sri Devi Pillai, Manorama News, Thiruvananthapuram, Sri Joseph C. Matthew, social media activist, and we have 3 paper presentation. The third one will be social media, boon or bane in cancer control activities. So I would like to invite our respected 2 chairs and our 3 panelists. I would like to invite Marcus Abraham of Malayalam Manorama to chair the session, as well as G. Shekharan Nair of Madhrubhumi to moderate the session.
And for the presentations, I would like to invite Shri R.S. Babu, the chairman of Kerala Media Academy, and Shri Devi Pillai of Manorama News, and Shri Joseph C. Matthew, social media activist. Kindly please come to the stage and let's have the precise and concise session. Thank you so much for the presence, and as I mentioned, we are expecting a precise and concise session. Thank you. സമയം ഒത്തിരി അതിക്രമിച്ച പശ്ചാത്തലത്തിൽ എനിക്ക് തോന്നുന്നത് മറ്റ് ആചാരങ്ങളൊന്നും ഇല്ലാതെ നേരെ യോഗത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. സത്യത്തിൽ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു, ഇനിയൊരു സെഷൻ്റെ മാധ്യമങ്ങളും ക്യാൻസറുമായിട്ടുള്ള ഈ സെഷൻ സത്യത്തിൽ ഒരു അധികപ്പറ്റാണ്. കാരണം ഇവിടെ വളരെ സീരിയസ് ആയിട്ട് നടന്ന ഡിസ്കഷൻ ഞങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടർ ശശി തരൂർ, ശ്രീ കോടിയേരി ബാലകൃഷ്ണന്, മറ്റുള്ളവർ, ഡോക്ടേഴ്സ് എല്ലാവരും സംസാരിച്ചു. പക്ഷേ ഇതും കൂടെ ഇല്ലെങ്കിൽ ഈ സെഷൻ അത്ര കംപ്ലീറ്റ് ആകുകയില്ല എന്നുള്ള ഇവിടുത്തെ ഡോക്ടേഴ്സൊക്കെ അഭിപ്രായപ്പെട്ട പശ്ചാത്തലത്തിൽ പെട്ടെന്നൊരു ക്വിക്ക് മോഡിൽ ഒരു ഇൻറ്ററാക്ഷൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എന്നോടൊപ്പം ഇവിടെ ഈ മാധ്യമരംഗത്തെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ എത്തിയിട്ടുണ്ട്. വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ശ്രീ ശേഖരൻ നായർ, മീഡിയ അക്കാഡമിയുടെ ചെയർമാൻ ശ്രീ R.S. ബാബു, സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ശ്രീ ജോസഫ് മാത്യു, മനോരമയിലെ എൻ്റെ സഹപ്രവർത്തകർ കൂടിയായിട്ടുള്ള ശ്രീ ദേവി പിള്ള, എല്ലാവരും സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ അധികം ഈ പ്രസംഗം നീട്ടുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബ്ബ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു വ്യത്യസ്തമായ ക്ലബ്ബാണ്. സാധാരണ ഇങ്ങനെ ഒരു 10th ആനിവേഴ്സറിയിലൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഇവിടെ കേട്ടത്. NGOs, മാധ്യമങ്ങൾ, മറ്റ് സമൂഹം, അതിലേക്കൊക്കെ എങ്ങനെ റീച്ച് ഔട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ഇവിടെ വളരെ സീരിയസ് ഡിസ്കഷൻ ഞങ്ങൾ കണ്ടു. വളരെ വെൽക്കമായിട്ടുള്ളൊരു ചേഞ്ചാണ് സംഘടനയെ സംബന്ധിച്ചിടത്തോളം. ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബിനെ ഞാൻ പ്രത്യേകം അക്കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. ഡോക്ടർ ബോബൻ തോമസിൻ്റെ പുസ്തകത്തെപ്പറ്റി ഇവിടെ സംസാരിച്ചു, കേട്ടു, കണ്ടു. ഡോക്ടർ ബോബൻ തോമസിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇങ്ങനെ ഒരു പുസ്തകം പുറത്ത് കൊണ്ടുവന്നതിൽ. ഡോക്ടർ ചന്ദ്രമോഹൻ, ഓങ്കോളജിസ്റ്റുകളുടെ ഓൾ ഇന്ത്യ സംഘടനയുടെ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ ചന്ദ്രമോഹൻ മനോരമയുടെ എൻ്റെ വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ എല്ലാം സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഓർഗനൈസിങ് സ്കില്ല് പലവട്ടം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഈ അടുത്തയിടെ തന്നെ 30 days 30 ദിവസം തുടർച്ചയായിട്ട് നീണ്ടു നിന്ന വെബിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് വ്യത്യസ്തമായ ഒരു കാര്യങ്ങൾ അതിന് നേതൃത്വം കൊടുക്കാൻ ഡോക്ടർ ചന്ദ്രമോഹന് സാധിച്ചിട്ടുണ്ട്. ഞാൻ നീട്ടുന്നില്ല, അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. മാധ്യമങ്ങളെപ്പറ്റി 2 വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാധ്യമങ്ങളും ക്യാൻസറും എന്ന് പറയുമ്പോൾ മാധ്യമങ്ങളുടെ റോൾ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ബേസിക്കായിട്ട് 2 കാര്യങ്ങൾ മാത്രമാണുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ക്രിയേറ്റിംഗ് അവെയർനെസ് എമംഗ് ദ പബ്ലിക് ആൻഡ് ഹെൽപ്പിംഗ് ദോസ് ഇൻ ഡിസ്ട്രസ്. ഈ 2 കാര്യങ്ങളും കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ സമർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റിയല്ല. എനിക്കറിയാം, ഡോക്ടർ കൃഷ്ണൻ നായരെ പറ്റി എല്ലാവരും സംസാരിച്ചു. അദ്ദേഹം RCCക്ക് തുടക്കം ഇടുന്ന കാലത്ത് ഞാനൊരു വളരെ ജൂനിയറായിട്ടുള്ള ഒരു റിപ്പോർട്ടറായിട്ട് മനോരമയിൽ ജോയിൻ ചെയ്തതാണ്. അന്ന് ഒരു നല്ല സ്കീമുണ്ടായിരുന്നു. ഒരു സ്കീമുണ്ടായിരുന്നു, 100 രൂപ കൊടുത്താൽ RCCയിലെ ആജീവനാന്ത ചികിത്സ ഉറപ്പാക്കുന്ന. അത് വേണോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷേ
ഇവിടുത്തെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ എക്സോർബിറ്റൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കോസ്റ്റിനെ പറ്റി സഖാവ് കോടിയേരി തൊട്ട് ഡോക്ടർ തരൂര് വരെ മറ്റുള്ളവരെല്ലാവരും പറഞ്ഞു. ഒരു കുടുംബം തകരുകയാണ്. വീട്ടിൽ ഒരാൾക്ക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദാറ്റ് ഫാമിലി ഈസ് ലോസ്റ്റ് ഫോർ എവർ. അവർക്ക് പിടിച്ചു നിൽക്കാൻ പലപ്പോഴും പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ സൗജന്യമായ ചികിത്സ എന്നുള്ളൊരാശയം എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു 10-35 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും ഡോക്ടർ കൃഷ്ണൻ നായർ മുന്നോട്ട് വെച്ചു. എൻ്റെ ഓഫീസിലെ മനോരമയെ സംബന്ധിച്ചിടത്തോളം ചുമ്മാർ സാറ്, എൻ്റെ മുൻഗാമി, തിരുവനന്തപുരത്ത് എൻ്റെ 2 തലമുറ മുമ്പുള്ള മുൻഗാമി, അദ്ദേഹമാണ് ഇത് മനോരമയിൽ എല്ലാ സ്റ്റാഫ് അംഗങ്ങളെ കൊണ്ടും അതിനകത്ത് എടുപ്പിച്ചു. അത് കമ്പനി തന്നെ അത് പൈസ പേ ചെയ്തു. ആൻഡ് ഐ ആം ഓൾസോ എ മെമ്പർ ടു ദാറ്റ് പ്രോജക്റ്റ്. അത് സത്യത്തിൽ അതൊരു വലിയൊരു ഇനീഷ്യേറ്റീവായിരുന്നു, ഒരു പ്രൊമോഷനായിരുന്നു. ആസ് എ മീഡിയ ഹൗസ് ഇറ്റ് വാസ് എ ബിഗ് പ്രൊമോഷൻ ഫ്രം ദാറ്റ്. അതിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു പ്രൊമോഷനായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കോട്ടയത്ത് റിപ്പോർട്ടറായിരുന്നപ്പോൾ അവിടെ മെഡിക്കൽ കോളേജിൽ മംഗളത്തിൻ്റെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു. മംഗളം വായനക്കാരുടെ ക്യാൻസർ വാർഡ്, കോട്ടയത്ത് ജോലി ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ ഇവിടെ ഉണ്ട്, അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഇനാഗ്രേഷൻ ദാറ്റ് വാസ് സം ടൈം അറൗണ്ട് 1990 or 91. മംഗളം വായനക്കാരുടെ ഒരു ക്യാൻസർ വാർഡെന്നും പറഞ്ഞ് ഒരു വാർഡ് അവിടെ ഇനാഗ്രേറ്റ് ചെയ്തു. മംഗളം വാരിക വിൽക്കുമ്പോൾ ഓരോ വാരികയിൽ നിന്നും കിട്ടുന്ന ₹1 ഇതിലേക്ക് നീക്കി വെച്ചിട്ട് അവർ പണിത ഒരു വളരെ വലിയൊരു ഇനീഷ്യേറ്റീവായിരുന്നു. അപ്പം ഞങ്ങളന്ന് തമാശ പറയും, മംഗളം വായിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരുമോ എന്നൊക്കെ ഞങ്ങൾ തമാശ പറയും. പക്ഷേ അതുപോലൊരു ഇനീഷ്യേറ്റീവ് അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. വലിയൊരു ഇനീഷ്യേറ്റീവായിരുന്നു. പത്രങ്ങളിൽ സ്ഥിരമായിട്ട് ക്യാൻസർ പേഷ്യൻസിനെ പറ്റി, ഒരു നിസ്സഹായര ഹെൽപ്ലെസ് വിക്ടിംസിനെ പറ്റിയൊക്കെ വാർത്തകൾ വരാറുണ്ട്. ആൻഡ് പീപ്പിൾ ആക്ച്വലി ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ഒത്തിരി വലിയ ഡൊണേഷൻസൊക്കെ വരുന്നുണ്ട്. ഞാൻ ദീർഘിക്കുന്നില്ല. ഇങ്ങനെയുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സിനും കേരളത്തിലെ മാധ്യമങ്ങൾ, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഓങ്കോളജി ക്ലബ്ബും സ്വസ്തി ഫൗണ്ടേഷനും ഒക്കെ ആയിട്ട് ഒരു പിടി, അത് മറ്റേ ഡോക്ടർ ബാബു മാത്യു സാറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഡോക്ടർ ചന്ദ്രമോഹൻ ഹി വാസ് ആക്ച്വലി ലീഡിങ്, ഡെവിനുണ്ട്, ആക്ച്വലി എബി എബ്രഹാമിൻ്റെ നേതൃത്വത്തിലുള്ള സ്വസ്തി ഫൗണ്ടേഷനും ഒക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ട് ജെ.കെ. പുന്നു സാറാണ് അതിൻ്റെ നേതൃത്വത്തിലുള്ള സത്യത്തിൽ വലിയ തോതിൽ ഉള്ള ഇനീഷ്യേറ്റീവ്. അതായത് ഒരു ഓങ്കോളജി ക്ലബ്ബ്, ഒരു പ്രൊഫഷണൽ ക്ലബ്ബ് ഒരു NGO ആയിട്ടോ അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനമായിട്ട് സഹകരിച്ചുകൊണ്ട് നടത്തുന്ന വലിയ ഇനീഷ്യേറ്റീവ്. അത് ദീസ് ആർ ഓൾ വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സംരംഭങ്ങളാണ്, ഇനീഷ്യേറ്റീവാണ്. ഇക്കാര്യത്തിൽ ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബിനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. ഈ 10ാം വാർഷികത്തിന് എല്ലാവിധ അഭിവാദ്യം അർപ്പിക്കുന്നു. ഞാൻ എൻ്റെ സഹപ്രവർത്തകരിലേക്ക് മാറുകയാണ്. മാതൃഭൂമിയുടെ മുതിർന്ന പത്രപ്രവർത്തകൻ ശ്രീ ജി ശേഖരൻ നായർ 2 വാക്ക് സംസാരിക്കുന്നു. സുഹൃത്തുക്കളെ, ഗുരുജനങ്ങളെ, 10ാം വാർഷികം ആഘോഷിക്കുന്ന തിരുവനന്തപുരം ഓങ്കോളജി ക്ലബിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് പത്രങ്ങളുടെ റോളിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ഇത് പറയുമ്പോൾ പത്രങ്ങളെ സമർത്ഥമായി ഈ RCSയുമായി ബന്ധപ്പെടുത്തുകയും ഉപയോഗിക്കുകയും ചെയ്ത ആളായിരുന്നു മരിച്ചുപോയ ഡോക്ടർ കൃഷ്ണൻ നായർ സാർ. എനിക്ക് അതിൻ്റെ തുടക്കം മുതൽ RCSയുടെ ഉത്ഭവം മുതൽ ഉള്ള കാര്യം എനിക്കറിയാവുന്നതാണ്. മെഡിക്കൽ കോളേജിലെ ആദ്യം ചെന്ന് കയറുന്ന കെട്ടിടത്തിൻ്റെ താഴത്തെ
ഹാളിനകത്ത് കുറേ കിടക്കകളുമായി തുടങ്ങിയ അന്ന് കൃഷ്ണൻ നായർ സാറിൻ്റെ നേതൃത്വത്തിൽ ചികിത്സാ സൗകര്യങ്ങളിൽ തുടങ്ങിയ കാലം മുതൽ RCCയുടെ സ്ഥാപനവും അതുമായിട്ടുള്ള വളർച്ചയൊക്കെ നേരിൽ കണ്ട ഒരാളാണ് ഞാൻ. അപ്പോഴൊക്കെ ഞങ്ങൾ പ്രത്യേകിച്ച് പത്രക്കാരെ കൂടെ നിർത്തിക്കൊണ്ടുപോകുന്ന അപ്പോഴുള്ള കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ അറിയിക്കുകയും അതിനുവേണ്ടി കാര്യങ്ങൾ പത്രത്തെ ശരിക്കായി സമർത്ഥമായി ഉപയോഗിക്കുകയും ചെയ്ത ആളായിരുന്നു കൃഷ്ണൻ നായർ സാറ്. അദ്ദേഹം ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പോയി. പിന്നീട് വന്ന പല ഡയറക്ടർമാരെയും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അതായിരുന്നു RCCയും ഞങ്ങൾ തമ്മിലുള്ള കുറേ കാലത്തെ ബന്ധം. എനിക്ക് ഒരു കാര്യം, ഞാൻ കൃഷ്ണൻ നായർ സാറിൻ്റെ കാര്യം ഒരിക്കൽ പുതിയ കെട്ടിടം നിർമ്മിക്കുമ്പോൾ അവിടെ ഈ തൊഴിലാളികളുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. കൈറ്റിറക്ക്, ഇപ്പോഴത്തെ നമ്മൾ പറയും ഓമന പേരിൽ വിളിക്കുന്ന നോക്ക് കൂരി എന്നൊക്കെ പറഞ്ഞ് ചില സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഭരിക്കുന്ന കക്ഷിയുടെ തൊഴിലാളി യൂണിയനായിരുന്നു അതിനകത്ത് മുൻപ് നിന്നത്. സാർ ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, പിന്നെ ഇങ്ങനെ ഇവിടെ ഒരു സംഭവമുണ്ട്, ഒരു ചെറിയ ന്യൂസ് വല്ലതും കൊടുത്താൽ മന്ത്രിമാരുടെയോ മുഖ്യമന്ത്രിയോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകും, ഞങ്ങൾ വിചാരിച്ചിട്ട് അത് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞു. ഞാനത് പിറ്റേ ദിവസം മാതൃഭൂമിയിൽ ഒരു വാർത്ത കൊടുത്തു. അന്നത്തെ മുഖ്യമന്ത്രി നയനാർ ഈ പത്രവാർത്ത കണ്ട ഉടൻ തന്നെ അദ്ദേഹത്തെ വിളിച്ചു. ഈ പറയുന്നത് കൃഷ്ണൻ നായർ ഈ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സാർ ശരിയാണ്, ഞങ്ങൾ വിചാരിച്ചിട്ട് അത് തീരുന്നില്ല. ഈ സമരം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കെട്ടിട നിർമ്മാണം താമസിക്കും. പല മെഷീനറികളും പുറത്തുനിന്നൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കിടപ്പുണ്ട്, അതൊന്നും നേരെ എടുത്തു വെക്കാനാവാത്തൊരു സ്ഥിതി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് കൃഷ്ണൻ നായർ സാർ പറഞ്ഞാണ് നേരെ അദ്ദേഹത്തെ ഓഫീസിലോട്ട് വിളിപ്പിച്ച് സംസാരിച്ചതിന് ശേഷം അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മുരളീധരൻ നേരെ കൃഷ്ണൻ നായർ സാറിൻ്റെ മുമ്പ് വെച്ച് നയനാർ വിളിപ്പിക്കുകയും ആ ബന്ധപ്പെട്ട ഈ തൊഴിലാളി യൂണിയൻ നേതാക്കളെ വിളിച്ച് പറഞ്ഞ് സമരം ഇന്നുകൊണ്ട് അവസാനിപ്പിച്ചോണം, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും പിടിച്ച് അകത്തിടുമെന്ന് ഞാൻ പറഞ്ഞായിട്ട് പറയാൻ പറഞ്ഞു. അന്ന് വൈകുന്നേരത്തോടുകൂടി സമരവുമില്ല, കൊടിയുമില്ല, മുദ്രാവാക്യവുമില്ല, ഒന്നുമില്ല. അപ്പം അങ്ങനെയായിരുന്നു കൃഷ്ണൻ നായർ സാറിൻ്റെ ഇടപെടലും അതുപോലെ തന്നെ ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയും. അത് പിന്നീട് പിന്നെ RCCയുമായി ബന്ധപ്പെടുന്ന എല്ലാ വാർത്തകളും ഇത്രയും ബോധവൽക്കരണം കേരളത്തിൽ വരാൻ തന്നെ കാരണം RCCയുമായിട്ടുള്ള സഹകരണം കൊണ്ടുവരുന്നതായിരുന്നു മീഡിയയ്ക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തുടക്കത്തിൽ 100 രൂപയുടെ ഒരു സ്കീമുണ്ടായിരുന്നു. കൃഷ്ണൻ നായർ സാറ് പ്രസ് ക്ലബ്ബിൽ വന്ന് പത്രസമ്മേളനം നടത്തി. അന്ന് പ്രസ് ക്ലബിൻ്റെ ഭാരവാഹികൾ ഒരു ഉറപ്പ് കൊടുത്തു, പ്രസ് ക്ലബ്ബിലെ എല്ലാ അംഗങ്ങൾക്കും ഞങ്ങൾ ഈ കാർഡ് 100 രൂപയുടെ സ്കീമിൽ ഞങ്ങൾ ചേരാം എന്ന് പറഞ്ഞു. അന്ന് മുഴുവനും അംഗങ്ങളെയും അന്നത്തെ മുഴുവൻ അംഗങ്ങളെയും കൊണ്ട് എടുപ്പിക്കുകയും ചെയ്തു. പിന്നീട് പത്രപ്രവർത്തക യൂണിയൻ എല്ലാം പിന്നീട് വന്ന എല്ലാവർക്കും മുഴുവൻ മെമ്പർമാർക്കും 100 രൂപ വെച്ച് യൂണിയൻ തന്നെ കാശ് കൊടുത്ത് ആ സ്കീമിനോട് സഹകരിക്കുകയും വലിയ വിജയമായി മാറുകയും ചെയ്തു. അത് പത്രങ്ങളുടെ ഒരു സഹകരണം കൊണ്ടായിരുന്നു. ഇന്ന് ആ സ്കീമിൻ്റെ പിന്നെ ഡീറ്റെയിൽസ് എന്താണെന്നോ അല്ലെങ്കിൽ പുതിയ സ്കീമോ ഉണ്ടായിട്ട് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ RCCയുമായി ബന്ധപ്പെടുന്ന ഏത് കാര്യത്തിനും തിരുവനന്തപുരത്തെ മീഡിയ കൊടുത്തിട്ടുള്ള സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയാം, സർക്കാർ സ്ഥാപനങ്ങളെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കുക, അല്ലെങ്കിൽ തെറ്റായ പ്രചരണങ്ങൾ കൊടുക്കുക, പത്രക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില ഏർപ്പാടുകളുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെക്കുറിച്ച് പല വാർത്തകൾ വന്നാലും RCCക്കെതിരായിട്ട് ഒരു വാർത്ത എഴുതാൻ ഒരു പത്രവും തയ്യാറായില്ല, ഇപ്പോഴുമല്ല. അങ്ങനെ ഒരു ബന്ധമാണ് RCCയുമായും ഇവിടുത്തെ പത്രക്കാരുമായിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ചില യൂണിയൻ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴെല്ലാം യൂണിയൻ നേതാക്കളെ ഞങ്ങൾ പറഞ്ഞ് വിടുന്നതല്ലാതെ അവരെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ അവർ പറഞ്ഞതനുസരിച്ച് ഒരു സ്ഥാപനത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒരു ചീത്തപ്പേരുണ്ടാകുന്ന തരത്തിലുള്ള ഒരു വാർത്തയും തിരുവനന്തപുരത്തെ ഒരു പത്രവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അന്നത്തെ ഈ ബന്ധങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നതിൻ്റെ ആ ഒരു ബന്ധങ്ങളുടെ ഒരു പ്രയോജനമായി വന്നത്. അങ്ങനെ എല്ലാ കാലത്തും
ഇതുപോലെ തന്നെ ബോധവൽക്കരണം എന്ന് പറയുന്നു. നേരത്തെ ഇവിടെ സംസാരിച്ച ഡോക്ടർമാർ പറഞ്ഞു ഈ പുകവലി കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു ഏകദേശം എന്ന് പറഞ്ഞു. ആ കാര്യത്തിലും RCCയുടെ പത്രങ്ങളുടെയും തമ്മിലുള്ള ഒരു ഇതുണ്ടായിരുന്നു. കൃഷ്ണൻ നായർ എപ്പോൾ പത്രസമ്മേളനം നടത്തിയിരുന്നാലും ശരി, സിഗരറ്റിൻ്റെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് ആമുഖമായി കുറച്ച് പറഞ്ഞിട്ടല്ലാതെ മറ്റൊരു കാര്യത്തിലേക്ക് പോകില്ലായിരുന്നു. ചവറയിൽ മണലിൽ നിന്ന് റേഡിയേഷൻ ഉണ്ടാകുന്നു എന്നുള്ള വിവരം ആദ്യമായി ഞങ്ങളെ അറിയിക്കുന്നതും കൃഷ്ണൻ നായർ സാറായിരുന്നു, പത്രസമ്മേളനം അവിടെ വന്നിട്ട്. അതിനൊക്കെ പരമാവധി പ്രാധാന്യവും അതുപോലെ തന്നെ പ്രോത്സാഹനവും ഇതും കൊടുത്തു. അങ്ങനെ എല്ലാ കാലത്തും മീഡിയ RCCയോടൊപ്പം നിന്നിട്ടേ ഉള്ളൂ. ഈ ബോധവൽക്കരണത്തിനും ക്യാൻസർ വ്യാപിക്കുന്നതിനെതിരായിട്ടുള്ള പ്രചരണത്തിനും ഒക്കെ 100% നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധമാണ് RCCയും തിരുവനന്തപുരത്തെ പത്രങ്ങളും പത്രപ്രവർത്തകരും തമ്മിലുള്ളത്. എന്തായിരുന്നാലും ഇത്തരം ഒരു നല്ലൊരു ചർച്ച സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞങ്ങളൊക്കെ ഏതെങ്കിലും ഇതുപോലെ ഫംഗ്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ പോയാൽ ഉദ്ഘാടനം ചെയ്യുന്ന ആളുടെയോ അല്ലെങ്കിൽ അധ്യക്ഷൻ്റെയോ 2 പേര് പ്രസംഗം എഴുതിയിട്ട് ഞങ്ങൾ സ്ഥലപ്പെടും. പക്ഷേ ഇന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂർ മുമ്പ് നേരത്തെ ഞങ്ങളിവിടെ വന്നുകൊണ്ട് ഇത്രയും മനോഹരമായ ഇത്രയും നല്ല ഡെപ്തായിട്ടുള്ളൊരു ചർച്ച കേൾക്കാനും അതിന് മനസ്സിലാക്കാനും പല പല കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് ഇവിടെ ഞങ്ങൾ വന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടുള്ളത്. അതിന് കളമൊരുക്കിയ ഡോക്ടർ ചന്ദ്രമോഹനെയും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു പുസ്തകം നമ്മളിവിടെ കണ്ടു. ആ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടു. വളരെ നല്ല ഒന്നാന്തരം പുസ്തകമാണെന്നാണ് കേട്ടത്. എന്തായിരുന്നാലും ഇത്തരം ഒരു വേദിയിൽ ആ ഒരു പുസ്തകം പ്രകാശനം ചെയ്തതിലും അത് എഴുതി തയ്യാറാക്കിയ ഡോക്ടർക്ക് മോഹനും ഞാൻ ഒരു നന്ദി പറയുകയാണ്. എന്തായിരുന്നാലും ഇതുപോലൊരു വേദിയിൽ ഞങ്ങളെ പങ്കെടുപ്പിച്ചതിനും ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുകയും ചെയ്ത നിങ്ങൾക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ചേരൻ്റെ ഫോണല്ലേ. ബഹുമാനപ്പെട്ട ജേക്കബ് സാർ, ഡോക്ടർ ജോൺ പണിക്കർ, രാജ്മോഹൻ സാർ ഉൾപ്പെടെയുള്ള ആദരണീയ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ, ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബ്ബ് സംഘടിപ്പിച്ചിരിക്കുന്ന അർത്ഥവത്തായ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാനും കേരള മീഡിയ അക്കാദമിയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാനും കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യം തന്നെ പ്രകടിപ്പിക്കട്ടെ. എന്നെ ഇതിനു വേണ്ടി ക്ഷണിച്ച ഈ സംഘടനയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ ഡോക്ടർ ചന്ദ്രമോഹനോടുള്ള കടപ്പാട് ആദ്യം തന്നെ പ്രകടിപ്പിക്കുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഞാനൊരാളിനെ കണ്ടത്, ഡോക്ടർ ബോബൻ തോമസിനെ. സാവ് കോടിയേരിയിൽ നിന്നും വർത്തമാനത്തിൽ കേട്ടറിഞ്ഞ ഒരാളിനെ നേരിൽ കാണാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം പ്രകടിപ്പിക്കട്ടെ. ഇന്ന് ഈ ഓങ്കോളജി ക്ലബിൻ്റെ 10ാം വാർഷികം അതിൻ്റെ ചരിത്രത്തിൽ ഇടം നേടുന്ന ഒന്നായി മാറ്റിയതിൽ അറിഞ്ഞതിന് അപ്പുറമുള്ള അർബുദത്തെപ്പറ്റി അറിഞ്ഞതിനപ്പുറമുള്ള കാര്യങ്ങൾ വിവരിച്ച ഈ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് ഉപകരിച്ചു എന്ന് ആദ്യം തന്നെ സൂചിപ്പിക്കട്ടെ. ഇതിലെ വളരെ വളരെ നല്ല ഒരു സന്ദേശം ഈ ക്യാൻസറിനെതിരെ കരുത്തുറ്റ പോരാട്ടം നടത്തുന്ന മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ കോടിയേരി ബാലകൃഷ്ണനെ ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹം തുറന്ന് കാര്യങ്ങൾ പറയുകയാണ്. സാധാരണ ആൾക്കാർ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ സ്വന്തം അനുഭവത്തിലൂടെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് പുതിയ ആത്മവിശ്വാസം പകരുകയാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും എല്ലാവരും വലിയ ധൈര്യശാലികളാണെന്ന് ഡോക്ടർ ബോബൻ തോമസ് പറഞ്ഞു. അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ പതറിപ്പോകുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് തന്നെ
ഒരു പ്രചോദന കേന്ദ്രമായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഇന്നത്തെ വർത്തമാനം യഥാർത്ഥത്തിൽ മാറുമെന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല. അപ്പോൾ ഇത്തരമൊരു സമ്മേളനത്തിൽ ഈ മാധ്യമങ്ങളും ക്യാൻസറും എന്നുള്ള വിഷയത്തിൽ എവിടെ നിന്ന് തുടങ്ങണമെന്നുള്ളതാണ്. ഞാനൊരു ലഘുവായ സംസാരം മാത്രമാണ് നടത്തുന്നത്. എൻ്റെ ഈ ചെറിയ ഭാഷണം ഞാൻ തുടങ്ങുന്നത് മുൻ മുഖ്യമന്ത്രിയായ പത്രപ്രവർത്തകനായിരുന്ന CH മുഹമ്മദ് കോയയിൽ നിന്നാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പത്രത്തിലൊരു വാർത്ത വരുന്നു, വളരെ പ്രചാരമുള്ള ഒരു പത്രമാണ്, അത് അകത്തെ പേജിലെ ഒരു ബോക്സിലുള്ള വാർത്തയാണ്, കാക്കയിറച്ചി ആരോഗ്യത്തിന് ഉത്തമം എന്നതാണ് അതിൻ്റെ സവിശേഷത. ഈ വാർത്ത കണ്ടിട്ട് കോഴിക്കോടുള്ള ആൾക്കാർ, കോഴിക്കോട് കടപ്പുറത്തുള്ള പല വീട്ടുകാരും കാക്കയെ പിടിച്ച് കറി വെച്ച് കഴിച്ചു. പക്ഷേ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ പത്രത്തിൽ ഒരു ചെറിയ വാർത്ത വന്നു, കാക്കയിറച്ചി എന്നത് കക്കയിറച്ചി എന്ന് തിരുത്തി വായിക്കാൻ അപേക്ഷ. അപ്പോൾ ഈ വാർത്ത അറിഞ്ഞിട്ട് ഈ വീട്ടുകാർ ഇനി ഞാൻ ഛർദ്ദിക്കണമോ എന്നുള്ള ഒരു പരിഭ്രാന്തിയിൽ കഴിഞ്ഞു എന്നാണ് CH മുഹമ്മദ് കോയ പറഞ്ഞത്. പക്ഷേ ഇത് സംഭവിച്ചത് അക്ഷരത്തെറ്റിൻ്റെ അക്ഷരപിശാചിൻ്റെ കാരണത്താലാണ്. പക്ഷേ ഇന്ന് മാധ്യമങ്ങളിൽ, അത് അച്ചടി മാധ്യമങ്ങളാവട്ടെ, ദൃശ്യമാധ്യമമാവട്ടെ, നവമാധ്യമമാവട്ടെ, വലിയ തോതിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് ഓങ്കോളജി ക്ലബിനും ഓങ്കോളജിസ്റ്റുകളുടെ സംഘടനയ്ക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും എങ്ങനെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാമെന്നുള്ള കാര്യം വരുന്നത്. ഇപ്പോൾ ഈ കോവിഡിൻ്റെ കാലത്ത് ആരാണ് യഥാർത്ഥ വിശ്വസിക്കാൻ കഴിയുന്ന വിഭാഗം എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ആഗോള സംഘടന ഇതേപ്പറ്റി വളരെ വിപുലമായിട്ടുള്ളൊരു സർവേ നടത്തിയപ്പോൾ അതിൽ ഞങ്ങളുടെ സ്ഥാനം വളരെ പരിതാപകരമാണ്. ഏത് മാധ്യമങ്ങളുടെ, അച്ചടി മാധ്യമമായാലും ദൃശ്യമാധ്യമമായാലും നവമാധ്യമമായാലും. പക്ഷേ അതിൽ ഏറ്റവും മുന്നിൽ വന്നത് ആരാണെന്നറിയോ? ശാസ്ത്രജ്ഞരും ഡോക്ടർമാരുമാണ്. 83% ആളുകളും കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റിയുള്ള കാര്യങ്ങളെ ആശ്രയിക്കുന്നത് ഡോക്ടർമാരെയും ശാസ്ത്രജ്ഞന്മാരെയുമാണെന്നാണ്. പക്ഷേ ഇവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്. ഈ ഡോക്ടർമാരെയും ശാസ്ത്രജ്ഞന്മാരെയും വിശ്വസിക്കുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. അവർ പറയുന്നത് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിലൂടെയാണ് ഈ വിശ്വാസ്യത വരുന്നത്. പക്ഷേ പലരെയും വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് മരണസംഖ്യ കൂട്ടി, രോഗം ബാധിച്ചവരുടെ എണ്ണം കൂട്ടി ഈ വ്യാജ വാർത്ത. നിങ്ങൾ മാസ്ക് ധരിക്കണ്ട, നിങ്ങൾ വാക്സിൻ എടുക്കണ്ട പ്രചരണമാണ്. കോവിഡ് മാറാൻ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. അമേരിക്കയിൽ വാഷിങ്ടൺ DC ഫേസ്ബുക്കിൻ്റെ ആസ്ഥാനത്തേക്ക് വളരെ വലിയ മാർച്ച് നടന്നു. പല ദിവസങ്ങളിലായിട്ട് ഫേസ്ബുക്ക് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പ്രകടനം നടത്തി. ഈ ശവം പൊതിയുന്നതിനുള്ള ബാഗുണ്ട്, ആ ബാഗ് വേണ്ടിക്കൊണ്ടാണ് ഇവർ പ്രകടനം നടത്തുന്നത്. എന്നിട്ട് ഫേസ്ബുക്കിൻ്റെ ആസ്ഥാനത്തേക്ക് എന്നിട്ട് ഈ ശവ ഉറകൾ അവർ അതിൻ്റെ മുകളിലേക്ക് എടുത്തെറിയുകയാണ്. ഇതേ തുടർന്ന് ഫേസ്ബുക്ക് ചെയ്തത് എന്താണെന്നറിയുമോ? അവർ ഈ വ്യാജ പോസ്റ്റുകൾ നല്ലൊരു പങ്ക് നീക്കം ചെയ്തു. 1,80,00,000 അതിൽ ഇന്ത്യയിലെ വ്യാജവാർത്താ പോസ്റ്റുകളും ഉണ്ടായിരുന്നു കോവിഡുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെയാണ് ഈ ക്യാൻസറിനെ പറ്റിയുള്ള വ്യാജവാർത്തകൾ എങ്ങനെ തടയാം. അതിലാദ്യം ഞങ്ങളെല്ലാം കൂടി ഒരു കൂട്ടായി എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ,
ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു മാരക രോഗമാണ് എന്ന് ഇന്ന് പ്രസംഗിക്കുമ്പോഴും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു രോഗവും മാരകമല്ല. ശാസ്ത്രത്തിൻ്റെ മുന്നിൽ ബാധിക്കുന്നവരോട് നിങ്ങൾക്ക് വന്നിരിക്കുന്ന മാരകമായിട്ടുള്ള അസുഖമാണ് എന്ന് പറയുന്നത് തന്നെ തെറ്റായിട്ടുള്ളൊരു രീതിയാണ്. അത് യഥാർത്ഥത്തിൽ അവസാനിപ്പിക്കേണ്ടതാണ്. അവിടെയാണ് പറയുന്നത് ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ചില പ്രത്യേക തരം ക്യാൻസറുകൾ വന്നാൽ ആൾ പിന്നെ അധിക സമയം ജീവിക്കില്ല. പക്ഷേ ഇന്ന് ജീവിക്കാം. ശാസ്ത്രം പുരോഗമിക്കുകയാണ്. ഈ അറിവ് ആളുകൾക്ക് പ്രദാനം ചെയ്യുന്നതിന് മാധ്യമങ്ങൾക്ക് കഴിയും. മാധ്യമങ്ങൾക്ക് കഴിയണമെങ്കിലോ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ സേവനം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമുക്കിങ്ങനെ ഒരു ചർച്ച നടത്തിയതുകൊണ്ട് മാത്രമായിട്ട് കാര്യങ്ങൾ പര്യവസാനിപ്പിക്കാൻ പറ്റില്ല. സാധാരണക്കാർക്ക് പലപ്പോഴും ചികിത്സയ്ക്ക് പണമില്ലാത്ത അവസ്ഥ നേരിടുന്നു പല അസുഖങ്ങൾക്കും. പക്ഷേ നമ്മുടെ ഒരു ചലച്ചിത്ര താരം തന്നെ അവരുടെ ജീവൻ നിലനിർത്താൻ പ്രധാനപ്പെട്ട ഒരു സഹായിയായി മാറിയത് മലയാളിയായിട്ടുള്ള ഡോക്ടറാണ്. രാജേഷ് സാർ ആരാത്? നമ്മുടെ മല്ലിക സുകുമാരൻ്റെ ബ്രദർ ഡോക്ടർ എം വി പിള്ള. അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ട് കൂടിയിട്ടാണ് ഒരു ട്രയൽ പേഷ്യൻ്റായിട്ട് ഒരാളിനെ മാറ്റിയിട്ട് ആണ് യഥാർത്ഥത്തിൽ രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മാധ്യമങ്ങളും ഡോക്ടർ സമൂഹവും സഹകരിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളിലേക്കും നമുക്ക് എത്താൻ കഴിയും. പക്ഷേ ഇവിടെയാണ് ഇതിനപ്പുറമുള്ള ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം ഡോക്ടർമാർക്കും മാധ്യമങ്ങൾക്കും ഉണ്ടാകേണ്ടത്. കാരണം ഈ പല മരുന്നുകളുടെയും പേറ്റൻറ്റിൻ്റെ പ്രശ്നമുണ്ട്. ഈ പേറ്റൻറ്റ് ബഹിരാഷ്ട്ര കുത്തക കമ്പനികൾക്ക് അവർക്ക് പണം ഉണ്ടാക്കാനുള്ളത് ആകരുത്. ഇവിടെ സാമൂഹ്യബോധമുള്ള ഡോക്ടർമാരും ഒരു രാജ്യത്തിൻ്റെ സർക്കാരുമൊക്കെ യഥാർത്ഥത്തിൽ ഈ പേറ്റൻറ്റ് ഇവരിൽ നിന്നും മാറ്റിയിട്ട് നമ്മുടെ കമ്പനികൾക്ക് ഇത് ഉപയോഗിക്കാനുള്ള ഒരു അവകാശത്തിന് വേണ്ടിയിട്ട് ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ യഥാർത്ഥത്തിൽ ഒരു നെറ്റ്വർക്കോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഒരു നിർദ്ദേശം മാത്രം വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നേരത്തെ ഈ വ്യാജവാർത്തയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക്, ഇന്ത്യയിലെ ആളുകൾക്ക് ശരിയായ വിവരം നൽകുന്നതിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് നമുക്ക് കൂട്ടായിട്ട് ഒരു ഫാക്റ്റ് ചെക്കിംഗ് ഒരു സമ്പ്രദായം, ഒരു ഫാക്റ്റ് ചെക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സംവിധാനം എന്തുകൊണ്ട് നമുക്ക് ഒരുക്കിക്കൂടാ? ഇപ്പം തന്നെ അമേരിക്കയിൽ അവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരുമായി സഹകരിച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു ഫാക്റ്റ് ചെക്കിംഗ് സംവിധാനം അവിടെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു കാര്യത്തിന് നമ്മുടെ സംഘടന മുന്നോട്ടേക്ക് വരികയാണെങ്കിൽ അതുമായി സഹകരിക്കാൻ കേരള മീഡിയ അക്കാദമി തയ്യാറാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് വിഷ്വൽ മീഡിയയായിട്ട് ചേർന്ന് ക്യാൻസർ പ്രതിരോധം എങ്ങനെ സംഭവിക്കും എന്നതിനെപ്പറ്റി മനോരമ ന്യൂസിൽ ശ്രീദേവി പിള്ള. വേദിയിലും സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. ഇത്രയും വൈകിയൊരു വേളയിൽ വളരെ വിശദമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. 2016 മുതൽ മനോരമ ന്യൂസ് കേരള ക്യാൻ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിരുന്നു. അതിൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ ടീമിൽ കുറച്ചൊക്കെ ജോലി ചെയ്യാൻ കഴിഞ്ഞ ഒരാളെന്നുള്ള രീതിയിലാണ് ഈ ഒരു ചെറിയ കാര്യം ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. 2015 മനോരമ ന്യൂസിന് ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ ജനങ്ങൾക്ക്, ലോകമെമ്പാടുമുള്ള മലയാളം മനസ്സിലാകുന്ന ഓഡിയൻസിന് പറ്റുന്ന എന്ത് കാര്യം തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു ക്യാമ്പയിൻ മോഡിലുള്ള ഒരു പ്രചരണ പരിപാടി, ഒരു വിദ്യാഭ്യാസ പരിപാടി ആരംഭിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ ഞങ്ങളുടെ എഡിറ്റോറിയൽ ടീമിലും അതുപോലെ തന്നെ നമ്മുടെ മനോരമയുടെ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ടീമിലും പുറത്തുള്ള വിദഗ്ധരും ഒക്കെ ആയിട്ട് ആലോചിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്ന ഒരു കാര്യം ക്യാൻസറിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം. അത് തുടങ്ങിയാൽ പോരാ, അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആദ്യം തന്നെ
ഒരു പ്രില്യൂഡായിട്ട് ആദ്യം തന്നെ എല്ലാവരുടെ ഭാഗത്തു നിന്നും വന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു സജഷൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ കേരള ക്യാൻ എന്നുള്ള ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയത്. എന്നാൽ പ്രചരണ പരിപാടി മാത്രമായിട്ട് അതിനെ ചുരുക്കുക എന്നുള്ള ഒരു രീതിയിലല്ല അത് പ്ലാൻ ചെയ്തത്. പ്രധാനമായിട്ടും അതിൽ ഉണ്ടായിരുന്നൊരു കാര്യം, സ്വാഭാവികമായിട്ടും ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ഇതേക്കുറിച്ചുള്ള വിദ്യാഭ്യാസം, അടിസ്ഥാന അറിവുകൾ നൽകുന്ന രീതിയിലുള്ള ഒരു വിവരങ്ങൾ കൈമാറുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന് തുടക്കം കുറിക്കുക. അപ്പോൾ അതുതന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അത് മാത്രമല്ല, ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാവരെയും, പേഷ്യൻസ് ഉണ്ട്, അവരുടെ ഫാമിലീസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, സ്ഥാപനങ്ങളുണ്ട്, സർക്കാരുണ്ട്, സർക്കാർ ഇതര സ്ഥാപനങ്ങളുണ്ട്, NGOs ഉണ്ട്, പാലിയേറ്റീവ് കെയറിൽ ജോലി ചെയ്യുന്നവരുണ്ട്, പോളിസി മേക്കേഴ്സ് ഉണ്ട്. ഇവരെ എല്ലാവരെയും എങ്ങനെ നമുക്ക് ഇതുമായിട്ട് സഹകരിപ്പിക്കാം? ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആളുകൾക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകുക, നമ്മളെക്കൊണ്ടാകുന്ന രീതിയിൽ സഹായം ഏറ്റവും അർഹിക്കുന്നവരുടെ കാര്യം ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക, സഹായം സ്വരൂപിക്കാൻ കഴിയുന്ന അത്രയും സ്വരൂപിക്കുകയും അത് കൃത്യമായി തന്നെ അത് എത്തേണ്ടവരുടെ കൈകളിൽ എത്തിക്കുകയും ചെയ്യുക. വളരെ ഭംഗിയായിട്ട് ഈ ക്യാൻസർ കെയറിൻ്റെ കാര്യത്തിൽ, അത് ഡിറ്റക്ഷൻ മുതൽ ട്രീറ്റ്മെൻറ്റും പാലിയേറ്റീവ് കെയറും വരെയുള്ള കാര്യങ്ങളിൽ ജോലി ചെയ്യുന്ന സർക്കാർ ഇതര സ്ഥാപനങ്ങളുമായിട്ട് യോജിച്ചുകൊണ്ട് ഏത് രീതിയിൽ അവരുടെ ജോലിക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് മാറാം, ഈ കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു കേരള ക്യാൻ 2016 തുടങ്ങുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയും വളരെ അഭിമാനത്തോടു കൂടിയും മനോരമ ന്യൂസിന് പറയാൻ കഴിയും, ഒരു പക്ഷേ മറ്റ് മാധ്യമ സ്ഥാപനങ്ങൾക്ക് കഴിയാത്ത രീതിയിൽ ഈ 6ാമത്തെ എഡിഷനും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇത് മുടങ്ങാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായി അതെ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം എന്നുള്ളത്, ഓരോ പ്രാവശ്യവും ഈ കേരള ക്യാൻ്റെ ഒരു പുതിയ എഡിഷനുമായിട്ട് വരുമ്പോൾ എത്രമാത്രം കൂടുതൽ അതിൻ്റെ ഒരു ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ഈ തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ പ്രചരണ പരിപാടി എന്നുള്ളത് മാത്രം അല്ല, വളരെ സഹായം അർഹിക്കുന്ന, ആ സഹായം അർഹിക്കുന്നത് പേഷ്യൻസ് മാത്രമല്ല, പലപ്പോഴും സ്ഥാപനങ്ങൾ, ചിലപ്പോൾ ഡോക്ടർമാരുടെ കൂട്ടായ്മകൾ, ഇന്ന ആൾക്കൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ സഹായം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലത്ത് ഈ തരത്തിലൊരു മെഡിക്കൽ ക്യാമ്പ് നിങ്ങൾ ഓർഗനൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നടത്താനായിട്ട് ഒരു ഫെസിലിറ്റി ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു, വൈ ഡോണ്ട് യു കം ആൻഡ് സപ്പോർട്ട് അസ്? ഈ ഒരു ചോദ്യങ്ങൾ, പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ എല്ലാം ഭാഗത്തു നിന്ന് ഉയർന്നു വന്നു എന്നുള്ളതാണ്. അതായിരുന്നു ഈ ഒരു പ്രചരണ പരിപാടിയിൽ ഞങ്ങൾ പഠിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം. വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന, ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നു എന്ന് പറയുമ്പോൾ അതിലും എനിക്കിവിടെ ഒരു കാര്യം പറയാനുണ്ട്. ശ്രീ കോടിയേരി ബാലകൃഷ്ണനും ഡോക്ടർ തരൂരും എല്ലാം തന്നെ ആ കാര്യം പറഞ്ഞു. എനിക്ക് വ്യക്തിപരമായിട്ട് കൂടെ ഒരു കാര്യം പറയണം. എൻ്റെ മദർ ക്യാൻസർ വന്നിട്ട് മരണമടഞ്ഞ ഒരാളാണ്. എനിക്ക് 2 ഇൻഷുറൻസസ് ഉണ്ടായിരുന്നു. എൻ്റെ ഫാമിലിയിൽ എൻ്റെ മദറിൻ്റെ ബ്രദേഴ്സ് ഉൾപ്പെടെ 10ഓളം ഡോക്ടേഴ്സുള്ളൊരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ബട്ട് സ്റ്റിൽ അത് വ്യക്തിപരമായിട്ട് ഉണ്ടായ ഒരു വലിയ നഷ്ടം മാത്രമല്ല, ഏതെല്ലാം രീതിയിൽ എവിടെ പോകണം ഒരു വിവരം കിട്ടാൻ, ഒരു ടെസ്റ്റിന് എവിടെയാണ് പോകേണ്ട, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ, അതുപോലെ സാമ്പത്തികമായിട്ടും പല ഹോസ്പിറ്റൽസിലും പല കാര്യത്തിനും പോകുമ്പോൾ ഇൻഷുറൻസസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ നേരത്തെ സംസാരിച്ച പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കുടുംബത്തിനെ, വ്യക്തികളെയും കുടുംബത്തിനെയൊക്കെ അത് എത്ര തകർക്കും എന്നുള്ളത്. 8 വർഷങ്ങൾക്കിപ്പുറം നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു മരണം, വേണ്ടപ്പെട്ട ഒരാളുടെ മരണം ഉണ്ടാക്കുന്ന ഒരു ആഘാതം മാത്രമല്ല, അത് നമ്മളെ തീർത്തും തളർത്തിക്കളയും. ഒരുപാട് പേര് നമ്മളെ താങ്ങി നിർത്താനുണ്ടെങ്കിലും ഇപ്പോൾ സാമ്പത്തികമായിട്ട് സാമൂഹികമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കുടുംബങ്ങൾക്ക് മാത്രമല്ല, അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, ജോലിയുണ്ട്, പിടിച്ചു നിൽക്കാമെന്ന് പറയുന്ന മിഡിൽ ക്ലാസ്സിനെ പോലും കംപ്ലീറ്റ്ലി പിഴുതെറിഞ്ഞ് കളയുന്ന ഒരു അനുഭവമാണ്. അപ്പം അങ്ങനത്തെ അനുഭവത്തിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ആളുകൾക്ക് കൊടുക്കേണ്ട ഒരു സൈക്കോളജിക്കലായിട്ടുള്ള സപ്പോർട്ട്, ഫിനാൻഷ്യലായിട്ടുള്ള സപ്പോർട്ട്, സോഷ്യലായിട്ടുള്ള സപ്പോർട്ട്, ഇതേക്കുറിച്ച് സംസാരിക്കാനുള്ള വേദികൾ ഉണ്ടാക്കുക. കേരള ക്യാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായിട്ട് കാണുന്ന ഒരു കാര്യം, ഡോക്ടേഴ്സിനെയും പേഷ്യൻസിനെയും മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട് ആവർത്തിച്ച് ഈ കാര്യം നമ്മുടെ ഓഡിയൻസിന് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ശാസ്ത്രീയത ഒട്ടും ചോർന്നു പോകാതെ, ഈ പാൻഡമിക്കിൻ്റെ കാലത്ത് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് സംസാരിക്കുമ്പോൾ ഏറ്റവും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. അശാസ്ത്രീയമായ കാര്യങ്ങളെക്കുറിച്ചും വ്യാജ വാർത്തകളെക്കുറിച്ചും ബാബു സാർ ഇവിടെ പറഞ്ഞു. വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്കും ഒട്ടും തന്നെ മോണിറ്റർ ചെയ്യപ്പെടാത്ത സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ ലോകത്ത്
മെയിൻ സ്ട്രീം മീഡിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്നുള്ളത് നിങ്ങളെ എല്ലാവരെയും പോലെ അറിയുന്ന ആളുകളിലേക്ക് എത്തുകയും ഞങ്ങൾ പഠിക്കുകയും പഠിച്ച കാര്യം വീണ്ടും നിങ്ങളുമായി വെരിഫൈ ചെയ്യുകയും ചെയ്തുകൊണ്ട് മാത്രം ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്ത് നൽകുക എന്നുള്ളത് തന്നെയാണ്. അതൊരു വലിയ ട്രെമെൻഡസ് റെസ്പോൺസിബിലിറ്റിയാണ്. ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് മാധ്യമങ്ങൾക്ക് ഒഴിഞ്ഞു പോകാൻ കഴിയുകയില്ല. ഈ വ്യാജ പ്രചരണങ്ങളെ എങ്ങനെ തടയാമെന്നുള്ളത് കൂടി മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി മാറി നിൽക്കുന്ന ഒരു കാലത്ത് കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ പ്രത്യേകിച്ച് ക്യാൻസർ ഡിറ്റക്ഷനെ കുറിച്ച്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച്, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളെക്കുറിച്ച് എല്ലാം സംസാരിക്കുമ്പോൾ അശാസ്ത്രീയമായിട്ടുള്ളതോ തെറ്റായിട്ടുള്ളതോ ആയ ഒരു വിവരം നൽകാതെ ഈ 6 സീസൺസ് ഓഫ് കേരള ക്യാനും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയൊരു ശ്രമം ഉണ്ടായി എന്നുള്ളതിൽ നിന്ന് മീഡിയ പേഴ്സൺസിന് വളരെ വലിയ രീതിയിലുള്ളൊരു വിദ്യാഭ്യാസം ആവശ്യമുണ്ട്. ഈ ഓൺകോളജി ക്ലബിൻ്റെ 10ാം വാർഷികത്തിൽ എനിക്ക് ഡോക്ടേഴ്സിനോട്, പാരാമെഡിക്സിനോട് എല്ലാം അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം, ഞങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള വേദികളും കൂടി നിങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതിന്. വി ആർ റെഡി ടു ലേൺ ആൻഡ് വി ഹാവ് ടു ലേൺ ക്വൈറ്റ് എ ലോട്ട്. അത് ഈ പ്രത്യേകിച്ചും ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളത് ഓരോ ദിവസവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വാർത്ത ഒന്ന് എയറിലേക്ക് കൊടുക്കാൻ, ഒരു ബ്രേക്കിംഗ് ന്യൂസ്, ഒരു പുതിയ വേരിയൻ്റ് എന്ന് പറഞ്ഞൊരു സാധനം വന്നപ്പോൾ മുഴുവൻ ഫോൺ ലൈൻസും ക്ലോക്ക്ഡ് ആകുന്ന രീതിയിലുള്ള പാനിക്കാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജീവനെ സംരക്ഷിക്കുന്ന ജോലിയും നിങ്ങളുടെ തന്നെ ജീവൻ അപകടത്തിൽപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷനും ഈ പൊതുജനത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ലിങ്കാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള വിവരങ്ങൾ, വിദ്യാഭ്യാസം, ഞങ്ങളുടെ തെറ്റ് കണ്ടാൽ തിരുത്തുക. അത് മാറിയിരുന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്ത് തോന്നും എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. യു ഹാവ് ടു കറക്റ്റ് എന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് എന്നുള്ളത് പറഞ്ഞു തന്നുകൊണ്ട് തന്നെയുള്ള ഒരു കണ്ടിന്യൂസ് എൻഗേജ്മെൻറ്റ് വിത്ത് ദ മീഡിയ അത് ഉണ്ടാകണം എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. കേരള ക്യാൻ തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് മനോരമ ന്യൂസിൻ്റെ ഒരു തീരുമാനം എന്നുള്ളതാണ് എൻ്റെ സീനിയേഴ്സ് പറഞ്ഞിട്ട് എനിക്കിവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. നിങ്ങൾ ഓരോരുത്തരുമായിട്ടും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകുമെന്ന് തന്നെ കരുതുന്നു. അതോടൊപ്പം തന്നെ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യം, ഈ ക്യാൻസർ പേഷ്യൻസാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം. ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു സ്ഥലത്തേക്ക് എത്താനുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ അവൈലബിലിറ്റി തുടങ്ങി. അവർക്കൊരു ഡോക്ടറുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയി കാണാൻ പറ്റുമോ തുടങ്ങിയുള്ളൊരു സാഹചര്യം വരെ അവരനുഭവിക്കുന്ന ഒരു പ്രത്യേക ഒരു പ്രശ്നമുണ്ട്. മറ്റുള്ളവരെക്കാളും ഒരു പക്ഷേ അത് ഞങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ അറിയുന്നതിൻ്റെ ഒരു കുറവ് കൂടി കാണും. പക്ഷേ എനിക്ക് മനസ്സിലായിടത്തോളം ഏറ്റവും കൂടുതൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാണ്ടും സഹായം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് എത്താൻ കഴിയാണ്ടും ഫോക്കസ് മാറി മുഴുവനായിട്ട് ഒരു വലിയ പബ്ലിക് ഹെൽത്ത് ക്രൈസിസിന് മുമ്പിൽ ലോകം നിൽക്കുമ്പോൾ ഇതിലേക്കുള്ളൊരു ഫോക്കസ് കുറഞ്ഞതിൻ്റെ ഒരു കാര്യമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കും കൂടി ഒരു ഊന്നൽ നൽകിക്കൊണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും മറ്റ് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകണം. വിഷ്വൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഈ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, പേഷ്യൻസിൻ്റെ ബന്ധുക്കളുടെയും ഒക്കെ സ്വകാര്യത കൂടി സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ സ്വകാര്യത അത് ഒരു അതിർവരമ്പുണ്ട്, അത് വളരെ തിന്നായിട്ടുള്ളൊരു വരമ്പാണ്. അത് മറികടക്കാതെ ആളുകളെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകാതെ, പക്ഷെ അതേസമയം വിഷ്വൽസിൽ കൂടിയാണ് കഥ പറയേണ്ടതും. എഴുതിയാൽ പോരാ. അപ്പോൾ അവരുടെ സ്വകാര്യത എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ഒന്ന് കടന്നു കയറും നമ്മുടെ ക്യാമറ. അപ്പോൾ ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അത് കൃത്യമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് മാന്യതയും മര്യാദയും ഒരിക്കലും വിടാതെ അവരുടെ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവതരിപ്പിക്കുക എന്നുള്ളൊരു ചലഞ്ചുണ്ട്. അതിന് സെൻസിറ്റിവിറ്റി ആവശ്യമാണ്, വിവരങ്ങൾ ആവശ്യമാണ്, ശാസ്ത്രീയമായിട്ടുള്ളൊരു സമീപനം ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം ഈ കഴിഞ്ഞ 6 വർഷങ്ങളിലും തുടർച്ചയായിട്ട് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവാം, അത് ചൂണ്ടിക്കാണിക്കുക. പക്ഷേ ഈ അനുഭവമാണ് പങ്കുവയ്ക്കാനുള്ളത്. ഒരുമിച്ച് തന്നെ നിന്ന് പ്രവർത്തിക്കേണ്ട, പ്രത്യേകിച്ച് പാൻഡമിക്കിൻ്റെ കാലത്ത് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു ആരോഗ്യ സിനാരിയോയിലേക്കാണ് നമ്മൾ മാറുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ശ്രീദേവി. അടുത്തതായിട്ട് ജോസഫ് സി മാത്യു. അദ്ദേഹം സോഷ്യൽ മീഡിയ ഈ ക്യാൻസർ കൺട്രോളിൽ ഇതൊരു അനുഗ്രഹമാണോ ശാപമാണോ എന്നുള്ള വിഷയത്തിൽ സംസാരിക്കും. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികൾ,
ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, യഥാർത്ഥത്തിൽ IT-യെ സംബന്ധിച്ചൊരു സെമിനാർ ഉണ്ടായിരുന്നു. അതിൽ എന്നോട് പങ്കെടുക്കാൻ പറഞ്ഞില്ല, ഇതിൽ പങ്കെടുക്കാനാണ് പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ അവനവൻ ഇരിക്കേണ്ടിടത്തിരുന്നില്ലേ സംഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിചാരിക്കുകയായിരുന്നു. സത്യത്തിൽ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് എന്നാണ് എന്നെ പരിചയപ്പെടുത്തിയത് സ്വാഗതം ചെയ്യുമ്പോഴും. ഞാൻ ഇന്ന് വരെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുള്ള ആളല്ല. ഫേസ്ബുക്ക് ഞാൻ ലോഗിൻ ചെയ്തിട്ടില്ല. ഒരു സോഷ്യൽ മീഡിയ അതിന് മുമ്പുള്ളതും ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഞാൻ സോഷ്യൽ മീഡിയയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എപ്പോഴും സംസാരിക്കുന്ന ഒരാളാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്താണത് ഉപയോഗിക്കാത്തതെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. പിന്നീട് സമയമുള്ള ഒരു സമയത്ത് ഞാനത് വിശദമായിട്ട് പറയാം. കാരണം ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഫോർ ഹ്യൂമൻ ബീയിങ്സ്. അതൊരു വ്യവസായ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഒന്നായതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കുന്നവരതൊരു നോട്ടീസ് ബോർഡായിട്ട് മാത്രം ഉപയോഗിക്കുക. കാരണം ജനങ്ങളുടെ പ്രൈവസി ആവശ്യമില്ല എന്ന് വിചാരിച്ച് ആ ഡാറ്റ വിറ്റ് ഉപജീവനം നടത്തുന്ന റവന്യൂ മോഡലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നതായതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല. ഞാനത് നോട്ടീസ് ബോർഡായി ഉപയോഗിച്ചേനെ. പക്ഷേ പോകുന്നിടത്ത് പല കോളേജിലുമൊക്കെ സംസാരിക്കാൻ പോകുമ്പം എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങേണ്ടതുകൊണ്ട് ഞാനത് വേണ്ട എന്ന് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പക്ഷേ ഇവിടെ എല്ലാവരും സംസാരിച്ചപ്പോൾ മാധ്യമങ്ങളെക്കുറിച്ച് സംസാരിച്ചു. സത്യത്തിൽ ഈ മാധ്യമങ്ങളെന്ന് പറയുന്ന ഒരു നൗൺ അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മീഡിയം, എന്ത് മീഡിയം? മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇവർ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് എല്ലാവരും സുഹൃത്തുക്കളും ബഹുമാന്യരായ വ്യക്തികളാണെങ്കിലും ഞാൻ പറയുന്നത് ഇവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഫ്രിക്ഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവരാണ് തീരുമാനിക്കുന്നത്. പ്രിൻ്റ് മീഡിയയിൽ അവരായിരുന്നു തീരുമാനിച്ചിരുന്നത്. വിഷ്വൽ മീഡിയയിൽ അത്രത്തോളം എഡിറ്റിംഗ് ഇല്ല. പക്ഷേ അപ്പോഴും കുറേ തീരുമാനങ്ങൾ നേരത്തെ ശ്രീദേവി പറഞ്ഞ പോലെ അത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വിടുന്നു. അപ്പോൾ ദേ ക്യാൻ ബി കണ്ടക്ടേഴ്സ്, ദേ ക്യാൻ ബി സെമി കണ്ടക്ടേഴ്സ്, ദേ ക്യാൻ ബി ഇൻസുലേറ്റേഴ്സ്. ചില വാർത്തകൾ വേണ്ടെന്ന് വെക്കാം, ചില വാർത്തകൾ കണ്ടക്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രംഗത്തേക്ക് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നുള്ള രീതിയിൽ ഒരു പുതിയ സാങ്കേതിക വിദ്യ പുതിയ രീതിയിൽ വരുന്നു. അത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. എല്ലാവരുടെയും രീതികൾ അതിനനുസരിച്ച് മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ മാറ്റം വരുന്നിടത്ത് 1-to-1 കമ്മ്യൂണിക്കേഷന്, 1-to-many കമ്മ്യൂണിക്കേഷന്, many-to-many കമ്മ്യൂണിക്കേഷന് ഓരോന്നിനും സിനോണിമസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഈ പുതിയ സാങ്കേതിക വിദ്യയിലുണ്ടാകുന്നു. ഇമെയിൽ പോലെ 1-to-1 കമ്മ്യൂണിക്കേഷൻ, ബ്ലോഗ് പോലെ 1-to-many കമ്മ്യൂണിക്കേഷൻസ്. ദർ ആർ മെനി എക്സാമ്പിൾസ് ആൻഡ് many-to-many കമ്മ്യൂണിക്കേഷൻസ് ആർ ദർ. നിങ്ങൾ തെരുവിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു വാഹനാപകടം ഉണ്ടായാൽ നമ്മളവിടെ തെരുവിൽ നിൽക്കുന്ന ഒരാളോട് ചോദിക്കുകയാണ് ഈ വാഹനം അപകടം എങ്ങനെ ഉണ്ടായി. അപ്പോൾ ഒരാൾ പറയും അമിതമായ വേഗമായിരുന്നു, മറ്റൊരാൾ പറയും അലക്ഷ്യമായി ക്രോസ് ചെയ്തതാണ്. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങളൊരു അഭിപ്രായം അവിടുന്ന് രൂപീകരിക്കുകയാണ്. ദിസ് മേ ഓർ മേ നോട്ട് ബി റൈറ്റ്. അപ്പം നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആ ആൾ പറയുന്നത് ആളുടെ ക്രെഡിബിലിറ്റി അനുസരിച്ച് നിങ്ങളത് മുഖവിലയ്ക്ക് എടുക്കും. ബാക്കിയുള്ളവരുടെ ചിലപ്പോൾ തള്ളിക്കളഞ്ഞേക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ ആധാർ കാർഡ് കാണിച്ചേ, ID കാർഡ് കാണിച്ചേ എന്ന് പറഞ്ഞിട്ടല്ല നിങ്ങൾ ചോദിക്കുന്നത്. യു ആർ സ്പീക്കിംഗ് ടു സ്ട്രേഞ്ചേഴ്സ്. ഈ മെനു സ്ട്രീറ്റിലെ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ് സോഷ്യൽ മീഡിയ. അവിടെ ഫേക്ക് IDകളേ ഉള്ളൂ, അപരിചിതരേ ഉള്ളൂ. അതുകൊണ്ട് അവർ പറയുന്ന വാർത്തകളിൽ വ്യാജ വാർത്തകളുണ്ടാവും. നമ്മൾ എത്രയെല്ലാം വിചാരിച്ചാലും തടയാൻ കഴിയില്ല. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി. അത് തടയണം, ഓതൻറ്റിക്കായിട്ടുള്ളവർ മാത്രം സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് അൺഡെമോക്രാറ്റിക്കായിട്ട് അറിവില്ലാത്തവർ സംസാരിക്കേണ്ട എന്ന് പറയുന്നതിന് തുല്യമാണ്. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയേ പറ്റൂ. അത് ഈ സമൂഹത്തിന് ആവശ്യമാണ്. തെരുവിലെ മനുഷ്യൻ സംസാരിക്കും, അവൻ്റെ അറിവിനനുസരിച്ച് സംസാരിക്കും, അവൻ്റെ അജ്ഞത വിളമ്പും. അപ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഇതൊരു നെഗറ്റീവ് സൈഡാണ്. നിങ്ങൾ ക്യാമറ സോഫിസ്റ്റിക്കേറ്റഡായി, ക്യാമറ വന്ന് ഈ ബട്ടനെ പിടിപ്പിക്കാവുന്നതായി ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. നമ്മുടെ ജസ്റ്റിസ് ശ്രീദേവി ഒരു പ്രാവശ്യം പറഞ്ഞു ഈ മൊബൈൽ ക്യാമറ നിരോധിക്കണം എന്ന് പറഞ്ഞു. മൊബൈൽ ക്യാമറയല്ല, ചെറിയ ക്യാമറ നിരോധിക്കണം എന്നാണ് യഥാർത്ഥത്തിൽ ജസ്റ്റിസ് ശ്രീദേവി ഉദ്ദേശിച്ചത്. പക്ഷെ നടക്കത്തില്ല. ഇപ്പോൾ പണ്ട് നമ്മൾ കണ്ടിരുന്ന ഈ തലയിൽ കൂടെ തുണി ഇട്ടിട്ട് സ്മൈൽ എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കുന്നത് പോയി. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഹൗ ഡു യു കർബ് ദിസ് ഫോൾസ് ഇൻഫർമേഷൻ? ഓൺലി വിത്ത് ട്രൂ ഇൻഫർമേഷൻ, ഫാക്ച്വൽ ഇൻഫർമേഷൻ. അപ്പോൾ ഈ ഫാക്ച്വൽ ഇൻഫർമേഷൻ പറയുന്ന ഒരാൾ, നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നതിനെ അവിശ്വസിക്കുകയും
തെരുവിൽ നിന്ന് കേൾക്കുന്ന റൂമറുകളെ വിശ്വസിക്കുകയും ചെയ്താൽ, ഞാൻ ഈ മുഖ്യമന്ത്രിയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, എനി ഓർ ദി പ്രൈം മിനിസ്റ്റർ, ആ ലീഡറുടെ ക്രെഡിബിലിറ്റിയാണ് പ്രശ്നം. പക്ഷേ അത് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഡോക്ടേഴ്സ് സംസാരിക്കുമ്പോൾ, നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, ഡോക്ടേഴ്സ് സംസാരിക്കുന്നുണ്ട് പല മേഖലകളിൽ. യു ആർ ഓൾസോ യൂസിങ് സോഷ്യൽ മീഡിയ. Why is your voice not being, like Mr. R.S. Babu said, പല മേഖലകളിലും നിങ്ങളുടെ വോയിസിനാണ് ശ്രദ്ധ കൊടുക്കുന്നത്, കറക്റ്റ്. പക്ഷെ അതിനപ്പുറത്ത് ഈ തെരുവിലെ അശരീരികൾക്ക് ശബ്ദം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഐ റിക്വസ്റ്റ് ദി ഡോക്ടർ കമ്മ്യൂണിറ്റി ഹിയർ ടു ക്രോസ് ചെക്ക്. എന്തുകൊണ്ടാണ് സമൂഹം ഞങ്ങളുടെ വാക്കിന് വില കൽപ്പിക്കാതെ ഈ വാക്സിനെതിരായിട്ടും പുറത്തുമൊക്കെ സംസാരിക്കുന്ന സമൂഹത്തിന് വില കൽപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഐ എം ഓൾസോ പാർട്ട് ഓഫ് ദി സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി. നമ്മൾ യഥാർത്ഥത്തിൽ ക്രോസ് ചെക്ക് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ, ഇന്ന് രാവിലെ ഡോക്ടർ ചന്ദ്രമോഹൻ എന്നോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വാസ് ആസ്കിങ് മീ ഇതിനെക്കുറിച്ച് സംസാരിക്കുക, അതായത് ഈ ഫോൾസ് ഇൻഫർമേഷനെ കുറിച്ച്. ദാറ്റ് ഈസ് എ റിയൽ ഇഷ്യൂ. നമ്മൾ ഫേസ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ വാക്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ആൾക്കാർ പറയുന്നു വാക്സിനെതിരായിട്ട് പ്രചരണം നടത്തുന്നു. ആ എതിർ ശബ്ദങ്ങളെ അടച്ചുകൊണ്ട് നമുക്കിതിനെ പോകാമെന്ന് വിചാരിച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. This is a communication technology without boundaries. It is going to come anyway. Let me move on. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷ്വൽ മീഡിയയിൽ വന്നപ്പോൾ, ലൈക്ക് മൈ ഫ്രണ്ട് ശ്രീദേവി സെഡ്, വിഷ്വൽ മീഡിയയ്ക്ക് അതിൻ്റെ പ്രത്യേകതയുണ്ട്, ദൃശ്യങ്ങൾ കാണിക്കണം. അപ്പോൾ കുറച്ച് പെനിട്രേഷൻ സ്വകാര്യതയിലേക്ക് ഉണ്ടായേ പറ്റൂ. ബിക്കോസ് വിഷ്വൽസ് ഹാവ് ടു ബി ഷോൺ. യു ക്യാൻ ഐഡൻറ്റിഫൈ ഫ്രം ദ സറൗണ്ടിങ്സ്. സി, ദിസ് ഈസ് അനദർ മീഡിയ where people are speaking. They have got a stage. അവർ ഇത് സംസാരിക്കുന്നു. നേരത്തെയും ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഈ മൈക്കില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരെ കേൾക്കാൻ പറ്റാത്ത പോലെ ഈ മാധ്യമം ഇല്ലാതിരുന്നപ്പോൾ ആ സാധാരണക്കാരൻ്റെ ശബ്ദം ആരും കേട്ടിരുന്നില്ല. ഇപ്പോഴവൻ്റെ ശബ്ദം കേൾക്കുന്നു. അവൻ്റെ അല്പജ്ഞാനവും അജ്ഞതയും അവൻ്റെ വിവരക്കേടും ഒക്കെ അതുവഴി വിളമ്പുന്നുണ്ട്. അത് തുടരുക തന്നെ ചെയ്യും. ആ ലോകത്ത് ഇതേ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ശരിയായ ഇൻഫർമേഷനും ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രെഡിബിൾ പീപ്പിൾ ഷുഡ് സ്പീക്ക്, ആൻഡ് ദേ ഷുഡ് സ്പീക്ക് വിത്ത് ക്രെഡിബിലിറ്റി. പീപ്പിൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദറ്റ് ദിസ് ഈസ് എ മാൻ വിത്ത് ക്രെഡിബിലിറ്റി. എന്നാൽ മാത്രമേ ഈ സാധനത്തിന് ഒരു റീച്ച് ഉണ്ടാവുള്ളൂ. അവിടെയാണ് ഈ മാധ്യമത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മളിപ്പം ഡോക്ടറോട് ചോദിക്കാം എന്നൊരു പരിപാടി നടത്തുമ്പോൾ, സപ്ലൈ ഡ്രിവണായിട്ട് നിങ്ങൾ കൊടുക്കുന്നതിന് പകരം ഡിമാൻഡ് ഡ്രിവണായിട്ട് ഒരാൾക്ക് വേണ്ടപ്പോൾ ഇൻഫർമേഷൻ എടുക്കാൻ കഴിയുന്നൊരു മാധ്യമം, എത്ര ഡെപ്തിൽ പോകണമെങ്കിൽ പോകാൻ കഴിയുന്നൊരു മാധ്യമം, ഇതെല്ലാം ഉണ്ടായിരിക്കെ എക്സ്പെർട്സ് ഷുഡ് സ്പീക്ക്. അവരത് വിശദമായിട്ട് പറയുകയാണ് ചെയ്യേണ്ടത്. അവിടെ ഈ മാധ്യമം അവയർനെസ്സിൻ്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, നമ്മളൊരു ഹോർഡിംഗ് ബോർഡ് വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് മോബ് നടത്തണമെങ്കിൽ, വാട്ട് വി ഡു ഈസ്, നമ്മളൊരു ഫുട്ഫോൾ ഏറ്റവും കൂടുതലുള്ള ഒരു ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ഒരു മാളിൻ്റെ അവിടെ നടത്താമെന്ന് പറയും. ദിസ് ഈസ് എൻ എറീന വെയർ യു ഹാവ് ദ മാക്സിമം ഫുട്ഫോൾ. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ അവയർനെസ് ആൾക്കാരിലേക്ക് എത്താവുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിമാൻഡ് ഡ്രിവൺ ആയിട്ട് അവർക്ക് സെർച്ച് ചെയ്യാം. എങ്ങനെയാണ് ഡിമാൻഡ് ട്രിഗർ ചെയ്യാവുന്നത്? ഇത് ആക്ച്വലി ക്ലബ്സ് ലൈക്ക് യു, Trivandrum Oncology Club should sit together and decide, rather than ask certain voices to be shut down forever. That is not going to happen. And we all have to jointly fight for our pluralistic voices. പക്ഷേ അവരുടെ അടുത്തേക്ക് ഇതെങ്ങനെ എത്തിക്കാം, അതിന് ഈ മാധ്യമം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത്, ഐ റിക്വസ്റ്റ് യു ടു പുട്ട് യുവർ ഹെഡ്സ് ടുഗദർ ആൻഡ് ഫൈൻഡ് ഔട്ട് എ വേ. ലെറ്റ് us all join together in that. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതേപോലെ ഈ മാധ്യമത്തിൽ സർവൈവർ ഗ്രൂപ്പ്സിൻ്റെ കാര്യം നമ്മൾ ലോകത്തെമ്പാടും നോക്കിക്കഴിഞ്ഞാൽ ഡിസീസ് സ്പെസിഫിക് ആയിട്ട് മാത്രമല്ല, മ്യൂട്ടേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള സർവൈവേഴ്സിൻ്റെ ഗ്രൂപ്പുണ്ട്. patientslikeme.com. അത് ഒരു വലിയ ഗ്രൂപ്പ്, അവർക്കൊരു വലിയ സാന്ത്വനം ഉള്ളതായിട്ട് നമുക്കറിയാം. അപ്പോൾ ഈ വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളിടത്ത് പോലും ഈ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് അവർ ചേർന്ന് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പോസിറ്റീവ്സ് ഒരു സൈഡിൽ, അതിന് പ്രൊപ്പോർഷണലായിട്ട് നമ്മൾ നേരത്തെ ഉള്ള ലോകത്തിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് ആയിരുന്നപ്പോൾ എത്രത്തോളം ഉണ്ടായിരുന്നോ, ഇവിടെ കമ്മ്യൂണിക്കേഷൻ വർത്തതിന് പ്രൊപ്പോർഷണലായിട്ട് ഈ ഫോൾസ് ഇൻഫർമേഷനും വർദ്ധിച്ചു എന്ന് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. എനിവേ ഇറ്റ്സ് ഗോയിങ് ടു സ്റ്റേ. രണ്ടാമത്, ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളവും ഈ മീഡിയയിലൂടെ കൊളാബറേഷനുള്ള സാധ്യതകൾ. doximity.com US
I understand, I read 8 lakh doctors അതിൽ നെറ്റ്വർക്കിലുണ്ട്. 70% of all doctors in US are connected. അപ്പോൾ റെഫറൽസും എല്ലാതും ചെയ്യുന്ന തരത്തിലുള്ള ഒരു കൊളാബറേഷൻ, കൂടുതൽ കൊളാബറേഷൻ അവിടെ ഉണ്ടാകുന്നു. ബ്രസ്റ്റ് ക്യാൻസർ സോഷ്യൽ മീഡിയ എന്നുള്ള ട്വിറ്റർ ഹാൻഡിൽ, ട്വിറ്റർ കമ്മ്യൂണിറ്റി വഴി നടത്തുന്ന ക്യാമ്പയിന് അത് വളരെ ലോകശ്രദ്ധ ആകർഷിച്ച കാര്യമാണ്. അതുപോലെ മയോ ക്ലിനിക്ക് തന്നെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് അവരുടെ ഒരു ക്രൈറ്റീരിയ ആയിട്ട്, അക്കാഡമിക് ആക്ടിവിറ്റീസിൽ ക്രൈറ്റീരിയ ആയിട്ട് തീരുമാനിച്ച് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ഡിസിഷൻ അവർ നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് സ്റ്റിൽ ഓൺ, ഇറ്റ്സ് ഓൾറെഡി ഓൺ. അപ്പം മയോ ക്ലിനിക്ക് അത് ചെയ്യുന്നു. അപ്പോൾ ഡോക്ടേഴ്സിനോടും ആക്ച്വലി ഈ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഈസ് ഏർജിങ് ദം to participate more and more in social media activities and impart more knowledge. Equip the man in the street. See, അവൻ്റെ അജ്ഞതയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഈ കമ്മ്യൂണിക്കേഷൻ വർദ്ധിക്കുമ്പോൾ നേരത്തെ ഉള്ളതിൻ്റെ 10 മടങ്ങ് തോതിൽ അത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും കൂടിയാണ് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ മീഡിയ അക്കാഡമിയുടെ ഭാഗത്തും എനിക്കുള്ളൊരു സജഷൻ, യൂറോപ്യൻ സ്കൂൾ ഓഫ് ഓങ്കോളജി ബെസ്റ്റ് ക്യാൻസർ റിപ്പോർട്ടർ അവാർഡ് എന്നൊരു അവാർഡ് കൊടുത്ത് മാധ്യമപ്രവർത്തകരെ കൊണ്ടൊക്കെ ഇത് വാർത്ത ചെയ്യിക്കാൻ പ്രേരിപ്പിക്കാറുണ്ട്, അങ്ങനെ അവാർഡ് കൊടുക്കാറുണ്ട്. അത് നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ സമയം പോയതുകൊണ്ട്, ഞാൻ ഡോക്ടേഴ്സാണ് പ്രിഡോമിനൻ്റ്ലി ഉള്ളതെന്നുള്ളത് കൊണ്ട് ഞാൻ വേറെ ചില കാര്യങ്ങളും കൂടി, 1-2 കാര്യങ്ങളും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഒരു ഇത് നോക്കിയാൽ, എസ്പെഷ്യലി വെൻ യു ഗോ ടു ബിഗ് സിറ്റീസ്, നമ്മൾ നേരത്തെയുള്ള ഫാമിലി ഡോക്ടേഴ്സ് എല്ലാം മാറിയിട്ട് ഒരു പുതിയ സിറ്റിയിലേക്ക് പോയി നമ്മളൊരു ഫ്രഷ് ഒരു ഡോക്ടറെ കാണുകയാണെങ്കിൽ, ഈ നമ്മൾ പേഷ്യൻ്റ് അന്നേരം പറയുന്ന ഇൻഫർമേഷൻ കേൾക്കുന്നു. ഐ എം മേക്കിംഗ് തിങ്സ് വെരി സിമ്പിൾ, അതിനപ്പുറത്തുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങളുടെ കൊളീഗ്സിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ, യു ഡു എ ഡയഗ്നോസിസ്. ദാറ്റ് ഇസ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. അപ്പോൾ ഞാനൊരു IT പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കുമ്പോൾ ഈ ഒരു പ്രക്രിയ, യു അപ്രോച്ചിങ് എ ന്യൂ ഡോക്ടർ ഇൻ അനദർ ടൗൺ, യു മേ ഓർ മേ നോട്ട് വിസിറ്റ് ഹിം അഗെയിൻ, ഹി ലിസൺസ് ടു യു ഫോർ ദ ഫസ്റ്റ് ടൈം, he does a diagnosis based on his knowledge and what he has gained from his colleagues. This is tailor-made for big data. This can be automated. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, വേർ ദർ ഇസ് നോ ഡോക്ടർ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല, പക്ഷേ ഞാൻ പറയുന്ന ഒരു പ്രോഗ്രാമർ എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ ദിസ് ക്യാൻ ബി ഓട്ടോമേറ്റഡ്. അതായത് ഈ doctor's profession, if I understand correctly, is an art. Like you said about Mr. C.F. Thomas, it is an art. It is patient specific. There might be many generic things, but at the same time, അതിൻ്റെ അകത്തൊരു ഹ്യൂമൻ എലമെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ട്. See, we have been talking about Dr. Krishnan Nair. We have been talking about RCC. If I understand correctly, you know better, and you can correct me if I'm wrong. RCC had a culture. It still has some of that now. See, ഒരു patient അവിടെ ചെല്ലുമ്പം, you are primarily assigned a doctor, and that doctor is your doctor for the next 20 years, or till your death, or till you are cured. So if you need a surgical attention, then this doctor speaks as a knowledge bystander of this patient. See, this has been going on. ആൻഡ് ഇങ്ങനൊരു മോഡൽ, ഇത് കൃഷ്ണൻ നായർ സാറിൻ്റെ ഒരു ഡ്രീമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് അങ്ങനെ ഇമ്പോർട്ട് ചെയ്ത ഒരിത്, വൈ ഈസ് ഇറ്റ് ബീങ് ചേഞ്ച്ഡ് ഓൾ ഓഫ് എ സഡൻ ഇൻ ദ ലാസ്റ്റ് 3-4 years in the name of MDT, whatever? Tumor board was there even earlier. Why is it being changed? It is being changed for insurance companies. That is an allegation on my part. I request the Trivandrum Oncology Club to actually put your heads together and discuss. See, Dr. Bowen Thomas, when you were speaking here, you were saying, see, there are many clubs. Radiation oncologists in the club, surgical oncologists in the club, but we are an umbrella organization of all these oncology doctors together. Very good. അത് ഡോക്ടർ കൃഷ്ണൻ നായർ സാറിൻ്റെ ഒരു വിഷനുമായി ചേർന്ന് നിൽക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു ഹ്യൂമൻ അപ്രോച്ചിനെ മാറ്റിയിട്ട് ഇത് മാറ്റുന്നത്? ഇത് ഇവിടം കൊണ്ട് മാത്രം അവസാനിച്ചില്ല. See, what is this project called Digital Nerve in RCC? Why are doctors not speaking? I don't know. I'm not saying here. What is this project?
അവിടെ വന്ന പേഷ്യൻസിൻ്റെ അറിവോടുകൂടിയാണോ അവരുടെ വിവരം ടെക്നോ പാർക്കിലെ TCSലെ സെർവറിലേക്ക് മാറ്റിയത്? There is an MOU signed between RCC and Tata Group. Where is that MOU? I applied under RTI. It was not given. RCC said they don't have a copy. Where is that? See, Dr. Shashi Tharoor, when he was speaking here, he said, വിദേശത്തുള്ള NRK ഡോക്ടേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യണം, അവരുമായിട്ട് ചേർന്ന് ചെയ്യണം, അതിൻ്റെ അകത്ത് ഡാറ്റയുടെ കാര്യം ഇല്ല. ബെസ്റ്റ് പ്രാക്ടീസസ് ഷുഡ് ബി ഷെയർഡ്. ഈ കൊളീഗ്സ് തമ്മിലുള്ള ഡിസ്കഷൻ നടക്കണം. സയൻസ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ജോഗ്രഫിക്കൽ ടെറിട്ടറിക്കകത്ത് നിൽക്കുന്നതല്ല. നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഫ്രീ സോഫ്റ്റ്വെയർ നോളജ് ഷുഡ് ബി ഫ്രീ, ബട്ട് ഡാറ്റ ഈസ് കസ്റ്റം. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഇന്ന പേഷ്യൻറ്റിന് ഇന്നതെന്നുള്ളത് ആർക്കും വേണ്ട, ആ ഡോക്ടർക്കും വേണ്ട. ഈ നോളജും നെറ്റ്വർക്കും ഷെയർ ചെയ്യുന്നതിന് അത് തടസ്സവുമല്ല. അത് ഈ ഡാറ്റയും മറ്റതും തമ്മിൽ വേർതിരിക്കുന്നത് കൊണ്ട് പറ്റുന്നതാണ്. പക്ഷേ ഇവിടെ പേഷ്യൻ്റ് ഡാറ്റ വാസ് ഷെയർഡ്. ദർ ഇസ് എ പ്രോജക്റ്റ് കോൾഡ് കിരൺ. ഇറ്റ്സ് നോട്ട് പർട്ടിക്കുലർലി വിത്ത് ഓങ്കോളജി. Why are the doctors not speaking? How can you share such information with another group? Forget about geographical boundaries. It was shared to Canada. You leave that. But other than doctors, how can that be shared? See, this is, I conclude here. What I'm saying is, the doctors should regain trust. You feel you are keeping quiet and you are not indulging in unnecessary things. That is not the case. ആദ്യം ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സാധനത്തെ ക്രിട്ടിസൈസ് ചെയ്യേണ്ടത് നിങ്ങളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ നടക്കുന്നുണ്ട്. സ്പ്രിംഗ്ലർ വന്നപ്പോഴും പലരും സംസാരിച്ചില്ല. പോട്ടെ, അത് കുറച്ചുകൂടി ജനറിക്കാണ്. അപ്പോൾ ഈ പേഷ്യൻ്റ് ഡാറ്റയുടെ കാര്യത്തിൻ്റെ അകത്ത് രണ്ടാമത് അസിമെട്രി ഇൻ ഇൻഫർമേഷൻ ഫ്ലോ, ഈ രണ്ട് കാര്യങ്ങൾ സത്യത്തിൽ ഗൗരവതരമായി ഡോക്ടേഴ്സ് എടുക്കേണ്ട കാര്യമാണ്. We all feel technology can eliminate corruption. But like Mr. R.S. Babu was pointing out in his speech about patent, there are many things. Technology is actually centralizing corruption. How can a drug cost 20 crores? What is it made of? Diamond? What is it made of? They talk about research and other things. What research? How many NMEs have come from private sector? They are just making variants of this the drug funded by public sector. See, that's a bigger topic. But my question is, എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഇത് എതിർക്കാത്തത്? അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് നമ്മുടെ ആശുപത്രികളിൽ ഒരു അഡ്മിഷൻ കിട്ടാൻ 15 രൂപ അല്ലെ 10,000 രൂപ കൊടുക്കേണ്ട കേസിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ സംഭവിക്കുന്നത് ഇതിലും വൻ തുകകൾ, ഒരു അക്യൂമുലേഷൻ ഓഫ് വെൽത്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഹെൽത്ത് ഈസ് ബീങ് ഡിപ്രൈവ്ഡ്. ഇത് ഒരുപാട് കാര്യങ്ങൾ, ഹീലേഴ്സ് ഓർ പ്രൊഡക്റ്റേഴ്സ്, ദ ബുക്ക് ഹാസ് എക്സ്പ്ലെയിൻഡ് ഇറ്റ് ഫ്രം വേരിയസ് ആംഗിൾ. അപ്പോൾ അതുപോലെ നിരവധി പുസ്തകങ്ങൾ, ഐ ഡോണ്ട് ഹാവ് ടു ടെൽ യു. ബട്ട് ഐ റിക്വസ്റ്റ് ദി ഡോക്ടേഴ്സ് ഇൻ ട്രിവാൻഡ്രം, എസ്പെഷ്യലി ദി ഓങ്കോളജി ഡോക്ടേഴ്സ് ഇൻ ട്രിവാൻഡ്രം, to fight out these issues, at least in Trivandrum. You cannot keep your eyes closed on the digital nerve project. You have to make your policies clear. അപ്പോൾ ഡിജിറ്റൽ നെർവ് പ്രോജക്റ്റിനെ കുറിച്ച്, ഇതുപോലെ ഈ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് രംഗത്ത് വരുന്ന മാറ്റത്തെക്കുറിച്ച്, അത്തരം കാര്യങ്ങളിൽ ടെക്നോളജി നടത്തുന്ന ഇൻ്റർവെൻഷനെ കുറിച്ച്, ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടൊരു പേഷ്യൻ്റ് അറിയാതെ അവൻ്റെ ഇൻഫർമേഷനുകൾ പോകുന്നുണ്ടെങ്കിൽ അത് സേഫ് ഗാർഡ് ചെയ്യും. നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് അവർ വന്ന് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അവരവിടെ വന്നിട്ട് പരിശോധനയ്ക്കായിട്ട് നിങ്ങളുടെ ടേബിളിൽ കിടക്കുന്ന സമയത്ത് നിങ്ങളെ ദൈവത്തെ പോലെ കണ്ടിട്ടാണ് കിടക്കുന്നത്. യു ഹാവ് ടു പ്രൊട്ടക്ട് ദാറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ അവിടെ സൈലൻസ് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ. അതുകൊണ്ട് ഐ ജസ്റ്റ് വാണ്ട് ടു ഏർജ് യു അബൌട്ട് ദിസ്. താങ്ക് യു. എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് വി ഹാഡ് എ വെരി ഫ്രൂട്ട്ഫുൾ ഡിസ്കഷൻ, and that too most relevant questions have been raised from different platforms of the media, from print, vision and social media. I think many questions have been raised here, and doctors belonging to the Oncology Club, they need to answer some of these questions. I think we call it a day. Thank you. Thank you so much for the informative session.
Thanks a lot for the moderating personalities as well as the presenters. Thanks a lot. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ട്രിവാൻഡ്രം 10ാം വാർഷിക ആഘോഷവേളയിലായിരുന്നു ട്രിവാൻഡ്രം ഓൺകോളജി ക്ലബിൻ്റെ ശുഭാന്ത്യ നിമിഷങ്ങളിലേക്ക് നാം കടക്കുകയാണ്. So we move on to the last session of the day, and role of healthcare missionary in control of cancer എന്ന ടോപ്പിക്കിലുള്ള സെഷനാണ് we have scheduled as the last session. നമ്മൾ ഇന്നിവിടെ പുസ്തക പ്രകാശനം നിർവഹിച്ചിരുന്ന അർബുദം അറിഞ്ഞതിനും അപ്പുറം എന്ന ഡോക്ടർ ബോബൻ തോമസ് അവരുടെ പുസ്തകം ഇവിടെ ലഭ്യമാണ് എന്നൊരു അനൗൺസ്മെൻറ്റ് കൂടി ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം I would like to invite for the last session, റോൾ ഓഫ് ഹെൽത്ത് കെയർ മെഷീനറി ഇൻ കൺട്രോൾ ഓഫ് ക്യാൻസർ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സെഷൻ ചെയർ ചെയ്യുന്നതിലേക്കായി കേരള ജോയിൻറ്റ് DME ഡോക്ടർ തോമസ് മാത്യു അവർകളെയും ട്രിവാൻഡ്രം IMA ഡോക്ടർ പ്രതിദാനം ചെയ്തുകൊണ്ട് ഡോക്ടർ ജോൺ പണിക്കർ അവർകളെയും, അതുപോലെ തന്നെ ക്യാൻസർ കെയർ ആൻഡ് കൺട്രോൾ ബൈ ഗവൺമെൻറ് സെക്ടർ, ഹൗ ടു അവേക്കൻ ദി ജയൻ വിത്തിൻ എന്ന ടോപ്പിക്കിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനായി മലബാർ ക്യാൻസർ കെയർ സെൻറ്റർ തലശ്ശേരിയിലെ ഡയറക്ടർ ഡോക്ടർ സതീശൻ ബാലസുബ്രഹ്മണ്യൻ അവർകളെയും, പ്രൈവറ്റ് ആൻഡ് കോർപ്പറേറ്റ് സെക്ടേഴ്സ് ഫോർ കൺട്രോൾ ഓഫ് ക്യാൻസർ റോപ്പിംഗ് ഇൻ ന്യൂ പ്ലെയേഴ്സ് എന്ന ടോപ്പിക്കിൽ ഒരു പ്രസൻറ്റേഷൻ നൽകുന്നതിനായി കരിക്കിനോസ് ഹെൽത്ത് കെയർ റേഡിയേഷൻ സർവീസസ് ഡയറക്ടർ ഡോക്ടർ രാംദാസ് കെ അവർകളെയും, അതോടൊപ്പം നമ്മൾ ഫസ്റ്റ് ബിഗിൻ ചെയ്തിരുന്ന സെഷനിൽ നിന്ന് നമുക്കുള്ള ഒരു പ്രസൻറ്റേഷനുണ്ട്. മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി കെയർ ആൻഡ് കൺട്രോൾ ഓഫ് ക്യാൻസർ എന്ന വിഷയത്തെ ആസ്പദമാക്കി മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി കണ്ണൂർ പ്രസിഡന്റ് ശ്രീ D. കൃഷ്ണാനന്ദ പൈ അവർകളെയും സ്നേഹാദരവോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഫോർ ദ ലാസ്റ്റ് സെഷൻ celebrated the 1 decade of our success, the 1 decade of Oncology Club, right? The 10th anniversary we had celebrated, as well as we had gained a lot of informations too. Thank you so much for all the presents, and now it's the time for the last session, and we are moving to the finishing moments, the golden moments, as well as we have the golden moments, historic moments here. Thank you so much everyone, thanking you once again, and I would like to inviting for the last session. Thank you so much. Please come to the stage and please kindly proceed with the session. Thank you so much. Before starting this session, I would like to pay our sincere homage and tribute to our beloved Krishna Nair sir, who had been my teacher, mentor, and a fatherly figure. Also, I remember one of my closest and thickest friend, Dr. Iqbal. He was probably, I would mention him as one of the best cancer surgeon Kerala ever had seen. Today's subject, actually I am sharing with Dr. Thomas Matthew, who is the joint DME, Kerala. And the session is on role of healthcare machinery in control of cancer. In this thing, two things we should know. One is, definitely we have a few cancer centers in Kerala, specific cancer centers.
One, the thing is, they are treating patients, but we should introspect what exactly we are doing for preventing cancer. That is the most important thing, because we all know the cost of treatment, medical treatment and surgical treatment for cancer. It is a huge, day by day it is increasing. And definitely that's, the vast majority of the people cannot afford that also. The best thing is, of course, prevent cancer. In the name of preventing cancer, what we are doing certain things, especially in the cancer centers, 3 cancer centers and private hospital, we are doing screening and finding out patients, early detection. That's a good thing. But more than that, and doing certain media programs, the real cause of, we know that at least a few of the cases could be genetic, we cannot do something. But the vast majority has a particular cause. For example, as mentioned, tobacco. But unfortunately, the real cause, because as an ENT surgeon of 42 years experience, and I had been doing a lot of cancer surgeries also in the past. Only thyroid and head and neck I do. So this situation, I think we should spend, the hospitals, especially the hospital, both in government and private hospital, should go, the doctors especially should go into the cause and for the patient. And we can, most likely, I think, we can find out a reason for that. ആ രീതിയിലുള്ള ഒരു സ്റ്റഡി, ഐ ഡോണ്ട് തിങ്ക് കുറച്ച് സൂപ്പർഫിഷ്യൽ നമ്മൾ ഡേറ്റ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ദ പ്രോപ്പർ ഡേറ്റ കളക്ഷൻ, വി ഡോണ്ട് നോ ഒരു പർട്ടിക്കുലർ, ഫോർ എക്സാമ്പിൾ കുട്ടനാടിൽ, ഇഫ് വി സി ആൻ ഇൻക്രീസ് ഇൻ ദ ലിംഫോമ കേസസ് ഓർ വി സി എ കോളൺ ക്യാൻസർ, വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ എക്സാക്ട് അവരുടെ ലൈഫ് സ്റ്റൈലും വി ക്യാൻ ഐഡൻറ്റിഫൈ ദ റീസൺസ്. ആ രീതിയിലുള്ള ഒരു പ്രോപ്പർ സ്റ്റഡി ഐ തിങ്ക് ഇറ്റ് ഈസ് വി ഹാവ് നോട്ട് ഡൺ, ആൻഡ് ദിസ് ഷുഡ് ബി, I think the hospitals also, along with the government and other NGOs, we should definitely go through that type of a real effective and result-oriented research in cancer also. With these few words, I would request Dr. Sadishan Balasubramaniam. Namakariam, he is the person behind the Malabar Cancer Institute in Talacheri. Actually, I also, the first director of Malabar Cancer Institute was none other than Dr. Iqbal. After that, Dr. Sadishan has taken charge as the director. I would request Dr. Thomas Matthew, would you like to say a few words? Yeah. Yeah, you will come. And I would request Dr. Sadishan to deliberate and speak on the how to awaken the giant within and the cancer care and control by the government sector. Please come. Good evening to all. At the outset, I pay my tribute to Professor Dr. Krishnan Nair. I happened to meet him only a very few occasions, and my first meeting was with him in Secretariat after I took over as Director of Malabar Cancer Center, and he was sitting in the office of Minister. That time, Srimati teacher was the Minister of Health. So, Madam introduced sir to me. So she said, I think he is the best person to help you out. So I just asked him, if one advice you can give me, so what would be the best? So he only said only one thing: only help those who really deserve. That's the only thing he said. So that is something which, every day in my life, it keeps on repeating. And I've learned a lot from him, from that one single thing. It means a lot of meaning it has. So I may pay my tribute and homage to him. And at the outset, I thank Chandramohan and Boban for getting me over here.
And this is a very august audience. I could listen to a lot of discussions, and it has been something and a new information I could gather. And a lot of things I think we should take it forward in your life also. So regarding this topic, the how to awaken the government is already awake. So the government has already started working on it. So I just give a few general informations, and this is above 70, and this is the most common cause of death. We know that cancer is a disease of old age, and there's a significant demographic transition. And if you take, the NCDs take almost 71% of the deaths in the world. In India, it's around 63%, and cancer contributes around 9%. So in the Globocon, it's around almost 2 crores of new cancer cases and 1 crore deaths in 2020. That's what it shows. And we expect that it might increase by around 47% by 2040. And the world over, the most common is breast cancer, followed by lung and colorectal, prostate, and stomach. And the death-wise, it's lung cancer predominates, followed by colorectal, liver. So in the issue is that already currently in developed countries, the incidence is 2 to 3-fold higher than the developing countries. But in 2040, the maximum amount of increase is going to happen in the developing countries. In India, as per the ICMR NCRP data, it's around almost 14 lakhs of new cancer patients. We expect that to increase by almost 16 lakhs by 2025. And if you look at it, the highest incidence in the Northeast, then followed by, if you remove the Northeast, then Delhi is the second one. In men, this is as per the Trivandrum population-based registry, Trivandrum comes second. In women, it's mainly Bangalore, followed by Delhi. But interesting thing is that if you look at it, the incidence is almost half that of that in the Northeast. So here, the common cancer in India is the breast, lung, oral cavity, cervix, and tongue. This is something different from what is reported in the world. So this is what the change, the incidence of cancer from 1990 to 2016. Almost in Kerala, the incidence is jumped from 74 to 135 per 1 lakh population about the age-adjusted rate. So the statistics, as per the registry data, it's actually very incomplete because we have only very few registries in Kerala. One is there in Trivandrum. It started in 2011, which covered the Trivandrum district and also the Kollam as a rural registry. Then MCC started in 2014, and we cover 2 districts, that Kannur and Kasaragod. That registry report has to mature because we are waiting for our 3rd, 4th, and 5th reports. So now it has been extended from 2018. I think RCC also extended to other 3 districts, and we also extended to 5 districts. Now Ernakulam and Idukki are left out, and we hope that will also be covered by CCRC soon. So leading sites, this is the data from my institution, and this is the first 4 cancers. If you look at it, Kannur and Kasaragod. This is almost similar, except in Kasaragod, if you can look at it, this is, it simulates what available in an Indian scenario. So we have cancers, mainly stomach cancer, NHL, and prostate. And women, it is ovarian cancer is that the highest, one of the highest, I think. Then are we really worried of? To be frank, when you compare to the rest of, Northeast and also the developed countries, our incidence is very low. But what is it? Why are we really worried? Yes, we are worried because of one thing, the late detection, because most of our patients have come in advanced stage, nearly 60%. And the stigma still prevails. And we are such a, educated and literate group, and we have one of the maximum number of health magazines here. But unfortunately, still the stigma prevails there. And even stigma does not, stick to one particular group of it. Socioeconomically, it's spread across everywhere. Then misinformation campaigns, and it's very common, and many times, as somebody said earlier, we are not able to counter it. So that is one of the problems. High cost of treatment. Patients actually, the financial toxicity is so severe, they get into poverty. But why we are more concentrating now? Because this gives an opportunity. Because Kerala is moving to be the capital of lifestyle diseases. So when we are trying certain preventive measures to prevent cancer, it will have a collateral effects on the other lifestyle diseases too. So we have an opportunity now. If we start now, yes, it might take some years to come to a certain fruitfulness of our preventive measures. And unlike infectious diseases, when we take an action, we take a very preventive steps, and we can get the results very shortly. But in cancer, when you start our preventive measures, and that's part of the preventive measures is even an early detection also. So initial phases, there will be an increase in number of cases, and the preventive measures will show the fruitfulness only after maybe 10, 20, or 30 years.
So this is the 2030 vision document which Mr. Safirullah said, and in 2018, Professor Ramdas is here, and he was just one of the pivotal person who, in the preparation of this document, and it was just prepared with a vision to 2030. The major thing is that reduction of primary targets and secondary targets were kept. And one of the things the government decided was because how to reduce the financial toxicity, how to reduce the poverty caused by cancer. So to bring the public share to 80%, currently it is 60%, and now to bring it to 80% of the cancers shall be treated in government organizations. So that is the concept the government put it across. Because when compared to other diseases, it's a reverse. The private takes around almost 60 to 70%, and the rest is taken by the government. So what is that? Actually, mainly we looked at how to improve the cancer care infrastructure. So mainly the government's plan is that we'll have 3 apex cancer centers, and down south we have regional cancer centers, the oldest one, and there north it's Malabar Cancer Center, and CCRC is the new one which is coming up in the mid part. So we'll have 3 apex cancer centers, and we will have 5 or more comprehensive cancer care centers in the government sector. And in all medical colleges, now we know that the government medical colleges are coming up in every district. So we'll have specific tertiary centers in every district, and 10 comprehensive cancer centers in private hospitals, which already we have. So how to link them? Then different cancer hospitals and district hospitals, general hospitals, and other hospitals. So this is something what actually the number of 21 centers is actually now it is 133 centers. And so what we looked at is how to make this is, so there should be levels of treatment. We say cancer can be treated in every place. We don't think so, because cancer needs some specialized care, and we need specialists are there, and so they have to work together. So cancer is not one man's job. It is actually, it's a multidisciplinary job. So we need a specific infrastructure and specific manpower, human resources, and not only the doctors, but also a supporting system. So all these are needed, but it cannot be provided in all the places which you talk of. So we have a graded system. So we have to have some apex centers at the top, then we should have certain centers at the next to that. So it's a pyramid. So this is what the government plans. So the apex centers at the level 1. The level 2 is a comprehensive cancer centers and medical colleges. Then comes the community cancer clinics or district hospitals, taluk hospitals, and then comes the level 4 PSC. So main activities in PSC and CSC is that, and we go for awareness, public education, and if any, if it's suspected cancers, we refer to the level 3 centers where the detection could be done, a diagnosis could be done, and they take it for the treatment. They go to the comprehensive cancer centers and apex centers. Apex centers take care of certain highly specialized jobs. So this is something what, for example, pediatric cancers, bone marrow transplantations, and other specialized works. So this stratification based, and it should be certain resource-based allocations. So then comes the strategy. So with this strategy in place, I think the government started working on. So what the government always has started, there's no knee-jerk reaction in this case. Actually, the government did, good thing is that initially it is mainly an institution-centric approach which the government took. Now the government is taking a collaborative approach. That means, all the centers, and they're all brought together, all medical colleges were brought together, all those specialists, even in specialists in private care were also brought together, and multiple discussions were carried out, and then we went in for the formation of, the standard treatment guidelines, initial phases. The first step we took is how to make a standard treatment guideline. So this is one of the success of a collaborative effort. So all the centers, around 33 centers participated, over 200 experts. We worked on, multiple levels of meetings were conducted, and then we brought out a standard treatment guidelines. And another thing which the government immediately brought in is this formation of Kerala Cancer Care Board under the chairmanship of the health minister. And so that also includes representatives from the government and the private. Then the Kerala Cancer Registry and District Cancer Control Program. These 2 other things were brought in. But all these things, Kerala Cancer District Cancer Control Program, Cancer Research Strategy, digital platform aspect, all these things, even the private involvement, everything has been discussed and decided at the experts level involving all the 3 cancer centers, medical colleges, and other experts. So that was a collaborative effort. This is something that the major change the government brought in. So this is the adaptation of a standard treatment guidelines. And District Cancer Control Program is the Ernakulam. Initially, they tried it under the chairmanship of Dr. Moni, and was the director at that time. And he brought in this idea, and so he implemented it in Ernakulam as a pilot mode, and have the results. And it shows that it is quite an attractive and effective one.
The idea was that involve the public sector in the local self-government bodies, and so that the public representatives should also be included. Public should also be involved in the activities. So that was the idea behind it. So, and with this district cancer control program, I think the government this year has decided to implement that in Kannur under MCC and in Trivandrum under Regional Cancer Center. So we expect that by April, I think all the districts will have this particular. So now we have formed a district cancer control board under the chairmanship of district collector and patronage by the Jilla Panchayat. So Jilla Panchayat keeps money for that, and every Panchayat keeps money for that. So the monetary aspect is mainly funding support is from them. And we educate the public representatives, and they are also involved in the process. So the cancer centers work behind and give the technical support. So ultimately, the project is that of the public representatives or the LSG, not that of the ownership is with them, not with the cancer centers or with the medical colleges. So the idea was that the district cancer would also detect cancer early, because an organized training program is extremely difficult nowadays, but because of the population what we have. But we are moving towards the organized training program, maybe in a few years time by the end of this decade. So, and the diagnosis, once the problem is that we diagnose cancer, but many times, just earlier we heard a media person saying that she could not know where to get the treatment. So that is something important. The patient has to be directed. The patient navigation system is important. Proper referral pathway, where to be referred, and we have to take care of their after treatment also. That's also another interesting aspect. So when you looked at our data, what happened to patients after the treatment, when they go back, who takes care of them? Many times, they don't get a proper treatment. If they develop any complications there, they are not able to approach certain people. So we have to have a system by which somewhere nearby they can go and get the supportive system. So that is also an important part of it. So cancer research, yes, and we have developed a strategy and then given to the government, and the government looking into it. Then development of special facilities in apex cancer, as I said earlier. Then anticipated results is that, and we think, okay, probably we'll be able to downside disease at diagnosis because we are going for an early diagnosis. Then implementation of research stratified management system, then compliance to treatment and guidelines and treatment. That's something which very important. I think we are very proud to say that Government of Kerala is the first government in the country, and which even brought on an order saying that the multidisciplinary tumor board should be there on every cancer treating facility. That's actually one of the most welcome changes, and now it is being considered as something very progressive by other states also. So, and how to lower the out-of-pocket expenditure, how to prevent people getting into the poverty, that's something very important. The catastrophic expenditure, how we can bring it down. And another very important thing is that we expect that once this particular thing is once we implement it, I think the patient need not have to travel more than 20 kilometers for a cancer treatment. So these are different orders the government has issued, and over past almost a year. And then we are coming to the Kerala Cancer Registry. And the Kerala Cancer Registry, because we don't have any statewide registry, only PBCRs from so far, whatever the data the Trivandrum PBCR has, that was extrapolated the entire Kerala, and this is projected as the data of Kerala. But I think there are a lot of lacuna in that. So we need, for example, we just checked out what is when we set up our PBCR in Kannur, we could find that the type of cancers in northern part of Kerala is different from what is being reported here. Because here the thyroid cancer incidence is high, their thyroid cancer is not common. There's ovarian cancer is the most one. Among men, the stomach cancer is higher up because that's the second most common cancer. So this is here, it's a prostate cancer and oral cavity cancers are there. So there will be a difference in the cancer pattern in different parts. So unless until instead of extrapolating one data registry, I think we should have entire Kerala's registry. So that is the idea behind it. So we expanded, covering almost all the districts. The important thing is that the government has taken now bringing a digital platform. That is what Mr. Safirola said. And we are getting the cancer care suite. And this, we had a few discussions. Already the government is planning to put in certain teams in MCC and RCC. And so that we are planning to bring in Kerala cancer. So the idea is something like a SEER platform. So we will have a longitudinal follow-up of cancer patients, and we will know what will be survival, and where they get treated, and how their follow-up is going to happen. So this is the dream behind that particular platform, and hopefully we start with a small step and we see how we can go forward. So this is the Kerala Cancer Registry platform. We'll have 3 PBCRs and MCC in the northern 4 districts, then comes CCRC, and then
regional cancer centers. So 5 districts each will MCC and RCC will take, and the CCRC, once it's fully developed, they'll take the thing. But now the idea of this, the digital platform is more exciting because the entire data goes to a central server in the government, and I think anybody can pull it out. And we actually propose that, I think if a researcher wants to see that, for example, instance of colorectal cancer in Kerala, and what the survival, I think anybody can put it to a central research committee and get an approval, and they can do a research. I think the data will not be, the property of one center. So that is one of the problems we always face, because we suddenly believe that, no, we are the owners of the data. Definitely, owner of the data is not the institution, it is only the patient. So we are only custodians. And as somebody said, we have to know that, the knowledge is something which cannot be held with somebody, it has to be shared. Something like that, the knowledge sharing is something we all look at it when we go for the Kerala Cancer Registry. So mandatory registration of cancer, because we cannot make it as a notified disease. Simple reason as notified disease as per the Public Health Act is only for the infectious diseases. So we are bringing it as a mandatory registration of already the government has issued orders. So we are working along with the digital platform, and so that that will be extended to the private and slowly will become mandatory. Any cancer patient will be. So that is, they are planning to bring it in the Public Health Act. So that will, once it is enacted in that, I think it will be able to go ahead. So we will have a longitudinal data, we will get a prevalence data. We don't have any prevalence data now. So we will have prevalence data, and we will have a survival analysis. So it will be a government owned. Another step which took us is that we have National Cancer Grid, under the Tom Morrell takes the leads in that. So we also formed a small chapter here, and which we have met 2 or 3 times, but because of COVID, which got struck up. And this is a parallel effort from our side, and bringing private players into it. So private players can play a major role. Because government initial phases, they wanted to wait for some time before the private gets in. But we bring in a parallel thing where the private plays a major role in the National Cancer Grid. So Kerala Grid formation, this is only with the initial phases where all the cancer centers and the different levels of cancer centers are linked to the digital platform. And we will have, even I think, we'll bring it such a way that I think, the district hospital, they want to have an opinion. We can join the multidisciplinary tumor board of, MCC or RCC, and they can get an opinion. And something like that in which we can bring in. So there will be a defined referral pathway should be there. We should know what should be treated, because cancer, for example, thyroid cancer surgery, yes, it can be done in a government hospital, district hospitals. And breast cancer surgery, yes, it can be very well be done in that. But if it comes to a bone tumor, soft tissue sarcoma, it needs specialized care. So it has to come to a tertiary center where it is treated. So this sort of a referral pathway, what procedures can be done in different places, we are working it out. So that, the crowding in cancer centers and medical colleges can be brought down to a significant effort. So cancer care affordability, government has a lot of schemes, as somebody said earlier, because nobody knows that what are schemes there. I think it is our responsibility to put across the people that these are the schemes available. Nearly 40 lakh families in Kerala with a population of 3.37 crores, and it's around 40 lakhs is a sizable number. 40 lakh families are actually covered by these various schemes, and it helps the patients in a big way. So cancer literacy, this is one area, and the government, this is already planned to work on, and public education. This is something very important. The need for multidisciplinary tumor boards. I think that's just a good thing. I think that some patients, they come and ask her, and my case being discussed in a multidisciplinary tumor board. Yeah, that is something. And individual deciding on the treatment of cancer is not acceptable, because it has to be brought to a team of doctors, and where radiation oncologists, medical oncologists, surgical oncologists, pathologists, and radiologists all then sit together and see that, what it should be done for the best for the patient. And so that multidisciplinary approach is very important, and that is what we have looking for. And actually, good thing I would like to say that, MCC even started a molecular tumor board recently for, to bring in everybody in the molecular level. So the dedicated, and another thing is that often people believe that, okay, radiation oncology is still, recently I think the people used to talk, okay, if this cancer facility is there because there is a cobalt is there, the linear accelerator. No, it is not only that, because there are other specialists like medical oncology, surgical oncology, so they are also very important in place, because they are trained people in treating cancer. So these three are equally important, and they have to work too. Very important person is an oncopathologist, because a pathologist is the most important person who literally decide our quality of care. So this is something the public should also know, and so that, that the care could be improved. So we have to start thinking about the curability of cancer. It has to be informed public. And cancer is no more a deadly disease, it is a highly curable disease, and survivorship is something what we have to prevent. So thank you very much. This is my center, and it's located in Thalassery. Why I'm telling is that even now when I go to Secretariat and talk about Malabar Cancer Center, some fellows will ask me, sir, is that in Calicut? Thank you.
Thank you, Dr. Sadishan. I think by now everyone will know that your center is in Telicheri. And as you are doing yeoman service as well as maximum media work also, all rolled into one. Congrats for that. And let me invite Dr. Ramdas sir. He has been the superintendent of RCC for quite some time, and I was surprised to see him as Director of Radiation Services, Karkinos. So we are here to hear about Karkinos and the models you are going to you have been working on with your ample experience in the government sector. Over to you, sir. Dr. Ramdas K. folder. Good evening, everybody. I wish to start my talk remembering Krishna Nair sir and his contribution towards cancer control in our country, not only in Kerala, across India. So I'm supposed to talk on the role of private sector in cancer control. Dr. Sadishan has already told you about the challenges we face and what are the steps taken by the government to address these issues. Let me quickly go through my slides. I know that we are all already late. So he has already told you about the burden. 1 in 9 people is going to develop cancer in India. And what are the issues in this field? The most important, everybody is talking that most of the patients are coming in late stages and our results are poor. What are the reasons for that? One is lack of awareness, everybody knows. Transportation, because it's a very big issue. Because patient has to travel 8 or 10 hours to reach a cancer facility. Because most of the cancer centers are located in major cities. And it is not a properly distributed cancer facility, hospitals. Because that's the reason people have to travel a lot of distances. And there is a lot of money involved in this issue. Because they have to have money for travel, stay, and all these costs, indirect costs, will be almost equal to the cost of the treatment. That everybody should, the people are forgetting that issue, that indirect cost. And all of you know that its treatment is very costly. And the facilities in the government sector is not adequate, because there are facilities, but when you compare the demand, the facilities are not adequate. There's a lot of waiting list, a lot of delays happening for diagnosis as well as for treatment. So overcrowding, delays, and then social stigma. These are the reasons for people coming to us in late stages. So how can we address this? There are a lot of wide spaces within our healthcare system. Lack of awareness and lack of infrastructure leads to 75% of patients are coming in advanced stages, and poor insurance penetration. 80% of patients are not able to complete the treatment, and the talent shortage and poor standard, unnecessary investigation and unnecessary treatment is happening because of this issue. So when you look at the India's healthcare system, the government healthcare infrastructure is severely underdeveloped. India's per capita public and private healthcare spending in 2010 is $87. In the case of cancer, it is less than $10 per capita expenditure compared to $100 in developed countries. And there is a lack of beds. The private sector accounts for 63% of the hospital beds in India, and government reports indicate that the country is 81% short of specialists, especially in the rural areas. So there is an acute shortage in terms of manpower and infrastructure, and there is a lot of waiting lists in the government. If
a patient has to wait for a surgery for 3 to 6 months in the government sector, whereas if it is in the private sector, it's only few days. And again, 50 to 70% of patients are going to government because they cannot afford the cost in the private sector. So what are the drawbacks of the public sector? Limited number of centers. As I mentioned earlier, five districts are not at all touched in Kerala. There is no facilities in 5 districts in Kerala. There is not even a single hospital, not even in private sector. There is no single hospital in 5 districts in Kerala still. And it is, most of the centers are located in selected cities. Overcrowding leads to delays in investigations and treatment. And unregulated private practice in the government. I'm so sorry to say that unregulated private practice is still happening in the public sector. And lack of resources compared to the demand. Ambiguous policies with no financial backing. For example, government will give you machines, infrastructure, but they won't give you manpower. So how to use all these machines? So there is ambiguous policies and a lack of commitment for long-term sustenance of programs in cancer care. That is what is happening in our state. What are the drawbacks in the private sector? High cost, largely unaffordable by most of the patients, leading to high frequency of treatment interruptions. Enormous cost. Largely unregulated clinical practice. People practice on their own. They don't follow the guidelines. They use whatever facilities available in the hospital. They don't even refer cases for this. And there is no tumor boards. Tumor board is important. And clinician salary is related to the income generated. This leads to unhealthy practices, unnecessary investigation, use of costly treatment. All these things happen because the clinician salary is related to the income he generates in the private sector. And clinicians' expertise is limited. They don't have all expertise in the private sector. So they have nowhere to get it. And lack of teamwork. People work individually. There's no concept called teamwork in private sector. What are the facts? Delayed involvement of oncologists. Some of the patients, they come to they reach the oncology center very late because some of the interventions have already happened, the damage has already happened. Poor utilization of evidence-based treatment guidelines. Clinicians practice empirical, as I mentioned earlier, based on their anecdotal experiences. Inadequate understanding of the principles of multidisciplinary comprehensive cancer management. Inadequate expertise in secondary and tertiary centers. Lack of MTTs and virtual tumor boards in treatment centers. How do we minimize the cost of digitalization of evidence-based treatment guidelines for common cancers? Now we have taken steps to address this issue. Cost-effective treatment approaches in surgery, radiotherapy, and every fielding, including chemotherapy. Evidence-based use of costly drugs. When you use a costly drug, it should be based on the evidence. Cost-adjusted effective care for palliative treatment. Don't use expensive medicines for getting few weeks of extra life. Unnecessary practice. So when you are treating a patient in the palliative sector, so cost-adjusted effective care should be provided. Encourage use of generic drugs to minimize the cost. Standard treatment guide we have already covered. Dr. Satish has explained all these things. Dr. Satish, you look at this thing. Do we need a bigger centers? This is this thing taken from Mumbai. People are waiting for days to get registered in a cancer center. That is the situation in India. Do we need more cancer centers? So look at, we have now 23 cancer centers in the state with all facilities. So this, Dr. Satish has already pointed out this thing. Our incidence is on the increase. So we know cancer is increasing in every country, but look at the figures. The survival rate in India compared to USA is extremely low because most of the patients are coming in a very advanced stages.
And there's a lot of waiting list, and out-of-pocket expenditure is high. So do we need more centers, or do we need a different way of approach? Because when you sit in the hospital and treat patients, you keep on treating advanced cases and your outcome is poor, going to be poor. So we need a different approach in this field. Improved accessibility and efficiency should be there. Affordability and quality care versus profitability. There should be a line drawn between affordability and profitability. In the private sector, profitability is important, but it should not, there should be a line. There should be a control by the government. Now, COVID has taught us several things. When we started the RT-PCR, the cost was very high. The government controlled the rates. Like that, there should be a control over private sector in terms of cost. Reduce out-of-pocket expenditure, you introduce universal healthcare insurance policy, promote awareness and early detection and prevention methods, share knowledge and expertise between various centers. Now it's a digital world. It's very easy to share. And COVID also taught us how best we can, the distance is not an issue nowadays, because you can talk to anybody in the world without traveling. So that's the advantage of the COVID pandemic. Virtual tumor boards. You can have virtual tumor and support centers where there is no facility, where there is limited resources available. You can provide them expertise through virtual tumor boards. Proper navigation of patients. Again, if patients are not properly guided, there will be delays in diagnosis and treatment. So proper navigation is very important. And India-centric research. Don't try to imitate what others are doing. Try to develop or try to do research to improve the situation in India. Coordinate effort between public and private sector is very, very important. I am going to talk to you about a prototype, the Karkinos Healthcare. It's a technology-driven, purpose-driven oncology platform for democratizing of cancer care in a participatory fashion with existing healthcare providers, researchers, and technologists. So 4 things are very important. One is we are focusing on prevention and early detection. We are planning to have 80 centers across the state so that we can facilitate early detection. Improve diagnostic and prognosis. We are going to set up a major lab at Cochin, and through telepathology and teleradiology, we can provide services to several, we can cater the entire state. Optimize personalized treatment. We can provide virtual tumor. We have expertise. We have several experts in Karkinos who can provide virtual tumor board facilities to centers where there are lack of expertise. And improve post-treatment care. Even if they are treated at Trivandrum or MCC, when they go back to their respective districts, for each and everything they have to go back to the center. So that is causing a lot of expenditure to the family. So try to deliver post-treatment care in each district through distributed cancer care facilities. This is what is going on. Dr. Satishan has mentioned that in government sector, there's a pyramid. Same thing in the private sector. So we are planning to have a major community program. Then we are not going to start hospitals. We are going to help hospital where there is lack of infrastructure and lack of expertise. We will provide expertise to the existing hospitals. And similarly, L2 centers with the radiotherapy facilities. We can have a centralized planning facility available in the Karkinos. And then only for complex treatment, we can have Apex centers in the private sector, similar to that one planned in the public sector. So we are again concentrating on genomic and that is for diagnosis as well as to predict the outcome and then the prognostication and directing the treatment. And we are going to have a centralized command center which will guide people. They will give them proper advice, they will navigate patients, they will help them to get treated, whether it's in the public sector or in the private sector.
And then we will also trying to provide telepathology and radiology services to people. And we are also going to set up a major training center and laboratories with all digital facilities so that we can generate human resources in our state. Technology is all pervasive, has the potential to transform the cancer care. Digitalization is impacting our behavior everywhere. If people are blaming the technology and using mobile phones. Look at this picture. In 2009, Thrissur Puram. Look at the quality. See here, in 2019, see, clarity is different. And see, everybody is having a smartphone in their hands. So things are changing. We have to change. So this is what I explained, the need for the various facilities. This is how we navigate our patients again. So we are also planning to have a cancer Suraksha insurance scheme, because most of the insurance schemes will not support early detection or will not provide this thing for screening or this thing. Now we are going to have a facility where it will be supported, and we will help the patient to cover the entire treatment up to a tune of 10 lakhs. So to summarize, identify and correct shortfalls in public and private sector. There are shortfalls, so identify them and take corrective steps. Need for governance and regulation on cancer care, especially on the cost of treatment. Ensure appropriate standards of care and quality. Avoid what is cherry picking? Private hospitals, they treat patients until they run out of their finances. Then they send them to public sector. That kind of things should not happen. There should be regulation. When they take somebody for treatment, it is their responsibility to complete the treatment. Transparent indicators of quality and outcome. Insurance coverage for early detection, prevention of common cancers. Don't do screening for rare diseases. Improved cancer awareness, both among public as well as among professionals. What is the way forward in this field? Public-private partnership. Avoid duplication and underutilization of services. We can share services, whether it's in the private or public sector. If government has fixed rate, whether you treat it in the public sector or private sector, there's no difference. Avoid unhealthy competition between various centers. Invest in essential infrastructure, human resources, and newer cost-effective technologies in diagnosis and treatment. Thank you. And thank you, Karkinos. I think the next session is also clubbed with this, and I invite Sri D. Krishnananda Pai, who is the president of Malabar Cancer Care Society, and they have won the award also, to make his presentation. താങ്ക് യു ഡോക്ടർ തോമസ് മാത്യു. ഞങ്ങളുടെ പുതിയ സുഹൃത്ത് ഡോക്ടർ രാംദാസ്, തലശ്ശേരി MCC ഡയറക്ടർ ഡോക്ടർ ബാലസുബ്രഹ്മണ്യം, ഞങ്ങളുടെ എക്കാലത്തെയും മാർഗദർശിയായ ഡോക്ടർ ബാബു മാത്യു സാർ, പ്രിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ആദ്യമായി ഞങ്ങളുടെ എക്കാലത്തെയും മാർഗദർശിയായിരുന്ന പത്മശ്രീ ഡോക്ടർ കൃഷ്ണൻ നായരുടെ ഓർമ്മകൾക്ക് മുന്നിൽ നമിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ പ്രസൻറ്റേഷനിലേക്ക് കടക്കുകയാണ്. ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പോഴും വൈദ്യശാസ്ത്രത്തിന് പൂർണ്ണമായിട്ടും കീഴ്പ്പെടാത്ത ഒരു രോഗമാണ്. അതൊരു യുദ്ധമാണ്.
ആ യുദ്ധത്തിൽ നമുക്ക് ധാരാളം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആവശ്യമാണ്. നമ്മുടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്ന തലശ്ശേരി RCC, തലശ്ശേരി MCC, തിരുവനന്തപുരം RCC എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു ആർമി, അതിൻ്റെ ഒരു റോളാണെങ്കിൽ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെല്ലാം, പ്രൈവറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതേമാതിരി NGOs, നമ്മുടെ ഒരു യുദ്ധം ജയിക്കണമെങ്കിൽ അതിൽ നമുക്ക് എയർഫോഴ്സിൻ്റെ വലിയ കമ്മിറ്റ്മെൻറ്റോടുകൂടിയുള്ള സർവീസ് ആവശ്യമാണ്, നേവിയുടെ സർവീസ് ആവശ്യമാണ്. നമ്മുടെ എല്ലാവരുടെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ വൈദ്യശാസ്ത്രത്തിന് പൂർണ്ണമായും കീഴ്പ്പെടാത്ത ക്യാൻസറിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അവിടെയാണ് നമ്മുടെ ട്രിവാൻഡ്രം ഓൺകോളജി ക്ലബിൻ്റെ ഈ വിഷനോട് കൂടിയുള്ള ഈ ഒരു സംഗമത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ഉൾക്കൊള്ളുവാനാവുന്നത്. ഇത്തരത്തിൽ നല്ലൊരു പരിപാടി സംഘടിപ്പിച്ച ട്രിവാൻഡ്രം ഓൺകോളജി ക്ലബിനെ ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പ്രസിഡൻറ്റ്, അതുപോലെ ഞങ്ങളുടെ പ്രിയ സുഹൃത്തായിട്ടുള്ള ഡോക്ടർ ചന്ദ്രമോഹൻ, എല്ലാവരെയും ഞാൻ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ നന്ദി ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഈ യുദ്ധത്തിൽ നമുക്ക് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ക്യാൻസർ പേഷ്യൻസാണ്. തൊട്ടടുത്ത് നിൽക്കുന്നത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സാണ്. NGOs, പ്രൈവറ്റ് സെക്ടേഴ്സൊക്കെ നമ്മുടെ എയർഫോഴ്സിൻ്റെയും നേവിയുടെയൊക്കെ റോള് വേണമെങ്കിൽ അവർക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. അതിൽ യുദ്ധം നമ്മൾ ജയിച്ചു കഴിയുമ്പോൾ നമ്മുടെ വിന്നേഴ്സായിട്ടുള്ളത് ക്യാൻസർ പേഷ്യൻസ്, അവർ വിന്നേഴ്സായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അവർ വിന്നേഴ്സ് ആണെങ്കിലും ദേ ആർ വൂണ്ടഡ്. അവർക്ക് പിന്നെയും നല്ല സംരക്ഷണവും നല്ല ചികിത്സയും എല്ലാം ആവശ്യമായി വരുന്നു എന്നുള്ളതാണ് സത്യം. ഈ യുദ്ധത്തിൽ നമുക്ക് ജയിക്കണമെങ്കിൽ ധാരാളം ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ ആവശ്യമായി വരും. ആ ആയുധങ്ങൾ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ക്യാൻസറിനെ നേരത്തെ കണ്ടെത്താനും പ്രതിരോധിക്കാനും ഏറെ സഹായകരമാവും എന്നുള്ളത് ഞങ്ങളുടെ 33 വർഷത്തെ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി തിരുവനന്തപുരം RCCയുടെ സഹായത്തോടു കൂടിയിട്ട് 33 വർഷമായിട്ട് 1,20,00,000 ആളുകളെ അവരുടെ വീട്ടിലെത്തി 1-to-1 അവയർനെസ് നടത്തി അത്ര റീച്ചുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾക്ക് നടത്തുവാൻ വേണ്ടി കഴിഞ്ഞത് ഈ അവസരത്തിൽ അഭിമാനത്തോടെ ഓർക്കുകയാണ്. 1,20,000 വോളണ്ടിയേഴ്സിനെ ഞങ്ങൾ ക്യാൻസറിനെതിരെയുള്ള പ്രവർത്തനത്തിനുള്ള ഭടന്മാരായിട്ട് വാർത്തെടുത്തുകൊണ്ട് അവർ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രവർത്തന പ്രാധാന്യം എത്രയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനെ കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ ഏറ്റവും പ്രധാനമായി നിൽക്കുമ്പോൾ തന്നെ ഹെൽത്ത് ആക്ടിവിസം അതും ഏറ്റവും പ്രധാനമാണ്. ഹെൽത്ത് ആക്ടിവിസം എന്ന് പറയുമ്പോൾ ഇന്ന് 1/3 ഇത് ക്യാൻസറിനും കാരണമായിട്ടുള്ള പുകയിലയുടെ ഉപയോഗം നമുക്ക് തടയാനായിട്ട് ഹെൽത്ത് ആക്ടിവിസം ഏറെ സഹായകരമാവും എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. പുകയിലയുടെ അല്ലെങ്കിൽ ബീഡിയുടെ ഈറ്റില്ലമായിട്ടുള്ള കണ്ണൂരിൽ ഞങ്ങൾ ആദ്യം പ്രവർത്തനം തുടങ്ങുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് വലിയ എതിർപ്പും ശത്രുതയും ഉണ്ടായിരുന്നു. അന്ന് ദിനേശ് ബീഡി എന്ന് പറയുന്ന സ്ഥാപനം, കണ്ണൂരിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്ന സ്ഥാപനം, ഞങ്ങളെ വിളിച്ചു പറഞ്ഞിരുന്നു, നിങ്ങൾ എത്ര തന്നെ ശക്തമായിട്ടുള്ള അവയർനെസ് നടത്തിയാലും ഞങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല, ബീഡി വ്യവസായം തഴച്ചു വളരും എന്ന് തന്നെ അവർ പറയുന്നു. അതിൻ്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ പണിക്കർ, അദ്ദേഹം പിന്നീട് ഒരു 10 വർഷത്തിന് ശേഷം നടത്തിയ ദിനേശ് ബീഡി ഡൈവേഴ്സിഫിക്കേഷൻ സെമിനാറിൽ അദ്ദേഹം പറഞ്ഞത്, മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി അടക്കമുള്ള സംഘടനകൾ നടത്തിയ നിരന്തരമുള്ള ബോധവൽക്കരണ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ വ്യവസായം വളരെ ക്ഷയിച്ചു പോയിരിക്കുന്നു. ഒരു ഡൈവേഴ്സിഫിക്കേഷനാണ് ഇനി മുന്നിലൊരു മാർഗം എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഞങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനം. ഈ 1,20,000 വോളണ്ടിയേഴ്സിനെ ട്രെയിൻ ചെയ്ത് അവർ വീടുകളിൽ പോയി ബോധവൽക്കരണം നടത്തുമ്പോഴത്തേനും അവർ ഏറ്റവും പ്രധാനമായിട്ട് പുകയിലയ്ക്കെതിരെ, മദ്യപാനത്തിനെതിരെ, നല്ല ശീലങ്ങൾക്ക് എന്തൊക്കെയാണെന്നുള്ള ബോധവൽക്കരണം അവർ നടത്തിയിരുന്നു. അങ്ങനെ ഹെൽത്ത് ആക്ടിവിസം നമുക്ക് വളരെയധികം ക്യാൻസർ നിയന്ത്രണത്തിന് ഗുണകരമാകും എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ജയിലുകളിൽ പുകവലി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നത് ഞങ്ങളുടെ ശക്തമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിരുന്നു. TP സെൻകുമാർ DGP ആയിരുന്ന സമയത്താണ് ജയിലുകൾ പുകവലി നിരോധിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ജയിലായിരുന്നു കേരളത്തിലത് പുകവലി നിരോധിച്ചുകൊണ്ടുള്ളത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും പിന്നീട് ഇതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് ജയിലുകളിൽ പുകവലി നിരോധിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഹെൽത്ത് ആക്ടിവിസം ഏറെ ക്യാൻസർ നിയന്ത്രണത്തിന് ഈ യുദ്ധത്തിൽ നമുക്ക് പ്രയോജനം ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ട്റീച്ച് എയർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ഈ യുദ്ധത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധമാണ്. നമുക്കറിയാം, ഇന്ന് തിരുവനന്തപുരം RCCയും തലശ്ശേരി MCCയും എല്ലാം നല്ല എക്സലൻ്റ് ആയിട്ടുള്ള സർവീസ് കൊടുക്കുന്നുണ്ട് എങ്കിൽ കൂടിയും അവിടെ എത്തിപ്പെടുന്ന പേഷ്യൻസ് വളരെ നേരത്തെ ഉള്ള അവസ്ഥയിലല്ല, ടെർമിനൽ സ്റ്റേജ് ഉള്ള അവസ്ഥയിലാണെങ്കിൽ കാര്യമായിട്ട് ആ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സിനെ കൊണ്ട് സമൂഹത്തിന് അത്തരം രോഗികൾക്ക് ഗുണകരമാവില്ല എന്നുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം ആ യുദ്ധത്തിൽ, ക്യാൻസറിനെതിരെയുള്ള യുദ്ധത്തിൽ നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ നേരത്തെ കണ്ടെത്തുന്ന പ്രവർത്തനം ഏറെ പ്രധാനമായതുകൊണ്ട് ഔട്ട്റീച്ച് ആക്ടിവിറ്റി, എയർലി ഡിറ്റക്ഷൻ ആക്ടിവിറ്റി ഏറ്റവും പ്രധാനമാണ്. ഇന്ന് ലോകാരോഗ്യ സംഘടന 2030 കൂടിയിട്ട് ഗർഭാശയമുള്ള ക്യാൻസറിനെ പൂർണ്ണമായിട്ടും ഇറാഡിക്കേറ്റ് ചെയ്യാൻ വലിയൊരു യുദ്ധപ്രഖ്യാപനമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ വർഷം നടത്തുകയുണ്ടായി. അതിൻ്റെ ഏറ്റവും പ്രാധാന്യത എന്ന് പറയുന്നത് സ്ക്രീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. HPV വാക്സിനോടൊപ്പം തന്നെ സ്ക്രീനിങ്ങിനും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആ സ്ക്രീനിങ് ഈ ഔട്ട്റീച്ച് ആക്ടിവിറ്റിയുടെ പ്രധാന ഒരു ഘടകമാണ്. അത് നമുക്ക് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ സർവിക്കൽ ക്യാൻസർ ഇറാഡിക്കേഷൻ നമുക്ക് സാധ്യമാകും. മറ്റുള്ള രോഗങ്ങൾ, മറ്റുള്ള ക്യാൻസേഴ്സിനെയും നമുക്ക് കണ്ടെത്തുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് രോഗം കണ്ടെത്തി കഴിഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ച് ഇടത്തരം മിഡിൽ ഇൻകം ഗ്രൂപ്പ് അനുഭവിക്കുന്ന വലിയൊരു ദുരവസ്ഥ എന്ന് പറയുമ്പോൾ അവർക്ക് ഗവൺമെൻറ്റിന് സഹായം കിട്ടുന്നില്ല, അവർക്ക് കയ്യിൽ പൈസയില്ല. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. മിഡിൽ ഇൻകം ഗ്രൂപ്പിന് നമ്മുടെ ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ചെറിയ പ്രീമിയത്തിലുള്ള ഇൻഷുറൻസ് പോലുള്ള പരിപാടികൾ ആവിഷ്കരിച്ചാൽ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. പാവപ്പെട്ട ആളുകൾക്ക് ഇന്ന് നമ്മുടെ കാരുണ്യ ആരോഗ്യ സുരക്ഷയുടെ ഭാഗമായിട്ട് 5 ലക്ഷം രൂപ വരെ സഹായം കിട്ടുന്നുണ്ട്. പക്ഷേ മിഡിൽ ഇൻകം ഗ്രൂപ്പിന് അത് കിട്ടുന്നില്ല. 3 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ളവർക്ക് അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അന്നേരം അത് ഏറ്റവും പ്രധാനമാണ്. അതേപോലെ തന്നെ രോഗം കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യം ഏറ്റവും പ്രധാനമാണ്. ഞങ്ങളുടെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും ബോധ്യപ്പെട്ടുള്ള കാര്യമാണ്. ആ കൗൺസിലിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ പറയും കുഴപ്പമില്ല, കുറേ നാളത്തേക്ക് അങ്ങോട്ട് പോകട്ടെ, ചികിത്സിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലോ എന്ന്. അതുമാത്രമല്ല സാമ്പത്തിക ബാധ്യത എല്ലാം കട്ടപ്പുകയാകും എന്നുള്ള രീതിയിലാണ് ആളുകൾ സംസാരിക്കുക. അതേമാതിരി ഞങ്ങൾ ക്യാൻസറിൻ്റെ മുന്നോടിയായ ലക്ഷണം കണ്ട ആൾക്കാരെ ക്യാമ്പിലേക്ക് വിളിക്കുമ്പോഴും ഏകദേശം ഒരു 30-40% ആളുകൾ ക്യാമ്പിലേക്ക് വരാത്ത അവസ്ഥയുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഫീഡ്ബാക്ക് എന്നുള്ള നിലയിൽ അവരുടെ അടുത്ത് പോകുമ്പോഴത്തേനും അവർ പറയുന്നത് ഞങ്ങൾക്ക് പേടിയാണ്, ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ പേടിയാണ്, ഇങ്ങനെ പൊക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. അന്നേരം അവിടെ കൗൺസിലിങ്ങിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു. രോഗം കണ്ടെത്തി കഴിഞ്ഞാൽ കൂടിയും ഫിനാൻഷ്യൽ സപ്പോർട്ടും അതോടൊപ്പം വേണം. പിന്നെ വരുന്നത് ട്രീറ്റ്മെൻറ്റാണ്. ട്രീറ്റ്മെൻറ്റ് നമുക്ക് നല്ല എക്സലൻറ്റ് ക്യാൻസർ സെൻറ്റേഴ്സ് ഇന്നുണ്ട്. അതേമാതിരി മെഡിക്കൽ കോളേജുകളിലെ ഫെസിലിറ്റി ഉണ്ട്. ഇത് നന്നായിട്ട് സെൻട്രലൈസ് ചെയ്ത് സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുടെ സപ്ലിമെൻ്ററി സപ്പോർട്ടോട് കൂടിയിട്ട് ഈ യുദ്ധത്തിൽ നമുക്ക് ജയം ഉറപ്പായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാം. അതേമാതിരി ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റേഷൻ, അവിടെയാണ് NGOസിൻ്റെ റോള്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം RCC MCC സ്ട്രെങ്തൻ ചെയ്ത് വരുന്നതിന് മുന്നേ പേഷ്യൻസിനെ അയക്കുമായിരുന്നു. ഇപ്പോൾ 2 സ്ഥലത്തേക്ക് ഞങ്ങൾ അയക്കുന്നുണ്ട്. പക്ഷെ അവിടെ അയക്കുമ്പോഴും രോഗം കണ്ടെത്തിയ ആൾക്കാരിൽ ഒരു 10 മുതൽ 20% വരെ ആൾക്കാർ ട്രീറ്റ്മെൻറ്റിന് പോകാത്തവരുണ്ട്. അവിടെ നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റേഷന് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി പോലുള്ള നമ്മുടെ സ്വസ്തി ഫൗണ്ടേഷൻ പോലെയുള്ള ട്രിവാൻഡ്രം ഓൺകോളജി ക്ലബ്ബ് പോലുള്ള സന്നദ്ധ സംഘടനകൾക്ക് വലിയ റോളാണുള്ളത് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റേഷൻ. അതേപോലെ തന്നെ ഫോളോ അപ്പ് റിവ്യൂ ആക്ടിവിറ്റീസ്, നമ്മുടെ ക്യാൻസർ പേഷ്യൻസിൻ്റെ ലോഞ്ചിവിറ്റി നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോളോ അപ്പ് ആക്ടിവിറ്റി ഏറ്റവും പ്രധാനമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. തിരുവനന്തപുരം RCCയുമായിട്ട് ചേർന്ന് നമ്മുടെ ഡോക്ടർ രാംദാസിൻ്റെയും ചന്ദ്രമോഹൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഡോക്ടർ ചന്ദ്രമോഹൻ രാംദാസും കഴിഞ്ഞ 25 വർഷമായിട്ട് എല്ലാ 3 മാസത്തിലും കണ്ണൂരിൽ വന്ന് മലപ്പുറം മുതൽ
കാസർഗോഡ് വരെയുള്ള RCC പേഷ്യൻസിന് അവിടെ നിന്ന് ഫോളോ അപ്പ് റിവ്യൂ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് ടോട്ടലി ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ആ രീതിയിൽ ഫോളോ അപ്പ് റിവ്യൂ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലോഞ്ചിവിറ്റി പിന്നെ പരമാവധി പിന്നെ ക്വാളിറ്റി ലൈഫോടുകൂടെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവത്തിൽ മനസ്സിലാക്കിയിട്ടത്. പിന്നെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ശേഷം ആ സർവൈവർ 35 വർഷം 94 വയസ്സ് വരെ ജീവിച്ച ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അന്നേരം ക്യാൻസറിനെ നമുക്ക് പൊരുതി തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ആ ഒരു കാര്യത്തിന് പ്രസക്തിയേ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ജീവിതവും അതിൻ്റെ ബോണസും അനുഭവിക്കാൻ ക്യാൻസർ രോഗികൾക്ക് രോഗചികിത്സയ്ക്ക് ശേഷം സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു എക്സലൻ്റ് മോഡലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ റീഹാബിലിറ്റേഷൻ, ക്യാൻസർ പേഷ്യൻസിൻ്റെ റീഹാബിലിറ്റേഷനും ഏറ്റവും പ്രധാനമാണ്. റീഹാബിലിറ്റേഷനിൽ നമുക്ക് പിന്നെ NGOസിന് വലിയ റോളാണുള്ളത്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സിന് പലപ്പോഴും ഈ ഫോളോ അപ്പും റീഹാബിലിറ്റേഷനും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കാരണം ഓൾറെഡി ക്രൗഡഡ് ആണ് അവിടെ വരുന്ന കേസസിന് പോലും പൂർണ്ണമായിട്ട് സർവീസ് കൊടുക്കാൻ പറ്റാത്ത ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സിൻ്റെ കുറ്റമേ അല്ല, രോഗികളുടെ ബാഹുല്യം കൊണ്ട് സാധിക്കാതെ വരുമ്പോൾ അവിടെ NGOസിന് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ സ്വസ്തി ഫൗണ്ടേഷനൊക്കെ കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അത് വലിയ ഗുണകരമാണ് എന്നും തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ടെർമിനൽ സ്റ്റേജ് ക്യാൻസർ പേഷ്യൻസിന് പാലിയേറ്റീവ് കെയർ ഇന്ന് വളരെ എക്സലൻ്റ് ആയിട്ടുള്ള പാലിയേറ്റീവ് കെയർ സെറ്റപ്പ് കേരളത്തിലുണ്ട്. മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയും കൃഷ്ണൻ നായരുടെ ആ ഒരു വിഷനോട് കൂടിയിട്ട് മാർഗദർശനത്തോട് കൂടിയിട്ട് 98 മുതൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല പാലിയേറ്റീവ് കെയർ സർവീസ് ഞങ്ങൾ കൊടുത്തു വരുന്നുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു കൃഷ്ണൻ നായർ സാറുടെ ആ ഒരു വിഷൻ അദ്ദേഹം പിന്നെ 1994 ഞങ്ങൾ സമഗ്ര ക്യാൻസർ നിയന്ത്രണ പദ്ധതി എന്ന് പറഞ്ഞ കണ്ണൂരിൽ തുടങ്ങിയിരുന്നു. അത് ഉദ്ഘാടനം ചെയ്തത് ആരാധ്യയായിട്ട് മദർ തെരേസയാണ്. അതിൻ്റെ കോമ്പോണൻസ് എന്ന് പറയുന്നത് ട്രെയിനിങ് ഓഫ് എഡ്യൂക്കേറ്റഡ് വോളണ്ടിയേഴ്സ് ഓൺ ഹെൽത്ത് കെയർ വിത്ത് ത്രസ്റ്റ് ഓൺ ക്യാൻസർ, ഹൗസ് ടു ഹൗസ്, പേഴ്സൺ ടു പേഴ്സൺ അവയർനെസ് ടു എംപവർ കമ്മ്യൂണിറ്റി, പ്രിവെൻറ്റ്, ഡിറ്റക്ട് എർലി ആൻഡ് ക്യൂർ എന്നുള്ളതായിരുന്നു അതിൻ്റെ. അത് ഞങ്ങൾ ഇന്ന് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 1,20,00,000 ആളുകളിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 94 ആണ് കൃഷ്ണൻ നായർ സാറിൻ്റെ നേതൃത്വത്തിൽ, ബാബു മാത്യു സാറിൻ്റെ നേതൃത്വത്തിൽ ചിത്രത്തിൽ മദർ തെരേസൻ്റെ കൂടെ കൃഷ്ണൻ നായർ സാറിനെയും ബാബു മാത്യു സാറിനെയും നിങ്ങൾക്ക് കാണാം. അന്ന് 94 അദ്ദേഹം മാർഗദർശനം തന്ന് കൊടുത്ത് തുടങ്ങിയ പരിപാടി അസ്താന ഡിക്ലറേഷൻ അറ്റ് ഗ്ലോബൽ കോൺഫറൻസ് ഓൺ പ്രൈമറി ഹെൽത്ത് കെയർ 2018. അതിൻ്റെ ഗോളെന്ന് പറയുന്നത് ബിൽഡ് സസ്റ്റൈനബിൾ പ്രൈമറി ഹെൽത്ത് കെയർ, നോളജ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്, എംപവർ ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റി, ഹ്യൂമൻ റിസോഴ്സ് ഫോർ ഹെൽത്ത് കെയർ. ഈ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പോണൻസും കൃഷ്ണൻ നായർ സാറിൻ്റെ നേതൃത്വത്തിൽ, ബാബുമാൻ സാറിൻ്റെ നേതൃത്വത്തിൽ 94 ഞങ്ങൾ തുടങ്ങിയ ആ പരിപാടിയിൽ ഉൾപ്പെട്ടിരുന്നു. അത് വളരെ സക്സസ്ഫുള്ളായിട്ട് ഞങ്ങൾ ഇന്നും കൊണ്ടുപോവുകയാണെന്ന് പറയുമ്പോൾ കൃഷ്ണൻ നായർ സാറിൻ്റെ ആ ഒരു വിഷൻ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. വൺസ് അഗെയിൻ ട്രിബ്യൂട്ട് ടു അവർ beloved കൃഷ്ണൻ നായർ സാർ. ടെക്നോളജി ഫോർ ഹെൽത്ത് കെയർ ഈസ് അനദർ ഗോൾ ഓഫ് അസ്താന ഡിക്ലറേഷൻ 2018. ഞങ്ങളുടെ 2010 ഡോക്ടർ കലാമിൻ്റെ മാർഗനിർദ്ദേശത്തോടു കൂടിയിട്ട് ഡോക്ടർ G. മാധവൻ നായരുടെ സപ്പോർട്ടോടു കൂടി ഞങ്ങൾ തുടങ്ങിയ സഞ്ജീവനി മൊബൈൽ ടെലി ഓൺകോനെറ്റ് പ്രോജക്റ്റ്, എ പവർഫുൾ ഹെൽത്ത് കെയർ സിസ്റ്റം ഫോർ അവർ റൂറൽ പോപ്പുലേഷൻ. അത് ഡോക്ടർ കലാം അതിൻ്റെ ഉദ്ഘാടനത്തിന് വരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഞങ്ങൾക്ക് പ്രോമിസ് തന്നു ഞാൻ പിന്നീട് വരുമെന്ന് പറഞ്ഞ്. അദ്ദേഹം പ്രസിഡൻ്റായിട്ട് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം 2012 അദ്ദേഹം കണ്ണൂരിൽ വരികയും ഞങ്ങളുടെ ആ സഞ്ജീവനി പ്രോജക്റ്റ് അദ്ദേഹത്തിൻ്റെ ടെലിമെഡിസിൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഡ്രീം പ്രോജക്റ്റായിരുന്നു. അതിൻ്റെ സക്സസ്സിന് അദ്ദേഹം 1 മണിക്കൂർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ ആ യൂണിറ്റിലെ ഓരോ പിന്നെ കോമ്പോണൻസും ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു. അദ്ദേഹം അവസാനം എന്നോട് പറഞ്ഞു, ദിസ് ഈസ് ആൻ എക്സലൻറ്റ് ടെക്നോളജി റെവല്യൂഷൻ യു ആർ ടേക്കിംഗ് ഫോർവേഡ് ഇൻ കേരള എന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ഈ പ്രോജക്റ്റിൻ്റെ കീഴിൽ ഇപ്പോൾ 61 ലക്ഷം ആളുകളിലേക്ക് ചേർന്നിട്ടുണ്ട് ബെനിഫിഷ്യറീസായിട്ട്. ഈ പ്രോജക്റ്റിന് കീഴിൽ 39,938 വോളണ്ടിയേഴ്സിനെ ഞങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 746 ക്യാമ്പുകൾ, പ്രീ ക്യാൻസേഴ്സ് ഡിറ്റക്ട് ചെയ്ത് 474, ക്യാൻസർ കേസുകൾ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്തത് 521. ഈ പിന്നെ പദ്ധതിയുടെ ഗ്ലെയറിംഗ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റാണ്. അന്നേരം NGOസിന് ക്യാൻസർ കൺട്രോളിൽ, ക്യാൻസർ കെയറിൽ
നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കാനാകൂ എന്നുള്ളത് കഴിഞ്ഞ 33 വർഷത്തെ സേവനത്തിലൂടെ ഞങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. സർവൈവേഴ്സിന് എങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതും ഞങ്ങൾ വളരെ എക്സലൻ്റ് ആയിട്ടുള്ളൊരു മോഡലായിട്ട് പിന്നെ സമൂഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. സർവൈവേഴ്സിനെല്ലാം ഞങ്ങൾ സർവൈവേഴ്സ് പ്ലാറ്റ്ഫോം, ഫ്രണ്ട്സ് ഫോർ ക്യാൻസർ കെയർ എന്നുള്ള പ്ലാറ്റ്ഫോം ഞങ്ങളുടെ ആ പ്ലാറ്റ്ഫോമിൽ സർവൈവേഴ്സിന് എല്ലാവർക്കും ചേരുന്നവർക്ക് യോഗ ട്രെയിനിങ്, 1 വർഷത്തെ യോഗ ട്രെയിനിങ്, പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ മാസവും പിന്നെ അവർക്ക് യോഗ പ്രാക്ടീസായിട്ട് ഞങ്ങളുടെ പിന്നെ ഡോക്ടർ പത്മനാഭൻ എന്ന് പറഞ്ഞ യോഗയിൽ PhD ഉള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള യോഗ എക്സ്പേർട്ടിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ യോഗ കൊടുക്കുന്നുണ്ട്. RCCൻ്റെ നേതൃത്വത്തിൽ എവറി 3 months സർവൈവേഴ്സ് ഞങ്ങൾ ഫോളോ അപ്പ് സർവീസസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇയർലി അവർക്ക് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് പിന്നെ ഫ്രീ ആയിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമാണ്. അതിൻ്റെ ആ ഒരു സക്സസ് ഫ്രൂട്ട്സ് എൻജോയ് ചെയ്ത 33 വർഷം വരെ 84, 85, 94 വയസ്സ് വരെ ജീവിക്കുന്ന ആ ക്യാൻസർ സർവൈവേഴ്സിൻ്റെ ഒരു ഡെഡിക്കേഷനായിട്ട് ഞങ്ങളൊരു തീം സോങ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തീം സോങ് കൂടി കേട്ടിട്ട് എൻ്റെ ഈ പ്രസൻറ്റേഷൻ അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദി അർപ്പിക്കുന്നു. നമുക്കൊന്ന് തീം സോങ് കേൾക്കാം. വോയിസ് വരുന്നില്ല. കേബിൾ വെച്ചിട്ടില്ലേ? വീഡിയോ ഉണ്ട്. അല്ല, വീഡിയോ തന്നിരുന്നു. സപ്പോർട്ട് ഉണ്ടാവില്ല, അതാണ്. സോ നമ്മുടെ ഈ ചടങ്ങിന്ന് ഇവിടെ പൂർണ്ണമാവുകയാണ്. കഴിഞ്ഞ 3 മണിക്കൂർ ഒരു കാര്യം ഞാൻ സമ്മതിക്കാം, കുറച്ച് പ്രോഗ്രാം നീണ്ടുപോയി. പക്ഷേ ഞാനും ബോബനോട് ഡിസ്കസ് ചെയ്യുമായിരുന്നു, ഇവിടെ ശരിക്കും നടന്നിരിക്കുന്ന വലിയൊരു നോളജ് എക്സ്പ്ലോഷനാണ്. ഈ പല കാര്യങ്ങളും ഞങ്ങൾക്ക് പോലും അറിഞ്ഞൂടായിരുന്നു. മാത്രമല്ല ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും വേരിയസ് സ്ട്രീംസിലുള്ള ആൾക്കാരെ ഒന്ന് അവരുടെ നോളജ് ഷെയർ ചെയ്യുകയാണ്, അഭിപ്രായം ഷെയർ ചെയ്യുകയാണ്. വളരെ ശക്തമായിട്ടുള്ള കോൺട്രാഡിക്ഷൻസ് അതിനകത്തുണ്ട്. ഇത് തന്നെ ഓരോ ഇഷ്യൂസ് നമുക്കൊരു ഡിബേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ഡാറ്റ മാനേജ്മെൻറ്റ്, അത് എങ്ങനെ ചെയ്യണം, അതിൻ്റെ ട്രാൻസ്പാരൻസി അത് ഇമ്പോർട്ടൻ്റ് ആണോ, അത് തന്നെ ഒരാഴ്ച ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബിൻ്റെ ഈ 10th ആനിവേഴ്സറി മെമ്മറബിളായിട്ട് നടത്തണം. കേരളത്തിലെ ക്യാൻസർ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ വരണം, അതിൽ ചർച്ചകൾ നടക്കണം എന്നുള്ളതായിരുന്നു. ആ ഒരു ആഗ്രഹം എന്തായാലും നമുക്ക് ഇന്ന് പൂർണ്ണമായി. ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബ്ബ് ഇക്കാര്യത്തിൽ വളരെ വളരെ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. മാത്രമല്ല ഇത്തരം പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോട്ടെ, മാത്രം നമ്മുടെ ഈ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ നമുക്ക് എങ്ങനെ ഒരു കാക്കഫോണി പോലെ ഇരിക്കുന്ന ഇത് എങ്ങനെ നമുക്കൊരു ഒരു മ്യൂസിക് ആക്കി മാറ്റാം, ഓർക്കസ്ട്രയാക്കി മാറ്റാം എന്നുള്ള കാര്യത്തിൽ ഒരു തുടക്കം ഇത്തരം മീറ്റിങ്ങുകൾ വഴി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇവിടെ വന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും ഞാൻ TOCയുടെ പേരിൽ നന്ദി പറയുകയാണ്. നമുക്ക് ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഫുഡ് കഴിക്കാത്തവർക്ക്